viewers, good morning. Welcome back to Xylem Learning. Team is on. Yes, അപ്പോൾ ഇതാ നമ്മൾ കാത്തിരുന്ന PYQ സീരീസിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബോട്ടണിയിൽ അത്യാവശ്യം ഏറ്റവും നല്ല രീതിയിൽ വെയിറ്റേജ് വരുന്ന 3 ചാപ്റ്റേഴ്സിന്റെ കംപ്ലീറ്റ് PYQs ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് രാവിലെ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എന്താണ് കംപ്ലീറ്റ് ഒരു സ്റ്റഡി പാറ്റേണിലേക്ക് വന്നിട്ടുണ്ട്, ഒരു റുട്ടീനിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബോർഡ് എക്സാം വരുന്നുണ്ട്. ബോർഡ് എക്സാമിന് വേണ്ടി നല്ലോണം നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപാട് തന്നെ എൻട്രൻസിന് വേണ്ടി ഒരുങ്ങുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം ആദ്യം നമ്മുടെ സേഫ് സോൺ നമ്മളൊന്ന് ക്ലിയർ ആക്കണം, എന്നിട്ട് വേണം നമ്മൾ എൻട്രൻസിന് വേണ്ടി കുറച്ചധികം ടൈം അതിന് വേണ്ടി കൊടുക്കാനായിട്ട് അല്ലേ. സോ അപ്പോൾ ബോർഡ് എക്സാമിന് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എക്സാമിനെ ഫേസ് ചെയ്യണം. എങ്ങനെ ചോദ്യങ്ങൾ വന്നാലും നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ ബയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ബോട്ടണി സുവോളജി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരാറുള്ളത്. പക്ഷേ നമ്മൾ കോൺസെപ്റ്റ് നന്നായിട്ട് തന്നെ തെറുവായിട്ട് റിവൈസ് ചെയ്യണം. NCERT നമ്മുടെ കയ്യിൽ വളരെ ഭദ്രമായിരിക്കണം. NCERTയിലുള്ള എല്ലാ കോൺസെപ്റ്റും നല്ല തെറുവായിട്ട് തന്നെ നമ്മൾ സ്റ്റഡി ചെയ്താലേ നമുക്ക് ആൻസർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും വരാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും കൂടി വരാൻ പറയാം. നമുക്ക് ബോട്ടണിയുടെ കംപ്ലീറ്റ് PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ചാപ്റ്റേഴ്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കാരണം അധികം ഏറ്റവും നല്ല വെയിറ്റേജിന് വരുന്ന ഒരു ചാപ്റ്ററാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് മൂന്നാമത്തേത് ഇക്കോസിസ്റ്റം. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റേജ് ഉള്ള 3 ചാപ്റ്റേഴ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡിയാണ്, വന്നിട്ടുണ്ട് എങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ റിപ്ലൈ വരട്ടെ. നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് നീറ്റിലെ കുട്ടികളുണ്ട്, നമ്മുടെ അഗ്നിവാസിലെ കുട്ടികളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ 12 CBSEയിൽ വരുന്ന കുട്ടികൾ എല്ലാവരും തന്നെ ഉണ്ട്. അപ്പം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും വേഗം വരാൻ പറയുക. കാരണം കംപ്ലീറ്റ് PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റീസെൻറ്റ് ഇയേഴ്സിലെയും അതിന് മുന്നേ വന്ന വർഷങ്ങളിലെയും ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പോവുകയാണ്. യെസ്, അപ്പോൾ വന്നവരൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. നിങ്ങളുടെ റെസ്പോൺസ് അല്ലേ നമുക്കറിയാൻ പറ്റുക. വന്നവരൊക്കെ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ യെസ്. സോ കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ മക്കളെ? കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ? യെസ്, അത് മതി. എല്ലാം ഓക്കെ ആണ്, ഡബിൾ ഓക്കെ ആണ്, റെഡിയാണ്, സെറ്റാണ് എന്നൊക്കെ കമൻസ് വരുന്നുണ്ട്. ഓക്കെ, യെസ്. സോ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വേണ്ട ചാപ്റ്റർ ഏതാ? കാരണം സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ് ചാപ്റ്ററിലാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ്, ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത്. അപ്പം നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും ഏത് ചാപ്റ്റർ തന്നെയാണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ തന്നെയാണ്. ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ, ഇക്കോസിസ്റ്റം നിങ്ങൾ അവസാനം പഠിച്ചതാണെങ്കിൽ കൂടെ നമുക്കറിയാം, കോൺസെപ്റ്റ് പഠിച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വേഗം തന്നെ ചോദ്യങ്ങളിലേക്ക് കടന്നാലോ? റെഡിയാണോ എല്ലാവരും? എല്ലാവരും റെഡിയാണ്? യെസ് യെസ് യെസ്, കമൻസ് വരുന്നുണ്ട്. ഓക്കെ, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ച് ഫുൾ എനർജി ബൂസ്റ്ററിലല്ലേ ഉള്ളത്? ക്ഷീണിക്കും, അല്ലെങ്കിൽ ചോദ്യങ്ങളൊക്കെ കേട്ട് നമ്മൾ തളരാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും ഫുൾ ഓൺ ഫുൾ എനർജിയിലായിരിക്കണം കേട്ടോ. യെസ്, അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഓക്കെ, സെക്ഷൽ റീപ്രൊഡക്ഷനിൽ തന്നെ റീസെൻറ്റ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഈസി PC ക്വസ്റ്റ്യൻ തന്നെയാണ്, ഡൗട്ടൊന്നും വരില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കേ. റെമനൻസ് ഓഫ് ന്യൂസെല്ലസ് ആർ പെർസിസ്റ്റന്റ് ഡ്യൂറിങ് സീഡ് ഡെവലപ്മെന്റ് ഇൻ. ഇതിലേതിലാണ് റെമനൻസ് പെർസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ കാണുന്നതെന്നാണ് ചോദ്യം. അപ്പം നിങ്ങൾ പറഞ്ഞോളൂ. Remnants of nucellus are persistent during seed development. ഈ പറയുന്ന പെർസിസ്റ്റന്റ് ന്യൂസെല്ലസ് നമ്മൾ കാണുന്നതിൽ ഏതാണ് എന്നാണ് ചോദ്യം. കുറേ കുട്ടികൾ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെന്ന് തോന്നുന്നു. ബസ്സിൻ്റെ പേര് പ്രിട്ടി ജോൺ എന്നാണ് കേട്ടോ, പ്രിട്ടി ജോൺ. യെസ്, അപ്പം കമൻറ്റ് ചെയ്യൂ, ആൻസർ കമൻറ്റ് ചെയ്യൂ വേഗം. Remnants of nucellus
പെർസിസ്റ്റന്റ് ഡ്യൂറിങ് സീഡ് ഡെവലപ്മെന്റിലെ ന്യൂസെലസിന്റെ റെമനൻസ് അവിടെ തന്നെ പെർസിസ്റ്റ് ചെയ്യുന്നത് ഇതിൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. യെസ്, ലൂന പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും കൂടി ഒന്ന് ആൻസർ പറഞ്ഞേ. നിങ്ങൾ ആൻസർ ചാടിക്കയറി ഉത്തരം പറയണം. എല്ലാ കാര്യങ്ങളും നമ്മുടെ മൈൻഡിലുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് കുത്തിപ്പൊക്കിക്കൊണ്ട് തന്നെ വരണം. സോ ഏതാണ് വരിക? പി, ഗ്രൗണ്ട് നട്ട്, വീറ്റ്, ബ്ലാക്ക് പെപ്പർ ആണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഏതിലാണ് സീഡ് ഡെവലപ്മെന്റിലെ റെമനൻസ് ഓഫ് ന്യൂസെലസ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഓഫ് കോഴ്സ് ഏതാണ്? കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നല്ലോ. റെമനൻസ് ഓഫ് ന്യൂസെലസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. നിങ്ങളെ റെസ്പോണ്ട് ചെയ്യിക്കണമെങ്കിൽ ഞാൻ എന്തൊരു കഷ്ടപ്പെടണം. പറയൂ. നോക്കട്ടെ, ആപ്പിൽ കിട്ടാത്തവരുണ്ടോ എന്ന് നോക്കട്ടെ. ഒരു മിനിറ്റ്. ആപ്പിൽ റെസ്പോണ്ട് ഒന്നും വന്നിട്ടില്ല. യെസ്, കമോൺ. ആപ്പിൽ എനിക്ക് തോന്നുന്നു കുട്ടികൾ ലെറ്റ്സ് സീ. സോ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ് അല്ലേ? ഓപ്ഷൻ ഡി, ബ്ലാക്ക് പെപ്പറിലാണ് നമുക്ക് പെർസിസ്റ്റന്റ് ന്യൂസെലസ് കാണാൻ പറ്റുന്നത്. ഈ പെർസിസ്റ്റന്റ് ന്യൂസെലസിനെ നമ്മൾ പറയുന്ന ഒരു ടേം ഉണ്ടല്ലോ, അതേതാ? റെമനൻസ് ഓഫ് ന്യൂസെലസ് പെർസിസ്റ്റ് ഇൻ ദ സീഡ് ഓഫ് ബ്ലാക്ക് പെപ്പർ. അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു ടേം ഉണ്ട്, ഒരു ടെർമിനോളജി ഉണ്ട്. അതേതാണെന്നൊന്ന് പറഞ്ഞേ. ആ ടേമിനെ നിങ്ങളൊന്ന് പറഞ്ഞേ. ഏതാണ് ആ ടെർമിനോളജി വരുന്നത്? യെസ്, വെരി ഗുഡ്. ബ്ലാക്ക് പെപ്പറിൽ പെർസിസ്റ്റന്റ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ പറയുന്നതാണ് എന്ത്? പെരിസ്പേം എന്നാണ് നമ്മൾ പറയാ. എന്താണ്? പെരിസ്പേം എന്നാണ് നമ്മൾ പറയാ കേട്ടോ. പെരിസ്പേം എന്നാണ് നമ്മൾ പറയാ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വാൾ ലെയർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം വിച്ച് നറിഷസ് ദ പോളൻ ഗ്രെയിൻ. ഇതും വളരെ ഈസി ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഈ സാമ്പിൾ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളതാണ്. വാൾ ലെയർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം വിച്ച് നറിഷസ് ദ പോളൻ ഗ്രെയിൻ. ഇത്രയും ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുക? ദാറ്റ് ഈസ് ഓൾസോ ഡി, ടപ്പീറ്റം ആണ് വരുന്നത് അല്ലേ? ടപ്പീറ്റം ആണ് വരുന്നത്. സോ ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കറിയാം, ഈസി പീസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Next question. Which of the following statements are true related to seed X and Y? ഇതും MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ റിലേറ്റഡ് ടു സീഡ് എക്സ് ആൻഡ് വൈ ആണ് ചോദിച്ചിട്ടുള്ളത്. സീഡ് എക്സും വൈയും തന്നിട്ടുണ്ട്. എക്സും വൈയിലും നോക്കുമ്പം ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ് നിങ്ങൾ പറയേണ്ടത്. യെസ്, പറയൂ. എവിടെ നിങ്ങളുടെ റെസ്പോൺസ് ഒക്കെ എവിടെ? Yeah. 1 and 4 ആണോ വരിക? സീഡ് എക്സ് എന്ന് പറയുന്നത് ഒരു ഡൈക്കോട്ട് സീഡാണ്. സീഡ് വൈ എന്ന് പറയുന്നത് എന്താണ്? ഒരു മോണോക്കോട്ട് സീഡാണ്. അപ്പം ഒന്ന് ഡൈക്കോട്ടും ഒന്ന് മോണോക്കോട്ടും ആണെന്ന് അറിയാം. അപ്പം നമ്മൾ നോക്കേണ്ടത് ഏതാ? സീഡ് എക്സ് ഈസ് ഡൈക്കോട്ട് ആൻഡ് സീഡ് വൈ ഈസ് മോണോക്കോട്ട്. സീഡ് എക്സ് ഈസ് ഡൈക്കോട്ട് എന്ന് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ സീഡ് വൈ ഈസ് മോണോക്കോട്ട് എന്നുള്ളത് വേണം നമ്മൾ നോക്കാൻ. ഓക്കെ, അങ്ങനെ തന്നിട്ടുള്ളത് 2ഉം 3യുമാണ്. ഇതിനെ ഒന്നാമത്തേത് സീഡ് എക്സ് ഈസ് ഡൈക്കോട്ട് ആൻഡ് എൻഡോസ്പെർമിക് ഓർ ആൽബുമിനസ് എന്ന് പറയുന്നുണ്ട്. സീഡ് എക്സ് ഈസ് ഡൈക്കോട്ട് നോൺ എൻഡോസ്പെർമിക് ഓർ നോൺ ആൽബുമിനസ് എന്ന് പറയുന്നുണ്ട്. 3ലോ സീഡ് വൈ ഈസ് മോണോക്കോട്ട് ആൻഡ് എൻഡോസ്പെർമിക് ഓർ ആൽബുമിനസ്, സീഡ് വൈ ഈസ് മോണോക്കോട്ട് ആൻഡ് നോൺ എൻഡോസ്പെർമിക് ഓർ ആൽബുമിനസ്. ഏതാ വരിക? ഓപ്ഷൻ എ 1, 3 പറയുന്നുണ്ട്. എക്സ് ഡൈക്കോട്ട്, വൈ മോണോക്കോട്ട്. രണ്ടും എങ്ങനെയാണ് എൻഡോസ്പെർമിക്കും ആൽബുമിനസും ആവുക? രണ്ടും കൂടെ എൻഡോസ്പെർമിക്കും ആൽബുമിനസ് ആവുമോ? ഇല്ല. അപ്പം അതിലേതാ വരിക എന്നൊന്ന് പറഞ്ഞേ.
ആലോചിക്കണേ. കാരണം നിങ്ങൾ ആലോചിക്കണം, ഒന്ന് നിങ്ങൾക്ക് ഡൈക്കോട്ടാണോ മോണോക്കോട്ടാണെന്ന് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. രണ്ടാമത് നോക്കേണ്ടത് ഏതാണ് എൻഡോസ്പെർമിക്, ഏതാണ് നോൺ എൻഡോസ്പെർമിക് എന്നാണ് നോക്കേണ്ടത്. അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാവുന്നതേ ഉള്ളൂ. വിച്ച് വൺ ഇസ് എൻഡോസ്പെർമിക് ആൻഡ് നോൺ എൻഡോ. ഈ എൻഡോസ്പെർമിക് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആൽബുമിനസ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ന്യൂസെല്ലസ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എവിടെയാണ് നമ്മൾ ന്യൂസെല്ലസ് കാണുന്നത്? എൻഡോസ്പെർം പെർസിസ്റ്റൻ്റ് ആയിട്ട് കാണുന്നത് എവിടെയാണ്? കമോൺ എല്ലാവർക്കും വേറിട്ട ഉത്തരമാണല്ലോ. എല്ലാവരും ഒന്ന് ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞേ. 1-4 വരുമോ? എക്സിസ് ഡൈക്കോട്ട് എൻഡോസ്പെർമിക് 1-4 ആണോ? നല്ലോണം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. കമോൺ, എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരിക കേട്ടോ. നിങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ എന്ന് തോന്നുന്നു. ബാക്കിയുള്ളവരോടൊക്കെ വേഗം തന്നെ വരാൻ പറയാം. യെസ്, ഒരു സെക്കൻഡ്. എനിക്ക് തോന്നുന്നു ആപ്പിലെ കുട്ടികൾക്ക് യെസ്, വെയിറ്റ്, ഒന്ന് സ്റ്റുഡിയോയിലേക്ക് വരുമോ? ഡൈക്കോട്ട് സീഡ് നമ്മളെ പൊതുവെ എന്താ പറയാറുള്ളത്? നോൺ എൻഡോസ്പെർമിക് ആണ്. ഇപ്പോഴും നിങ്ങൾക്ക് ഡൗട്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? ഇവിടെ നോക്കണേ, ഡൈക്കോട്ട് സീഡ് എന്ന് പറയുന്നത് പൊതുവെ നോൺ എൻഡോസ്പെർമിക് ആണ്. നോൺ എൻഡോസ്, കാരണം ഇവിടെ പ്ലിമ്യൂള് ഡൈക്കോട്ട് 2 കോട്ടിലഡൻസ് ആണുള്ളത്. സീഡ് വൈയിൽ മോണോക്കോട്ടിലാകുമ്പോൾ നമുക്ക് എന്ത് കാണാം? എൻഡോസ്പെർമസ് സീഡാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഏതാ ഓപ്ഷൻ വരുന്നത്? സീഡ് എക്സിസ് ഡൈക്കോട്ട്. CBSE ചാറ്റ് നോക്കുമോ ആപ്പിൽ? 12th CBSE സീഡ് എക്സ് എന്ന് പറയുന്നത് ഡൈക്കോട്ടാണ്. അത് നോൺ എൻഡോസ്പെർമിക് ഉണ്ട്, അത് നോൺ ആൽബുമിനസും. പിന്നെ അതുപോലെ തന്നെ വൈ എന്ന് പറയുന്നതാണ് നമ്മുടെ മോണോക്കോട്ട്. അതെന്താണ്? എൻഡോസ്പെർമിക് ഒരു ആൽബുമിനസുമാണ്. സോ 2 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസിൽ വരിക നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏത് പറയാം? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, ഡൈക്കോട്ട് സീഡ് മോസ്റ്റ് ടൈം എന്താണ്? നോൺ എൻഡോസ്പെർമസ് ആണ്. ആൻഡ് മോണോക്കോട്ട് സീഡ് എന്ന് പറയുന്നതാണ് എൻഡോസ്പെർമസ് എന്ന് പറയുന്നത്. ക്ലിയർ? താഴത്തെ അഗ്നി 12th CBSE ക്ലിയർ? യെസ്. അപ്പം ഇതുപോലെ ക്വസ്റ്റ്യൻസ് വരും. ഡയഗ്രാം തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. നേരത്തെ നമ്മൾ കണ്ടതിൽ താഴെ ലൈവ് കണ്ടില്ലേ? അതിൽ തന്നെ സ്പെഷ്യൽ ലൈവ് 2 അടുപ്പിച്ച് കിടന്നായിരുന്നു. കെമിസ്ട്രിയാ 12th CBSEക്കും പോകേണ്ടതായത്. അഗ്നി 12th CBSEയും ഇൻ്റഗ്രേറ്റഡ് നീറ്റും. +2 ആപ്പ്, സൈലം ക്ലാസ് 12th CBSE, ഇൻ്റഗ്രേറ്റഡ് നീറ്റ്. കണ്ടോ 3 എണ്ണമാണ്. എൻ ഗെയിം ആണ്, ഇതിനകത്ത് എൻ ഗെയിം അല്ലെന്ന് തോന്നുന്നു കൊടുത്തേക്കുന്നത്. +2 ആപ്പ്. ഇല്ല, ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. ഓക്കെ, ഇത് ഓപ്പൺ ആണോ? ഓക്കെ, ഓക്കെ, റെഡി. അപ്പം ഇവിടെ നമ്മൾ യെസ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്താണ് പോകുന്നത്. നമ്മൾ PYQ സീരീസ് ആണിത്. അപ്പം കംപ്ലീറ്റ് PYQ പറഞ്ഞാൽ ഈ ഒരു ലൈവിൽ ഡിസ്കസ് ചെയ്യുക. ആ PYQ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ആ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്ത് തന്നെയാണ് പോവുക. ഡോണ്ട് വറി കേട്ടോ, നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തന്നെ പോവുള്ളൂ. ആരും അതോർത്ത് വിഷമിക്കേണ്ട. നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ ഡൺ ആണ്. റെഡി? യെസ്. അപ്പം നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സെറ്റ് അല്ലേ? റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്ട്രക്ചർ ഓഫ് ബൈലോബ്ഡ് ആന്തർ കൺസിസ്റ്റ് ഓഫ്. ബൈലോബ്ഡ് ആന്തർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ
സ്പൊറാഞ്ചിയം അല്ലെങ്കിൽ മൈക്രോസ്പോസ് അല്ലെങ്കിൽ സ്പോറോജീനസ് ടിഷ്യൂ എവിടെയാണ് ഉള്ളത്? പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യുന്നത് സ്പോറോജീനസ് ടിഷ്യൂ എന്നാണ്. ഈ സ്പോറോജീനസ് ടിഷ്യൂ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ മെയിൽ ഭാഗമായിട്ടുള്ള സ്റ്റേമനിൽ ആന്തറും ഫിലമെന്റും ഉണ്ട്. ഈ ആന്തറിൽ നമുക്ക് കാണാം ടെട്രഗണലാണ്, ടെട്രാസ്പൊറാഞ്ചിയേറ്റ് ആണ്, ബൈലോബ്ഡ് ആണ്. അപ്പോൾ ഈ ബൈലോബ്ഡ് ആയിട്ടുള്ള ഈ ഒരു ആന്തറിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോൾ ബൈലോബ്ഡ് ആന്തറിൽ എത്ര തീക്കാസ് ഉണ്ട്, എത്ര സ്പൊറാഞ്ചിയംസ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യാം. യെസ്, വിച്ച് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ ഹിയർ? സ്ട്രക്ചർ ഓഫ് ബൈലോബ്ഡ് ആന്തർ കൺസിസ്റ്റ് ഓഫ് എന്നാണ് ക്വസ്റ്റ്യൻ. കമോൺ. Ready. So many students are there, so they are not only they wouldn't be understanding if I say only in English, so that's why I'm speaking in both languages. Okay, രണ്ടും പറയാം, ഇംഗ്ലീഷിലും മലയാളത്തിലും പറയാം. You can see the question in English, right? So just comment the answer, and if you need to explain in the concept in detail, then I will say it in both languages. Don't worry. Okay, so structure of bilobed anther consists of, നമുക്കറിയാം, here we can see bilobed anther, that means 2 lobes ആണ്. ആന്തറിന് 2 lobes ആണ് ഉള്ളത്. ഈ 2 ലോബിലായിട്ട് നമുക്ക് എത്ര സ്പൊറാഞ്ചിയാസ് കാണാം, അതുപോലെ തന്നെ എത്ര തീക്കാസ് ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ? വി ക്യാൻ സി 4 തീക്കാസ് അല്ലെ, 4 തീക്ക ബൈലോബ്ഡ്, അതുപോലെ തന്നെ 4 സ്പൊറാഞ്ചിയംസ് ഉണ്ടെന്ന് നമുക്കറിയാം. 4 സ്പൊറാഞ്ചിയംസ് ഉള്ളതുപോലെ തന്നെ എന്താണ് കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്? ഏതാണ്? 4 തീക്ക, 2 തീക്കാസും അതുപോലെ തന്നെ 4 സ്പൊറാഞ്ചിയം. 2 തീക്കാസ്, 2 ബൈലോബ്സ് ഉണ്ട്, ബൈലോബ്സിലായിട്ട് 2 തീക്കാസ് ഉണ്ട്. ആ 2 തീക്കേസിൽ 4 സ്പൊറാഞ്ചിയംസ് ആയിട്ടാണുള്ളത്. സോ വി ക്യാൻ സി 4 സ്പൊറാഞ്ചിയംസ് ഹിയർ. ഓക്കെ, 4 sporangiums here. Appa 2 thekas and 4 sporangiums are, so the question's answer is option D. Appam antherinte structure is a must പഠിക്കേണ്ട കാര്യമാണ്. ആന്തറിന്റെ സ്ട്രക്ചർ, ആന്തറിന്റെ നമ്മൾ ഓരോന്നും പോയിന്റ്സ് ആയിട്ട് പഠിക്കുന്നതാണ്. ടെട്രാസ്പൊറാഞ്ചിയൻസ്, വൺ ഇസ് ബൈലോബ്ഡ്, ടെട്രഗണൽ, then tetrasporangiate, and dithecus. So we can say dithecus means it is 2 and tetrasporangiate means it is 4 sporangia. So the answer will be option D. So we can say etra theca and 2 theca and 4 sporangia. Clear? So this is the correct answer. Next question we can see the thalamus contributes to the fruit formation in പ്ലാന്റിൽ അല്ലെങ്കിൽ ഫ്രൂട്ട് ഫോർമേഷൻ. വി ഹാവ് ലേൺഡ് അബൌട്ട് ദി ഫ്രൂട്ട് ഫോർമേഷൻ, ട്രൂ ഫ്രൂട്ട്സ്, ഫോൾസ് ഫ്രൂട്ട് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പം ഇതിൽ ഫ്രൂട്ടിൻ്റെ ഫോർമേഷൻ നോർമലി വി ക്യാൻ സേ ഓവറി ബിക്കംസ് ദ ഫ്രൂട്ട്, റൈറ്റ്? നോർമലി ഓവറി ബിക്കംസ് ഫ്രൂട്ട്. ദാറ്റ് ഈസ് ട്രൂ ഫ്രൂട്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ വി ക്യാൻ സേ ഫ്രൂട്ട് ഫോർമേഷനിൽ തലാമസിനും റോൾ ഉണ്ട്. മീൻസ് അതെന്താണ്? തലാമസ് ആണ് ഫ്രൂട്ടായിട്ട് മാറുന്നത് എങ്കിൽ അത് ഏത് ഫ്രൂട്ടിലാണ്? ആ കാറ്റഗറി നമ്മൾ പറയുന്നത് ഫാൾസ് ഫ്രൂട്ട് എന്നാണ്. So thalamus has a contribution for the fruit formation, then that is seen in, yes, very good option C, that is strawberry. Option C, that is strawberry. So strawberry we can see a thalamus contribute to the fruit formation. So option will be option C. Then next one, pollen grains are well preserved as fossils because of the presence of the major component in the pollen grain is which one? ഏതാണ്? ഒരു pollen grain എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഏതാ? Come on. We have learned about the structure of pollen grain. അല്ലേ? pollen grain നമ്മൾ പഠിക്കുന്നതാണ്. ഒരു ഔട്ടർ ലെയർ ഉണ്ട്,
that the indine ആണെങ്കിൽ there is an outer layer exine. ഈ ഔട്ടർ ലെയർ ആയിട്ടുള്ള എക്സൈൻ ഉണ്ടാക്കിയതും ഇന്നർ ലെയർ ആയിട്ടുള്ള ഇൻഡൈൻ ഉണ്ടാക്കിയിരിക്കുന്നതും രണ്ടും ഡിഫറെന്റ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ്. സോ വി ക്യാൻ സേ വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ ഹിയർ? The pollen grains are well preserved fossil. Pollen grain well preserved fossil ആവാനുള്ള കാരണം because of the presence of exine ഉണ്ടാക്കിയിരിക്കുന്ന ആ സ്പോറോപൊളനിൻ ആണ്. So the correct answer will be option A. Correct option ഏതാണ്? Option A, sporopollenin. So pollen grains are well preserved. Sporopolleninന്റെ condition നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. Sporopollen is resistant to any enzymes or acids or alkalis, anything. So that will not be degraded. അത് എത്ര പെട്ടെന്നൊന്നും degrade ചെയ്യില്ല. കാലങ്ങളോളം ഇതെന്ത് ചെയ്യും? വർഷങ്ങളോളം that can remain under the soil. So we can see that pollen grains are well preserved as fossils because of the presence of sporopollenin. Yes, very good, Rudins. Extremely resistant to enzymes, temperature, alkalis, acids, anything. അതുകൊണ്ട് എന്ത് ചെയ്യും? അത് കാലങ്ങളോളം അവിടെ തന്നെ എന്ത് ചെയ്യും? ഡിഗ്രേഡ് ചെയ്യാതെ അവിടെ റെസിസ്റ്റന്റ് ആയിട്ട് നിൽക്കും. സോ വിച്ച് ഇസ് ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് സ്പോറോപൊളനിൻ. Then next one is assertion reason question. Apomictic embryos are genetically identical to the parent. പറയൂ. Come on. Apomictic embryos are genetically identical to the parent plant. Assertion തന്നിട്ടുണ്ട്. Reason ഏതാ? Apomixis is the production of seeds without fertilization. Come on, ഒന്ന് ആൻസർ പറഞ്ഞേ. Apomictic embryos are genetically identical to parent plant, and the reason is apomixis is the production of seeds without fertilization. You are saying both assertion reason are true and R is the correct explanation of E. അല്ല, എല്ലാവരും ഏ തന്നെ പറയുന്നുണ്ട്. കാരണം എന്താ? അപ്പോമിക്റ്റിക് എംബ്രിയോസ് എന്ന് പറഞ്ഞാൽ പാരന്റിനോട് ഐഡന്റിക്കൽ ആയിട്ട് തന്നെ ഫോം ചെയ്യുന്നത്. ബിക്കോസ് എന്താണ്? ദാറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോഴേ അവിടെ ഒരു വേരിയേഷൻ വരാൻ ചാൻസ് ഉള്ളൂ. സോ അല്ലെങ്കിൽ എന്താണ്? ദേ ആർ ജനറ്റിക്കലി ഐഡന്റിക്കൽ ടു ദ പാരന്റ് പ്ലാന്റ്. സോ വി ക്യാൻ സേ ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. ബോത്ത് assertion and reason are true and R is the correct explanation of A. Very good. Then a group of compactly arranged homogeneous mass of cells occupying the center of a typical microsporangium in an anther is. Group of compactly arranged homogeneous mass of cells ആണ് occupying the center of typical microsporangium in an anther. നമ്മൾ ആന്തർ എടുക്കുകയാണ്. ഈ ആന്തറിന്റെ ഉള്ളിലായിട്ട് we are taking an anther. Anther we can see mass of cells occupying at the center of typical microsporangium. Microsporangiumത്തിന്റെ ഉള്ളിലായിട്ട് we can see many mass of cell. What does it? Yes, ഇത് ഏതാണ്? Sporogenous tissue ആണ് അല്ലേ? That means it is sporogenous tissue. Sporogenous tissue is the mass of cells occupying at the center of typical microsporangium. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ ഒക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. മൈക്രോസ്പൊറാഞ്ചിയം ആന്തർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ സ്പോറോജീനസ് ടിഷ്യൂസ് ഉണ്ട്, ടപ്പീറ്റൽ ലെയർ ഉണ്ട്, എപ്പിഡാമസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ. ഓരോ ലെയേഴ്സും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഡയഗ്രാം പഠിക്കാനുള്ളതാണ്. When the anther is young, a group of compactly arranged homogeneous cells called sporogenous tissue occupy center of each microsporangium. Then next, explain the development of male gametophyte. Explain the development of male gametophyte in an angiosperm. ഒരു long answer question വന്നിട്ടുള്ളതാണ്. 2024 question ആണ്. How can we explain the development of male gametophyte in an angiosperm? What is the process called?
മെയിൽ ഗാമറ്റോഫൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റിനെ നമ്മൾ പഠിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ പ്രോസസ് കോൾഡ്? ഫോർമേഷൻ ഓഫ് മെയിൽ ഗാമറ്റോഫൈറ്റ്. ആ ഒരു ഡെഫിനിഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. വാട്ട് ഈസ് ദ പ്രോസസ് കോൾഡ്? മെയിൽ ഗാമീറ്റിലെ പ്രോസസ്സിന് എന്ന് പറയുന്നത് എന്താണ്? യെസ്, മൈക്രോസ്പോറോജെനസിസ് അല്ലെ. മെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് മൈക്രോസ്പോറോജെനസിസ്. Microsporogenesis. And after that, inside the male gametophyte, that means the pollen grain. Pollen grains in the ഉള്ളിൽ male gamete form ചെയ്യുന്നുണ്ട്. അപ്പോൾ microsporogenesis കഴിഞ്ഞ് pollen grains in the ഉള്ളിൽ, that means inside the male gametophyte, male gametes are also formed. That is the microgametogenesis. Microgametogenesis. Upon we have to explain the development of male gametophyte. Each microspore mother cell, microspore mother cell MMC. Each microspore mother cell in sporogenous tissue undergo meiosis. It undergo meiosis. Then forming microspore tetrad. Meiosis നടന്നു കഴിഞ്ഞാൽ ഇതിൽ ഉണ്ടാവുന്നത് എന്താണ്? Tetrad ആണ്. Microspore tetrad, or we can say pollen tetrad or something. So microspores form the cluster of 4 cells called a microspore tetrad as the anther mechos dehydrate. Each microspore undergo asymmetric division to produce vegetative cell and generative cell. Each microspore tetrad, from each microspore tetrad we get 4 pollen grains. We get 4 microspores. So each microspores will asymmetrically divide and form an exine and intine and develop into a pollen grain. Pollen tetradiൽ നിന്നും ഓരോ മൈക്രോസ്പോർ വീതം ഉണ്ടായി കഴിയുമ്പോൾ ആ മൈക്രോസ്പോറിൽ എന്ത് നടക്കുന്നു? അസിമെട്രിക് ഡിവിഷൻ നടക്കുന്നു. And after asymmetric division, that will develop into a pollen grain. അങ്ങനെ we can see that an exine, an intine, and what else? And after that, microgametogenesis is happening. So microsporogenesis is formation of pollen grain from microspore mother cell by undergoing meiosis. ഈ ഡെഫിനിഷൻ ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം. ഈ രീതിയിലാണ് മൈക്രോസ്പോറോജെനസിസ് നടക്കുന്നത്. ആൻഡ് ഇവിടുത്തെ റിഡക്ഷൻ ഡിവിഷൻ ആണ്. മിയോസിസ് നടക്കുമ്പോഴാണ് ഒന്ന് ഡിവൈഡ് ചെയ്ത് 4 ആവുന്നതും 4 പോളൻ ഗ്രെയിൻസ് നമുക്ക് കിട്ടുന്നതും. ആ 4 പോളൻ ഗ്രെയിൻസ് ഉണ്ടാകുന്നത് എങ്ങനെ? 4 മൈക്രോസ്പോർ അസിമെട്രിക് ഡിവിഷൻ നടന്ന എക്സൈനും ഇൻറ്റാനും ഒക്കെ ആയിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. റെഡി? കൂൾ? Yes. The figures of developmental stage of microspore into a mature pollen grain are given below. Choose the option showing the correct labelings 1, 2, 3 and 4. Okay. Which is 1, 2, 3 and 4? Can you label this one and can you identify the correct order from this table? Which one is 1? Which one is 2, 3 and 4? 21-22 ബോർഡ് എക്സാമിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അല്ല, ഫസ്റ്റ് ടേമിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ഫസ്റ്റ് വൺ. ഡയഗ്രം ക്ലിയർ ആവുന്നുണ്ടോ? ദിസ് ഈസ് ഫസ്റ്റ് വൺ, ദിസ് ഈസ് സെക്കൻഡ് വൺ, തേർഡ് ആൻഡ് ഫോർത്ത്. ദെൻ വിച്ച് ഈസ് ദി കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ എ എന്ന് പറയുന്നുണ്ട് ഒപ്റ്റമിസ്റ്റിക്. ഏതാണ്? 1 generative cell, 2 vegetative cell, 3 male gametes and 4 vacuole. 3 male gamete ആണോ? മെയിൽ ഗമേറ്റ് 2 എണ്ണം കാണൂലേ നമുക്ക് പോളൻ ഗ്രെയിൻ്റെ ഉള്ളിൽ? ഈ തന്നിട്ടുള്ളത് ഏതാ? First one is generative cell. You are right. Second one is vegetative cell. That one is also right. Fourth one, vacuoles. That was also correct. But option 3 എന്ന് പറയുന്നത് ഏതാ? That is nucleus. കേട്ടോ? അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. Generative cell, vegetative cell, nucleus and vacuole. That is the correct answer. Ready? So moving to the next question.
Give an example of a plant which came into India as a contaminant and as a cause of pollen allergy. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നതാണ്. Example for plant which came into India and is also a contaminant and is cause of pollen allergy. Pollen allergy cause ചെയ്യുന്നത് ഇതിൽ ആരാ? Yes. Contaminant ആയിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നതാണ് and further that cause pollen allergy. So correct answer is Parthenium. Option A, Parthenium ആണ്. Very good. Next question. 2023 വന്ന ഒരു question ആണ്. നോക്കിക്കോ. Explain the process of development of a male gametophyte in an angiosperm. Why is it called a male gametophyte? എന്താണ് male gametophyte? പ്ലാന്റ്സിൽ അല്ലെങ്കിൽ ആൻജിയോസ്പെർംസ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ മെയിൽ ഗാമെറ്റോഫൈറ്റ് എന്ന് പറയുന്ന ആരാണ്? Who is the male gametophyte? Who is the male gametophyte? Pollen grain is a male gametophyte. Okay, you are right. അങ്ങനെയാണെങ്കിൽ we have to explain the development of male gametophyte. So we have to explain the two process. അല്ലേ? Okay, thank you. So pollen grain is the male gametophyte. So we have to explain the development of male gametophyte. അല്ല ഈ pollen grain നമ്മൾ ഓൾറെഡി മൈക്രോസ്പോറോജെനസിസ് കണ്ടു. സോ ആ പ്രോസസ്സ് തന്നെയാണ് 2023 എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് we have to explain cells of the sporogenous tissue undergo meiotic division. We have already discussed about that. Sporogenous tissue is undergoing what? Meiosis. Meiosis means it is the reduction division. So one cell is reduced into 4 different cells and form the microspore tetrad. It is developing a microspore tetrad as the anther develop. As anther mature and dehydrate, the microspore dissociate from each other and develop into pollen grain, which represent the male gametophyte, and pollen grains are released with the dehiscence of anther. So first of all, the sporogenous tissue inside the anther, inside the microsporangium. അപ്പോൾ ഈ പറയുന്ന ആന്തറിൻ്റെ ഉള്ളിൽ, ആന്തറാണ് നമ്മുടെ മൈക്രോസ്പൊറാഞ്ചിയം. ആന്തറിൻ്റെ ഉള്ളിലുള്ള സ്പോറോജീനസ് ടിഷ്യൂ എന്ത് ചെയ്യുന്നു? മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നു. ദാറ്റ് മീൻസ് ദേ ആർ അണ്ടർഗോയിങ് എ റിഡക്ഷൻ ഡിവിഷൻ. സോ ഈ മിയോട്ടിക് ഡിവിഷൻ നടത്തി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വി ഗെറ്റ് 4 pollen tetrad. ദാറ്റ് മീൻസ് 4 ഡിഫറെൻറ്റ് ടിഷ്യൂസ് അല്ലെങ്കിൽ 4 ഡിഫറെൻറ്റ് സെൽസ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ as the anther mature and dehydrate, the microspore dissociate from each other, develop into pollen grain which represent the male gametophyte. നമ്മളോട് ചോദിച്ചത് മെയിൽ ഗാമെറ്റോഫൈറ്റ് ആണ്. സോ we have only we have male gametophyte ന്റെ എഴുതിയാൽ മതി. So pollen grains are released with the dehiscence of anther. pollen grains ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? By dehiscing the anther ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആദ്യത്തെ പ്രോസസ്സ് എന്താണ്? ഈ pollen grains അപ്പം ഈ പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യുന്നു. അപ്പം ഈ മിയോസിസ് നടന്നു, പോളൻ ടെട്രാഡ് ഫോം ചെയ്തു. ഈച്ച് വൺ ഓരോ പോളൻ ഗ്രെയിൻ ആയിട്ട് മാറി. പോളൻ ഗ്രെയിൻ ഇസ് എ മെയിൽ ഗാമെറ്റോഫൈറ്റ്. സോ അത്രയും നമുക്ക് എഴുതിയാൽ മതി. Pollen grain is the male gametophyte. So pollen grains are released with the dehiscence of anther. Second question is why it is called a male gametophyte.
ഗമേറ്റിനെ വഹിക്കുന്ന അല്ലെങ്കിൽ ദ പാർട്ട് വിച്ച് ക്യാരി ദ മെയിൽ ഗമേറ്റ് അല്ലെ, മെയിൽ ഗമേറ്റിനെ ക്യാരി ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അവരെ മെയിൽ ഗമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ മെയിൽ ഗമറ്റോഫൈറ്റ് ഇസ് ഓൾസോ കോൾഡ് ബിക്കോസ് ഇറ്റ് പ്രൊഡ്യൂസ് മെയിൽ ഗമേറ്റ് ഫോർ ഫെർട്ടിലൈസേഷൻ. This is the gametophyte because it carry or it produce male gametes for the fertilization. So we can say pollen grain is the male gametophyte which carry pollen grains. Sorry, pollen grains is the male gametophyte which carry male gametes. So we can say it is the male gametophyte. അപ്പം ഇത്ര എഴുതിയാൽ മതി, രണ്ട് ക്വസ്റ്റ്യനും കൂടെ. നെക്സ്റ്റ് വൺ, in the TS of mature anther given below, identify A and B and mention their functions. Okay, in the TS of mature anther given below, identify A and B and mention the function. Which one is A and which one is B? Anther structure is very much important for your practicals and also theory exam. So you must know about what is it A and B. Structure of anther and already ഞാൻ നേരത്തെ ഒരു ജസ്റ്റ് ഒരു ഡയഗ്രത്തിൽ പറഞ്ഞിരുന്നു. 2019 വന്ന ക്വസ്റ്റ്യൻ ആണ്. യെസ്, ബാക്കിയുള്ളവരും കൂടെ പറയൂ. ലൂണ സയൻസ് മാത്രമേ ആൻസർ പറയുന്നല്ലോ, ബാക്കി എല്ലാവരും പോരട്ടെ, വേഗം വേഗം ആൻസർ വരട്ടെ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് സ്പോറോജീനസ് ടിഷ്യൂ ആൻഡ് ബി എന്ന് പറയുന്നത് എന്താ? ബാക്കി എല്ലാവരും വേഗം കമന്റ് ബിലോ ആൻസർ. യെസ്, ഒപ്റ്റിമിസ്റ്റിക് പറയുന്നുണ്ട്, മിസ്റ്റർ മാൻ പറയുന്നുണ്ട്. A is the sporogenous tissue അല്ലേ, ഇതിൻ്റെ ഉള്ളിലാണ് we can see the sporogenous tissue. So A is the sporogenous tissue. A is the sporogenous tissue and B is the surrounding layer. B is the surrounding layer. So the nutritive layer surround the sporogenous tissue is tapetum. Option B is tapetum. Very good. So in the given figure, A represents sporogenous tissue and B represent the tapetum. What are the functions of all this? എന്താ ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? A represents sporogenous tissue. നമുക്കറിയാം sporogenous tissue fills the whole interior of microsporangium. The cells divide with the growth of anther and increase their number. Ultimately, they are transformed into microspore or pollen mother cell. Microspore mother cells undergo meiosis to produce haploid microspore or pollen grains. അല്ലേ, ഈ പറയുന്ന സ്പോറോജീനസ് ടിഷ്യൂ ആണ് ഈ പറയുന്ന മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കാണുന്നത്. ആൻഡ് അതെന്ത് ചെയ്യുന്നു? divide ചെയ്യുന്നു and with the growth of anther and increase their number, ultimately they are transformed into microspore or pollen mother cell. Microspore mother cell undergo meiosis to produce haploid microspore or pollen grain. Tapetum, രണ്ടാമത്തെ ആളാണ് tapetum, which helps in nourishment of the development in the microspore mother cell. Pollen grain also produce lipid rich Ubish granules. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്, ആരാണ് Ubish granules എന്ന് പറയുന്നത്? It also produce lipid rich Ubish granules. Ubish granules containing sporopollenin. Ubish granules containing sporopollenin for exine production. Sporopollenin for exine production. ഇത് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ടപ്പീറ്റത്തിൽ. So tapetum helps in the nourishment of the developing microspore mother cell and pollen grain, and it also produces lipid rich Ubish granule containing sporopollenin for exine formation. ഇത് 1 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓർത്ത് വെച്ചോളൂ, ലിപ്പിഡ് റിച്ച് ആണ് യുബിഷ് ഗ്രന്യൂൾ എന്ന് പറയുന്നത്. ആൻഡ് ഈ യുബിഷ് ഗ്രന്യൂൾ എന്ന് പറയുന്നത് എന്താണ്? സ്പോറോപോളനിൻ കണ്ടെയ്നിങ് ആണ്. ആൻഡ് വി ക്യാൻ സീ ദിസ് ഗ്രന്യൂൾ, അല്ലെങ്കിൽ ഈ യുബിഷ് ഗ്രന്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാ? ടപ്പീറ്റത്തിലാണ്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു 2 കോൺസെപ്റ്റിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ അടുത്തത് ഡ്രോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം അങ്ങനെ പൊതുവെ ഡയഗ്രാം റീഡ്രോ ചെയ്യാനാണ് വരാനുള്ളത്. ലെറ്റ്സ് സീ. ഡ്രോ എ സ്കീമാറ്റിക് ട്രാൻസ്ഫർ സെക്ഷൻ ഓഫ് mature anther of an angiosperm. Label its epidermis, middle layer, tapetum, endothelium, sporogenous tissue and the connective. So we have to draw the structure of anther and we have to label the following terms. So ഒരു ബട്ടർഫ്ലൈനെ വരച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ആന്തറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ
This is Anther. Tetrasporangiate ആണ്. And ഏറ്റവും inner wall layer ആണ് the tapetum. We can see sporogenous tissue inside the tapetum layer. So this is sporogenous tissue. Okay. So middle layer, epidermis, middle layer, tapetum, endothelium, sporogenous tissue. So outer layer is the epidermis. Outer layer is epidermis. ഇത് കുറച്ചുകൂടി ഒന്ന് ചെറുതാക്കി വരയ്ക്കാം. അതിന് മുന്നേ this is the endothelium. Then certain layers of middle layers. അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് tapetum കാണാൻ കഴിയുന്നത്. So epidermis, middle layer, tapetum, endothelium, then sporogenous tissue. ഇവിടെയാണ് നമുക്ക് connective കാണാൻ കഴിയുക. So this is how we have to draw the structure of anther. So this is connective, this is epidermis, endothelium, then middle layers അതിൻ്റെ ഇടയിൽ വരും, sporogenous tissue അതിൻ്റെ ഉള്ളിൽ വരും, and this is the tapetum. So വരയ്ക്കാൻ നല്ല രീതിയിൽ തന്നെ കോൺസെപ്റ്റ് പഠിച്ചു വെക്കണം. ആന്തറിൻ്റെ സ്ട്രക്ചർ ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. കണ്ടല്ലോ, ഇത്രയധികം ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് തന്നെ വരുന്നത്. സോ we have to learn to label the diagram and also drawing, and we have to learn the particular functions of each and every part. Ready? Next question. Reproduction is a process of production of new individual. Continuous production of new individual is necessary for the perpetuation of any species. Draw a diagram of mature microspore of an angiosperm. Label it cellular components only. Okay. Matured microspore of an angiosperm enna paranjathu. Matured microspore ennu parayumbol microspore is pollen grain, right? So microspore ennu parayunnathu pollen grain aanu. So we have to draw the diagram of a matured microspore. Matured microspore എന്ന് പറയുമ്പോൾ എന്താണ്? പോളൻ ഗ്രെയിനിലെ എക്സൈൻ, ഇൻറ്റൈൻ, ബാക്കി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക? Let's see. The labeled diagram of mature microspore ആണ്. That means pollen grain. So this is exine. നമ്മൾ ആദ്യം ഒരു ഇൻറ്റൈൻ വരയ്ക്കണം. ആ ഇൻറ്റൈനിന് പുറമേ ആയിട്ട് പാറ്റേണോട് കൂടിയിട്ടാണ് എക്സൈൻ ഉണ്ടാവുക. So we have to draw a pattern like this for the exine. So this is exine and this is intine. Mature ആയി കഴിയുമ്പോൾ we can see many vacuoles here. Vacuoles ഉണ്ടാകും. Then ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഗ്യാപ്പാണ് germ pore എന്ന് പറയുന്നത്. Then tube nucleus ഉണ്ട്. And this is the tube cell. ഇത് പിന്നീട് ഡിവിഷൻ, അസിമെട്രിക് ഒരു ഡിവിഷൻ നടന്നിട്ടാണ് വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും ആയിട്ട് മാറുന്നത്. സോ ദിസ് ഈസ് വി ക്യാൻ സീ ദ മെച്ചുവർ മൈക്രോസ്പോർ എന്ന് പറയാം. സോ ഈ ഒരു ഭാഗം ഓർത്ത് വെക്കുക. That where are the following structures present in male gametophyte and angiosperm? Mention the function of each one of them. എവിടെയാണ് germ pore കാണുന്നത്? Sporopollen ജനറേറ്റീവ് സെൽ. ഇതാണ് ചോദിച്ചുള്ളത്. 2019 ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് വി ഹാവ് ടു റൈറ്റ് ദി ഫംഗ്ഷൻ ഓഫ് ദീസ് ത്രീ. germ pore എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലോ, വി ക്യാൻ സീ ദ germ pore ഇൻ ദ സ്പേസ് വെർ എക്സൈൻ ഈസ് ആബ്സെന്റ്. ഒരു പോളൻ ഗ്രെയിനിൽ എക്സൈൻ ആബ്സെന്റ് ആയിട്ടുള്ള ചെറിയ പോസ് ഉണ്ട്. ആ പോസിനെയാണ് നമ്മൾ germ pore എന്ന് പറയുന്നത്. ത്രൂ ദിസ് പാർട്ട് ദ പോളൻ ട്യൂമേഴ്സ് ജെർമിനേറ്റഡ് ഔട്ട്. സോ germ pore present on exine of pollen grain. It is the place where exine and sporopollen is absent. Exine is made up of sporopollen. So where the sporopollen is absent, that means exine is absent. Appa germ pore is present on exine where sporopollen is absent. The contents of pollen grain move into pollen. The contents of pollen grain move into the pollen tube through the germ pore. ആ germ പോസിലൂടെയാണ് കണ്ടൻസ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അതിലൂടെയാണ് പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്യുന്നത്. എവിടെ? സ്റ്റിഗ്മയിൽ പോളൻ ഗ്രെയിൻസ് ചെന്ന് വീണ് കഴിയുമ്പോൾ.
Next question, what is sporopollen? We have already said about sporopollen. It is present in the outer surface of pollen grain. Pollen grain outer surface ആണ്. It is one of the most resistant organic materials known and withstand high temperature, strong acid and alkali. No enzyme that degrades sporopollen is so far known. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഹൈ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരാണ്. സ്പോറോപോളനെ ഡിഗ്രേഡ് ചെയ്യുന്ന ഒരു എൻസൈമും വി ഹാവ് നെവർ ഫൈൻഡ് ഔട്ട്. ദെൻ നെക്സ്റ്റ് വൺ, ജനറേറ്റീവ് സെൽ. Generative cell is in time എന്താ പറയുന്നത്. Generative cell is one of the two cell present inside this pollen grain. ഈ അയ്യോ എവിടെ പോളൻ ഗ്രെയിൻ നമ്മൾ വരച്ചു കഴിയുമ്പോൾ ഈ പോളൻ ഗ്രെയിനിൻ്റെ ഉള്ളിൽ ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഉണ്ട്, ഒരു ജനറേറ്റീവ് സെല്ലും ഉണ്ട്. Generative cell is one of the two cells present in the pollen grain which is mitotically produce two gametes. ഇത് പിന്നെ mitotic division നടന്നിട്ട് രണ്ട് male gamete form ചെയ്യാണ് ചെയ്യുക. Two male gametes before pollen grains are shed at the 3-celled stage. അപ്പോൾ ഒന്നെങ്കിൽ 2-celled stage ആയിട്ട് pollen grains ഷെഡ് ചെയ്യാം, അല്ലെങ്കിൽ 3-celled stage ആയിട്ട്. വേറസ് ഈ ഒരു ജനറേറ്റീവ് സെല്ലിൽ നിന്നാണ് മെയിൽ ഗാമേറ്റ് എന്ത് ചെയ്യുന്നത്, മൈറ്റോസിസ് ഡിവിഷൻ വഴി ഫോം ചെയ്യുന്നത്. അപ്പോൾ ഓർക്കണം, ഇവിടെ മൈറ്റോസിസ് ഡിവിഷൻ ആണ് നടക്കുന്നത് ആൻഡ് മെയിൽ ഗാമേറ്റ്സ് are formed. ഇപ്പോൾ 3 ടേംസും ക്ലിയർ ആയല്ലോ. Then trace the development of a two-celled pollen grain of an angiosperm within an anther. Draw a labeled diagram to substantiate your answer. Two-celled pollen grain of angiospermsന്റെ ഡെവലപ്മെന്റ് ട്രേസ് ചെയ്യാനാണ് പറയുന്നത് ആൻഡ് ഡയഗ്രാം വരയ്ക്കാനും. So, in an anther, each cell of sporogenous tissue is a potential pollen or microspore mother cell. Each pollen mother cell divides by meiosis to form a microspore tetrad. Anther, we can see sporogenous tissue, which is the potential pollen or microspore mother cell. Each pollen mother cell divide meiosis to form microspore tetrad. അല്ലേ, ഓൾറെഡി നമ്മൾ പറഞ്ഞു മൈക്രോസ്പോർ ടെട്രാഡ് ഫോം ചെയ്യുന്നത്, അതാണ് മൈക്രോസ്പോറോജെനസിസ്. As the anther mature and dehydrate, microspore dissociate from each other and develop into pollen grain. ഇത് മനസ്സിലാക്കി വെക്കണം. The process is called microsporogenesis. As anthers mature and dehydrate, microspores dissociate from each other and develop into pollen grain. ഈ മൈക്രോസ്പോർ ഡിസോസിയേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പോളൻ ഗ്രെയിൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഇനി എന്ത് മാറ്റാ വരുന്നത്, ഹാർഡ് ഔട്ടർ ലെയർ കോൾഡ് എക്സൈൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പോറോപോളനി. മൈക്രോസ്പോർ നടക്കുന്നു, മൈക്രോസ്പോറിൽ റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, മീൻസ് സ്പോറോജെനസ് ടിഷ്യൂ അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെല്ല് റിഡക്ഷൻ ഡിവിഷൻ നടന്ന് 4 മൈക്രോസ്പോർ ഫോം ചെയ്തു. അതിലാദ്യം ഈ ഒരു മൈക്രോസ്പോറിന് എന്താ സംഭവിക്കുന്നത്, വാക്യൂൾ ഫോർമേഷൻ കാര്യങ്ങൾ ഉണ്ടാകും. അതിനുശേഷം അസിമെട്രിക് സ്പിൻഡിൽ ഫോർമേഷൻ ഉണ്ടാകും. ആൻഡ് ദ ഹാർഡ് ഔട്ടർ ലെയർ കോൾഡ് എക്സൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പോറോപോളൻ. ഇന്നർ wall is made up of intine. When the pollen grain is mature, it contains 2 cells, the vegetative cell and generative cell. Different stages of microsporogenesis after microspore formation are shown. അപ്പോൾ മൈക്രോസ്പോർ ഫോം ചെയ്ത് കഴിയുമ്പോൾ അസിമെട്രിക് സ്പിൻഡിൽ ഫോം ചെയ്യും, വാക്യൂള് വലുതാകും, പിന്നീട് 2 സെല്ലായിട്ട് മാറും. ഇതാണ് വെജിറ്റേറ്റീവ് സെല്ലും ഇതാണ് ജനറേറ്റീവ് സെല്ലും. ഇങ്ങനെ 2 സെല്ല് സ്റ്റേജ് ആയിട്ട് പോളൻ ഗ്രെയിൻ മാറും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, പോളൻ ഗ്രെയിൻ ആയിട്ട് മാറുന്ന സ്റ്റേജ് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, സ്പോറോജീനസ് ടിഷ്യൂസിൽ നിന്ന് മൈക്രോസ്പോർ ഫോം ചെയ്യുന്നു, മൈക്രോസ്പോർ വീണ്ടും റിഡ്യൂസ് ചെയ്തിട്ട് 2 സെല്ല് സ്റ്റേജ് ആയിട്ട് മാറുന്നു. അതാണ് വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും. ഓക്കെ അല്ലേ, ready. Next question, where does microsporogenesis occur in an angiosperm? Where does microsporogenesis occur in angiosperm? Describe the process of microsporogenesis. Draw a label diagram of 2-celled male gametophyte of angiosperm. How is 3-celled male gametophyte formed? ഇത് പൊതുവേ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്, അതുകൊണ്ടാണ് ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മളിവിടെ പഠിക്കുന്നത്. മൈക്രോസ്പോറോജെനസിസ് ആന്തർ ഓഫ് ഫ്ലവറിലാണ് ഉണ്ടാവുന്നത്. ആൻഡ് ആന്തറിൽ ഈ സെൽ സ്പോറോജെനി പൊട്ടൻഷ്യലി ഡെവലപ്പ് ചെയ്യുന്നു, മൈക്രോസ്പോർ മദർ സെൽ ആകുന്നു ആൻഡ് റെഡ്യൂസ്ഡ് ആൻഡ് ഫോമിങ് microspore tetrad. This is microsporogenesis. As anther matures and dehydrate, micro dissociate and develop into pollen grain. That is microgametogenesis എന്ന് നമ്മൾ പറയുന്നത്. സോ മൈക്രോസ്പോറോജെനസിസും മൈക്രോഗാമറ്റോജെനസിസും നടന്നു കഴിയും. പോളൻ ഗ്രെയിനിൽ പിന്നെ എന്തോ ഗമേറ്റ്സ് ഫോം ചെയ്യും. അപ്പോൾ ഇതാണ് പോളൻ ഗ്രെയിൻ. അറ്റ് ദ ടൈം ഓഫ് ജെർമിനേഷൻ, പോളൻ ട്യൂബ് ഈസ് ഫോംഡ് ആൻഡ് ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡ് ടു ഫോം 2 മെയിൽ ഗമേറ്റ്സ്. കണ്ടോ, ദിസ് ഇസ് നോൺ എസ് 3-celled pollen grain or male gametophyte.
ഈ പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്ത് സ്റ്റിഗ്മയിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ എന്ത് ചെയ്യും? ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗമേറ്റ് ഫോം ചെയ്യും. അങ്ങനെയാണ് 2 മെയിൽ ഗമേറ്റ് ഫോം ചെയ്യുന്നത്. ആൻഡ് വിച്ച് മൈഗ്രേറ്റ് ഇൻ ടു പോളൻ ട്യൂബ്. ദിസ് ഇസ് നോൺ എസ് 3-celled pollen grain ഓർ മെയിൽ ഗമറ്റോഫൈറ്റ്. ഈ രീതിയിലാണ് എന്ത് ഈ ഒരു ചേഞ്ച് വരുന്നത് ഓർത്ത് വെക്കുക. ആദ്യം മൈക്രോസ്പോർ ഉണ്ടാവുന്നു, അതിനുശേഷം ഈ പോളൻ ഗ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നു. പോളൻ ഗ്രെയിൻ ഡിഹൈസ് ചെയ്ത് എയറിലൂടെ വാട്ടറിലൂടെ ഒക്കെ എന്ത് ചെയ്യും? ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ വന്നെത്തും. ഫീമെയിൽ പാർട്ടായിട്ടുള്ള പിസ്റ്റലിൻ്റെ സ്റ്റിഗ്മയിൽ വന്നെത്തുമ്പോഴോ അവിടെ സർട്ടൻ എൻസൈംസും കാര്യങ്ങളുണ്ടാകും. ആ കെമിക്കലിൻ്റെ ആക്ഷൻ വഴി പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്യും. പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ ഈ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗമേറ്റ് ഫോം ചെയ്യും. ആ 2 മെയിൽ ഗമേറ്റ് എന്ത് ചെയ്യും? പോളൻ ട്യൂബിലൂടെ എഗ്ഗിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ട്രാൻസ്പോർട്ട് മെക്കാനിസം. ദെൻ ഫിഗർ 1 and figure 2 is given below showing 2 stages of Megasporogenesis and typical Angiosperm plant. ഇനി നമ്മൾ ഫീമെയിൽ പാർട്ടിലേക്ക് വരികയാണ്. Megasporogenesis. അപ്പം ഇതിൽ XYZ ചൂസ് ദ ഓപ്ഷൻ ഷോയിങ് ദ കറക്റ്റ് പ്ലോയിഡി ഓഫ്. ഏതാണ് ഇതിൽ കറക്റ്റ് പ്ലോയിഡി എന്നാ പറയുന്നത്? Figure 1 and figure 2 given below are showing 2 stages of Megasporogenesis in a typical Angiosperm plant. Figure 1-ൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്നു. Z X പുറത്ത് കാണിക്കുന്നത്, Y മേലെ, Z താഴെ കാണാം. ചൂസ് ദ ഓപ്ഷൻ ഷോയിങ് ദ കറക്റ്റ് പ്ലോയിഡി ഓഫ് X, Y and Z in the given table. ഏതാണെന്ന് കറക്റ്റ് പറഞ്ഞോളൂ. ഇത് കണ്ടോ? ന്യൂസെല്ലസ്, മെഗാസ്പോർ ഡയാഡ്, മെഗാസ്പോർ ടെട്രാഡ്, ഈ ഒരു മാറ്റമാണ് ആവുന്നത്. അപ്പം മെഗാസ്പോറിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പം ന്യൂസെല്ലസ്, മെഗാസ്പോർ ഡയാഡ്, മെഗാസ്പോർ ടെട്രാഡ്. കറക്റ്റ് ഏതാ പ്ലോയിഡ് വരിക? നമ്മൾ ഫീമെയിൽ ഗമറ്റോഫൈറ്റിലേക്ക് എത്തിയിട്ടോ, ഫീമെയിലിലേക്ക് എത്തി. അപ്പം മെഗാസ്പോറിൻ്റെ ഫോർമേഷന് മുന്നെയാണ് ഈ കാണുന്നത്. സോ വാട്ട് ഈസ് ദ പ്ലോയിഡി ഓഫ് XYZ ആണ് ചോദിച്ചത്. ന്യൂസെല്ലസ് എന്ന് പറയുന്നതാണ് എക്സ്, അത് എപ്പോഴും ഡിപ്ലോയിഡ് ആണ്. Y എഗ് സെല്ലിലേക്ക് പോകുന്നതാണ്. സോ ദാറ്റ് ഈസ് ആപ്ലോയിഡ്. സെഡ് അതിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസിൽ വരുന്നതാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ ഡിപ്ലോയിഡ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഇവിടെ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following is not found in female gametophyte of angiosperm? തന്നിട്ടുള്ളതിൽ ഫീമെയിൽ ഗമറ്റോഫൈറ്റിൽ ഇല്ലാത്തത്. സിനാജിറ്റ്സ്, ഫിലിഫോം അപ്പാരറ്റസ്, സെൻട്രസെൽ ഒക്കെ ഫീമെയിൽ ഗമറ്റോഫൈറ്റിലുള്ളതാണ്. ജേം പോറസ് ഇൻ മെയിൽ ഗമറ്റോഫൈറ്റ്. ദെൻ പൊതുവെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ മോണോസ്പോറിക് ഡെവലപ്മെന്റ് ഓഫ് എംബ്രയോ സാക്ക് ഇൻ ദ ഓവ്യൂൾ. അല്ലെ, എംബ്രയോ സാക്കിൽ കാണുന്ന മോണോസ്പോറിക് ഡെവലപ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഡ്രോ എ ഡയഗ്രം ഓഫ് മെച്യൂർ എംബ്രയോ സാക്ക് ആൻഡ് ആൻജിയോസ്പെർം ഓവ്യൂൾ ലേബിൾഡ് എനി 4 parts ഓഫ് ഇറ്റ്. 23-ലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, റീസെൻ്റ്ലി വന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടുത്തെ പ്രോസസ് എന്താ? ഇൻ ദ മെജോറിറ്റി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് മോണോസ്പോറിക് ഡെവലപ്മെന്റ് ഓഫ് ആൻ ആൻജിയോസ്പെർം ഓഫ് എംബ്രയോ സാക്ക് ഒക്വർ ഇൻ വിച്ച് വൺ ഓഫ് ദ മെഗാസ്പോർ ഇസ് ഫങ്ഷണൽ. അല്ലെ, ഇവിടെ പലതരത്തിൽ എന്ത് ചെയ്യും? ഈ ന്യൂസെല്ലസ് കാര്യങ്ങൾ ഉണ്ടാകും. ബട്ട് അതിൽ ഓൺലി 1 cell ഇസ് ഫങ്ഷണൽ. ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ ഒക്വർ ചെയ്യുമ്പോൾ ഏതാണ്? മെഗാസ്പോർസ് ഫങ്ഷണൽ ആകും. ആ മെഗാസ്പോറിൽ ഒരേ ഒരു ഫങ്ഷണൽ മെഗാസ്പോറാണ് എന്ത് ചെയ്യുന്നത്? ഡെവലപ്പ് ഇൻ ടു ഫീമെയിൽ ഗമറ്റോഫൈറ്റ്. സോ ന്യൂക്ലിയസ് ഓഫ് ഫങ്ഷണൽ മെഗാസ്പോർ ഡിവൈഡ് മൈറ്റോട്ടിക്കലി ടു ഫോം 2 nuclei which move to the opposite pole, forming 2 nucleate embryo sac and 2 more sequential mitotic nuclear division and formation of 4 nucleate, later 8 nucleate stage. അപ്പം ആദ്യം ഒരു ഫങ്ഷണൽ മെഗാസ്പോർ ഉണ്ട്. അപ്പം ആദ്യം ഏതെങ്കിലും ഒരു സെല്ല് ഫീമെയിൽ ഗമറ്റോഫൈറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ഫീമെയിൽ ബോഡി എടുക്കുമ്പോൾ ആ ഒവ്യൂളിൻ്റെ ഉള്ളിൽ ന്യൂസെല്ലസിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു സെല്ലാണ് ഫങ്ഷണൽ ആവുന്നത്. ആ സെല്ലിൽ എന്ത് ചെയ്യും? ഡിവിഷൻ നടക്കും. എന്ത് ചെയ്യും? മിയോട്ടിക് ഡിവിഷൻ നടക്കും. ആ 4 ഡിഫറെൻറ്റ് സെൽസ് ഉണ്ടാകും. അപ്പം 4 3 ഡീജനറേറ്റ് ചെയ്ത് ഒരു ഫങ്ഷണൽ മെഗാസ്പോർ ഉണ്ടാകും. ഈ ഒരു ഫങ്ഷണൽ മെഗാസ്പോർ ആണ് എന്ത് നടക്കുന്നത്? 1 2 ആകും, 2 4 ആകും, 4 പിന്നെ ഡിവൈഡ് ചെയ്ത് 8 ആകും. അങ്ങനെ 8 ന്യൂക്ലിയേറ്റഡ് സ്റ്റേജ് ആയിട്ട് മാറും. 8 ന്യൂക്ലിയേറ്റഡ് സ്റ്റേജ് 1 2 3 4 5 6 7 8 ഇങ്ങനെ 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജ് ആയി കഴിയുമ്പോഴാണ് പിന്നീട് സെൽ വോൾ ഫോർമേഷൻ ഫോം ചെയ്യുന്നത്. അങ്ങനെ 1 2 3 സെൽ വോൾ ഫോർമേഷൻ നടക്കും. 1 2 3 പിന്നെ ഇവിടെ 1 സെല്ല്.
അപ്പം 8 ന്യൂക്ലിയേറ്റഡ് ആകും. അതുപോലെയോ 1 2 3 4 5 6 7 അങ്ങനെ 8 ന്യൂക്ലിയേറ്റഡ് ആൻഡ് 7 സെൽഡ് സ്റ്റേജിലേക്ക് ഫോം ചെയ്യും. സോ മൈറ്റോട്ടിക് ഡിവിഷൻ സ്ട്രിക്ട്ലി ഫ്രീ ന്യൂക്ലിയർ. ദിസ് ഈസ് എ ന്യൂക്ലിയർ ഡിവിഷൻ ഫോളോഡ് ആൻഡ് ആഫ്റ്റർ 8 സ്റ്റേജ് സെൽ വോൾസ് laid down leading to organization of typical female gametophyte. 6 of the 8 nuclei surrounded by cell walls organized into cell. Remaining 2 nuclei called polar nuclei situated below the echoparatus in the large central cell. അപ്പം ഇതിൻ്റെ ഫോർമേഷൻ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനാവുന്നതേ ഉള്ളൂ. ഈ ഡിവിഷൻസ് നടന്നു കഴിയുമ്പോൾ ഇവിടെ 3 2 സിനോജിഡ്സ് ആൻഡ് എഗ് ആയിട്ട് മാറും മൈക്രോപൈലാർ എൻഡിൽ. ചലാസൽ എൻഡിൽ 3 ആൻറ്റിപോഡൽസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. സെൻറ്ററിലുള്ള 2 പോളാർ ന്യൂക്ലിയ വലിയൊരു സെൻട്രൽ സെല്ലിൻ്റെ ഉള്ളിലായിട്ടും സ്ഥിതി ചെയ്യും. ഇങ്ങനെയാണ് നമുക്ക് 8 ന്യൂക്ലിയേറ്റഡ് ആൻഡ് 7 സെൽഡ് സ്റ്റേജ് കിട്ടുന്നത്. ഇനി ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞല്ലോ, ഇതാണ് ഒരു ടിപ്പിക്കൽ എംബ്രയോ സാക്ക് ഉണ്ടാവുക. ചലാസൽ എൻഡിൽ 3 ആൻറ്റിപോഡൽസ് 3 ന്യൂക്ലിയേറ്റഡ് ആയിട്ട് കാണാം. മൈക്രോപൈലാർ എൻഡിൽ 2 സിനോജിഡ്സും 1 എഗ്ഗും, ദാറ്റ് ഈസ് ഓൾസോ 3 ന്യൂക്ലിയേറ്റഡ് ആയിട്ട് കാണാം. 3നും ഓരോ ന്യൂക്ലിയസ്. സെൻറ്ററിലുള്ള പോളാർ ന്യൂക്ലിയ എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ സെൽ. ഇതാണ് സെൻട്രൽ സെല്ല്. ആ സെൻട്രൽ സെല്ലിൻ്റെ ഉള്ളിൽ പോളാർ ന്യൂക്ലിയ ആയിട്ടാണ് ഇത് നിൽക്കുന്നത്. സോ ലേബൽ ചെയ്യാൻ പഠിക്കണം. ചലാസൽ എൻഡിൽ നമുക്ക് എന്ത് കാണാം? ചലാസൽ എൻഡിലാണ് ആൻറ്റിപോഡൽസ്, മൈക്രോപൈലാർ എൻഡിലാണ് സിനോജിഡ്സ് ആൻഡ് എഗ്, സെൻറ്ററിൽ പോളാർ ന്യൂക്ലിയ, എഗ്ഗിൻ്റെ താഴെയായിട്ട് പോളാർ ന്യൂക്ലിയയും കാണാനായിട്ട് സാധിക്കും. സോ ഈ ഒരു പൊസിഷൻ, ഈ ഒരു ഡയഗ്രാം ലേബൽ ചെയ്യാൻ മസ്റ്റായിട്ട് തന്നെ യു ഹാവ് ടു ലേൺ. Next question, select the plant species where emasculation is not required for artificial hybridization experiment. Select the plant species where emasculation is not required for artificial hybridization experiment. കാസ്റ്റർ തന്നിട്ടുണ്ട്, മെയ്സ് തന്നിട്ടുണ്ട്, പപ്പായ തന്നിട്ടുണ്ട്, വീറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഇമാസ്കുലേഷൻ ഇസ് നോട്ട് റിക്വയർഡ് എന്നാണ് ചോദിച്ചത്. ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതാണ് ഹൈബ്രിഡൈസേഷൻ ടെക്നിക്കൽ റിമൂവൽ ഓഫ് ആന്തർ ഈസ് കോൾഡ് ഇമാസ്കുലേഷൻ. റിമൂവൽ ഓഫ് ആന്തർ. അപ്പോൾ ബൈസെക്ഷൽ ഫ്ലവറിലാണ് നമ്മൾ ആന്തേഴ്സ് റിമൂവ് ചെയ്യുന്നത് ആൻഡ് ഫോർ എന്ത് ചെയ്യുന്നു ആൻഡ് പോളൻ ഗ്രെയിൻസ് ഡസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ യൂണിസെക്ഷൽ ആയിട്ടൊരു പ്ലാന്റ് പറയുന്നുണ്ട്, അതാണ് യെസ് വെരി ഗുഡ് പപ്പായ. പപ്പായ യൂണിസെക്ഷൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആന്തർ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ emasculation is not required for the artificial hybridization experiment in the papaya. അപ്പോൾ ഈ കേസും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. യെസ്, നെക്സ്റ്റ് വൺ. Which of the given statements are correct with respect to pollination in Vallisneria? Vallisneriaമായിട്ട് ഏതാണ് കറക്റ്റ് എന്നാണ്. Pollen grains are light and non-sticky. Female flowers reach the surface of water by long stalk. Pollen grains are carried passively by water current. Female flowers remain submerged in the water. ഇപ്പോൾ വാലിസ്നേരി എന്ന് പറയുന്നത് ഒരു എയർ പോളിനേറ്റഡ് ഫ്ലവർ ആണോ അതോ വാട്ടർ പോളിനേറ്റിംഗ് ഫ്ലവർ ആണോ? വാട്ടർ പോളിനേറ്റിംഗ് ഫ്ലവർ അല്ലെങ്കിൽ ഒരു ഇൻസെക്ട് പോളിനേറ്റിംഗ് ഫ്ലവർ ആണോ വാലിസ്നേറി എന്ന് പറയുന്നത്? ഏതാണ് വാലിസ്നേറി? ഇതിൽ ഏത് കാറ്റഗറിയിൽ വരുന്നതാ? വാട്ടർ പോളിനേറ്റിംഗ് ഫ്ലേവർ ആണ് വാലിസ്നേറി എന്ന് പറയുന്നത് അല്ലേ? അപ്പം പോളൻ ഗ്രെയിൻസ് ലൈറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി എന്ന് പറയുന്നത് വിൻഡ് പോളിനേറ്റിംഗ് ആണ്. ഫീമെയിൽ ഫ്ലവേഴ്സ് reach the surface of water by long stalk. Pollen grains are carried passively by water current. Female flower remains submerged in water. ഇതിൽ ഏതാണ് വാലിസ്നേറിയുടേത്? ഒന്ന് സർഫസ് ഓഫ് വാട്ടർ സ്റ്റോക്കിൽ വരും വാലിസ്നേറിയ. പിന്നെയോ മെയിൽ ഗമേറ്റ്സ് സർഫസിലേക്കാണ് ഇത് റിലീസ് ചെയ്യുന്നത്. പോളൻ ഗ്രെയിൻസ് ആർ ക്യാരിഡ് ഔട്ട് ബൈ വാട്ടർ കറന്റ്. ഇത് രണ്ടും എന്താ ഈ വാലിസ്നേറിയുടെ ഫീച്ചറാണ് അല്ലേ? സോ ഓപ്ഷൻ ഡി 2 and 3 ആണ് വരിക. Pollen grains are light, non-sticky in wind-pollinated flowers. In marine plants like seagrass, female flowers remain submerged in water and pollen grains are released inside the water. So 2 and 3 ആണ്
Option D is correct answer. Yes, you have already answered. Next one, self-pollination is fully ensured if the flower is bisexual, style is longer than the filament, flower is cleistogamous, and the time of pistil and anther maturity is different. Eda. Self-pollination is fully ensured. Eppazhana the 2020 question aanu. Self-pollination fully ensured cheyyunnathu eppazhanennanu. Flower bisexual aagumboഴാണോ, style is longer than filament, flower is cleistogamous, time of pistil and anther maturity is different. Self-pollination fully ensured ചെയ്തു എന്ന് പറഞ്ഞാൽ അത് particularly അത് എന്ത് type of flower ആയിരിക്കണം? Bisexual ആണോ? Bisexual ആണെങ്കിൽ self-pollination ആണോ നടക്കുക? അത് മാത്രമാണോ? അതുകൊണ്ട് മാത്രം self-pollination നടക്കണമെന്ന് നിർബന്ധമില്ല. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? fully ensured ആവുന്നത് എപ്പോഴാണോ? ഒരു പ്ലാന്റിൽ സെൽഫ് പോളിനേഷൻ മാത്രമേ നടക്കൂ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് in which condition? We have ensured about that. Ensured തരുന്നത് എപ്പോഴാണ്? When self pollination only happen to this flower, that is ensured, that is surety. In which condition? Yes, you have to rethink. Many of you are answering as option D. You have to rethink. A പറയുന്നവരുണ്ട്. Yes. Option C. Flower is cleistogamous. Cleistogamous means it is closed flower. Closed flower means there is no any other option for cross pollination. There is only one option, that is self pollination. So there will be no variations at all. So flower is cleistogamous means that means flower is closed, and whereas the male and female gamete are inside that flower, so they will be strictly prohibited for the cross pollination. So option C is the correct answer. Cleistogamous flowers are self-pollinated because. Why? Because they are bisexual flower which do not open at all. They are bisexual and open flowers. They are unisexual. Their stigma mature before anther dies. Is the correct answer. Already we have said about that. Cleistogamous flowers are self-pollinated because, yes, they are bisexual flowers which do not open at all. ഒരിക്കലും open ആവാത്തതുകൊണ്ടാണ് we are saying that this is cleistogamous flowers, that means closed one. Next one. One of the major approaches of crop improvement program is artificial hybridization. Explain the steps involved in making sure that only the desired pollen grain pollinates stigma of bisexual flower by a plant breeder. Explain steps involved in making sure that only desired pollen grain pollinate the stigma of bisexual. അപ്പം artificial pollination step എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. That is 2023 question. Recently question ആയിട്ട് വന്നതാണ്. അപ്പം ഈ ഒരു pattern നിങ്ങൾ മനസ്സിലാക്കണം. One of the major approaches of crop improvement program. Artificial hybridization. How can we explain? Can you explain the steps, please? First, we have to do. First step of artificial hybridization എന്താ? Answer like you have to say the steps. Come on, everybody. Nantana, deadly lullaby, optimistic, lunar, Mr. Man, Veda, ellarum parayu vegam. How can we explain the process of artificial hybridization, or can you explain by each step? Oru step veedam parnalum madi. എവിടെ ഫസ്റ്റ് വന്നാൽ എന്താണ്? ആദ്യം തന്നെ ഇമാസ്കുലേഷൻ മാത്രമാണോ? നേരെ പോയിട്ട് ആന്തർ എടുക്കുക. ഏത് പ്ലാന്റിന്റെ? വിച്ച് പ്ലാന്റ്, വിച്ച് ഫ്ലവർ, ഓർ വിച്ച് ഈസ് ദ കണ്ടീഷൻ? ഡയറക്ട്ലി വി ആർ ഗോയിങ് ഫോർ ദി ഇമാസ്കുലേഷൻ? നോ. അത് ആദ്യം തന്നെ ബാഗിങ് ഒക്കെ നടത്തി അവിടെ. ഫസ്റ്റ് പ്രോസസ് ഇമാസ്കുലേഷൻ ബാഗിങ് ആണോടാ? നോ, നെവർ. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡു selection of the parents, right? We have to decide the parent. We have to decide which plant is to be hybridized. So first point is we have to major approach of crop improvement program such crossing experiment important to make sure that only decide pollen grains. അപ്പം ആദ്യം നമ്മൾ പാരൻസിനെ സെലക്ട് ചെയ്യണം. First the selection of parent, and the second one is we have to make sure that no desired
pollen grains are only desired pollen grains pollinate. So we have to avoid the unwanted pollen grains, so make sure that we have to do the emasculation. Stigma is protected from contamination. This is achieved by emasculation and bagging. നിങ്ങൾ പറഞ്ഞത് ഇതാണ്, എന്താണ് ഡിസൈർഡ് ആയിട്ട് വരണമെങ്കിൽ ആദ്യം സെലക്ഷൻ ഓഫ് പാരൻസ് വരുത്തണം. അത് കഴിഞ്ഞ് വി ഹാവ് ടു ഡു ദി ഇമാസ്കുലേഷൻ ബൈ റിമൂവിങ് ദ ആന്തർ ആൻഡ് ദെൻ ക്ലോസ് സ്റ്റിക് ബൈ ബാഗിങ്. ഇതുവഴി നമുക്ക് ഡിസൈർഡ് ആന്തർ മാത്രമേ ഇതിൽ വരുള്ളൂ എന്ന് നമുക്ക് ഉറപ്പിക്കാം. ദെൻ emasculation is the removal of anther of bisexual flower in order to prevent self-pollination. Bagging involves covering of emasculated flowers by butter paper or polythene in order to protect them from contamination by foreign or undesirable pollen. When the stigma of bagged flower attain receptivity, mature pollen grain collected from anther to male parent are dusted on the stigma and flowers are rebagged to obtain the desired trait. About first step selection of parent, emasculation, bagging, tagging. പിന്നെ ഇത് പോളൻ ടെസ്റ്റിംഗ് നടത്തി കഴിഞ്ഞാൽ വീണ്ടും റീബാഗിങ് ചെയ്തു, എന്നിട്ടാണ് നമ്മൾ ടാഗ് ചെയ്ത് നെയിം ഒക്കെ ചെയ്ത് വെക്കുന്നത്. സോ ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. Next question. Draw a longitudinal section of pistil from a flowering plant when pollination has occurred. Just pollination ഇപ്പോൾ ഒക്വർ ആയിട്ടേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പിസ്റ്റിലിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനിലെ ഡയഗ്രമാണ് നമ്മളോട് ഡ്രോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഹൗ ക്യാൻ വി draw this diagram? 2020 question ആണ്. We have to label stigma showing germinating pollen grain, style, pollen tube reaching the micropyle of ovule, embryos and components of egg apparatus. ഇത്രയും കാര്യങ്ങൾ we have to label on that picture. So വരയ്ക്കാം. We have to draw. പോളൻ ട്യൂബിൽ, അതായത് പോളൻ വന്ന് വീണതേ ഉള്ളൂ, ജെർമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലാണ്. സോ ലോഞ്ചിറ്റ്യൂഡൽ സെക്ഷൻ ഓഫ് പോസ്റ്റ് പോളനേറ്റഡ് പിസ്റ്റൽ ഷോയിങ് ദി എൻട്രി ഓഫ് പോളൻ ട്യൂബ് ഇൻ ടു എ മെച്വർ എംബ്രിയോ സാക്ക് ഷോൺ ബിലോ. ഇവിടെ കാണുന്നുണ്ടോ നിങ്ങൾ? So first of all, this is the stigma, style, and here it is the ovary. സ്റ്റിഗ്മയിൽ പോളൻ വന്ന് വീണിട്ടുണ്ട്. അതിൽ 2-3 ഇങ്ങനെ ജെർമിനേറ്റ് ചെയ്യാൻ നോക്കി. ഓൺലി 1 is successful and pollen tube is germinated. ആൻഡ് ജെർമിനേറ്റ് ചെയ്തത് എംബ്രിയോ സാക്ക് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇവിടെ ആൻറ്റിപോഡൽസ്, സെൻട്രൽ എഗ് അപ്പാരറ്റസ്, പോളൻ ട്യൂബ് ഇവിടെ എത്തിയിട്ടുണ്ട്. മെയിൽ ഗാമീറ്റ്സ് ജോയിൻ ചെയ്യുന്നു. സോ എന്തൊക്കെയാണ് ഇവിടെ ലേബൽ ചെയ്യാൻ പറഞ്ഞത്? സ്റ്റിഗ്മ ഷോയിങ് ദ ജെർമിനേറ്റിംഗ് പോളൻ ഗ്രെയിൻ, സ്റ്റിഗ്മ ഷോയിങ് ജെർമിനേറ്റിംഗ് പോളൻ ഗ്രെയിൻ ഉണ്ട്. സ്റ്റൈൽ, ദിസ് ഈസ് ദി സ്റ്റൈൽ. ദെൻ പോളൻ ട്യൂബ് റീച്ചിങ് എംബ്രിയോ മൈക്രോപൈൽ ഓഫ് ദ ഒവ്യൂൾ, പോളൻ ട്യൂബ് മൈക്രോപൈൽ റീജിയനിൽ എത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ദിസ് ഇസ് ദി പോളൻ ട്യൂബ്. എംബ്രിയോ സാക്ക്, ഇതാണ് എംബ്രിയോ സാക്ക്. ഓപ്ഷൻ ഡിയിൽ നമ്മൾ കാണുന്നത് കമ്പോണൻസ് ഓഫ് എഗ് അപ്പാരറ്റസ്. എഗ് അപ്പാരറ്റസിൽ ഇതാ എഗ്, ദെൻ 2 സിനർജിറ്റ്സ്. ദിസ് ഈസ് ദി എഗ് അപ്പാരറ്റസ്. സോ ലേബൽ ചെയ്യാൻ പെർട്ടിക്കുലർ ആയിട്ട് ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഡയഗ്രത്തിൽ ലേബൽ ചെയ്തിട്ടുണ്ടെന്ന് യു ഹാവ് ടു മേക്ക് ഷുവർ. ഓക്കെ, അപ്പം ഇതിലിപ്പം ഓപ്ഷൻ ഇ, എ ബി സി ഡി ഇ വരെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ ഷുവർ ആക്കണം. ഇങ്ങനെയാണ് ഡയഗ്രാം വരയ്ക്കേണ്ടത് പോസ്റ്റ് പിസ്റ്റൽ ഫോർമേഷൻ. സോ പോസ്റ്റ് പോളിനേറ്റഡ് പിസ്റ്റൽ ഡയഗ്രാം നമ്മൾ വരയ്ക്കണം. So the given figure of an egg apparatus of an angiosperm show entry of pollen tube for releasing 2 male gamete. Which of the 2 from X, Y and Z 2 male gamete fuse with? ഇത് നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ കാണുന്നതാണ്. 2 മെയിൽ ഗമേറ്റ് ഉണ്ട്. ഒരു മെയിൽ ഗമേറ്റ് വന്ന് ഫ്യൂസ് ചെയ്യുന്നത് ആരോടാ? നമ്മുടെ എഗ്ഗിനോടാണ്. സിനർജിറ്റ്സും ഒരു എക്സലും ഉണ്ട്. അപ്പോൾ ഒന്ന് എക്സിനോടും ഒന്ന് എങ്ങോട്ടാണ്? ഈ വൈയിനോടാണ് വന്ന് ഫ്യൂസ് ചെയ്യുക. ഇത് സിനർജിറ്റ്സ് ആണ്. സോ എക്സിനോടും വൈയിനോടും ഫ്യൂസ് ചെയ്യും. ദാറ്റ് മീൻസ് 2 മെയിൽ ഗമേറ്റ്സ് ആർ കമ്മിങ് ടു ഫ്യൂസ് വിത്ത് ദി 1 egg apparatus, എക്സലിലേക്കും ഒന്ന് പോളാർ ന്യൂക്ലിയയിലേക്കും. In the given figure, egg apparatus of an angiosperm, X is egg nucleus, Y polar nuclei and Z is synergid. When the 2 male gametes released from pollen tube, one fuses with egg nuclei to form zygote and other fuses with polar nuclei to form triploid endosperm, primary endosperm nucleus. അപ്പോൾ 2 fertilization ആണ് angiosperms നടക്കുന്നത്. One is syncamy, that is the formation of zygote. Second one is the triploid fusion, that means triple fusion, that means forming the primary endosperm nucleus.
അപ്പോൾ അത് ഡയഗ്രത്തിൽ മനസ്സിലാക്കിയാൽ മതി. എക്സ്പ്ലെയിൻ ഡബിൾ ഫെർട്ടിലൈസേഷൻ ഉണ്ടായിരുന്ന ആൻജിയോസ്പേം 2020 ക്വസ്റ്റ്യൻ ആണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇപ്പം മിസ് ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. ഇറ്റ് ഇസ് എ ഫിനോമിനൻ യുണീക് ടു ആൻജിയോസ്പേംസ്. ഹിയർ അറ്റ് ദ ടൈം ഓഫ് ഫെർട്ടിലൈസേഷൻ pollen tube release 2 male gametes or nucleus inside the embryo sac. One of the male gamete fuse with egg cell to form diploid zygote. This is called generative fertilization or syngamy. Zygote give rise to embryo and other male gamete fuse with the 2 polar nuclei or secondary nuclei to form triploid primary endosperm nucleus. This is called a triple fusion. Okay, അപ്പം അതർ മെയിൽ ഗമേറ്റ് എന്ന് പറയുന്നത് ഫ്യൂസ് വിത്ത് ദി 2 ബൈപോളാർ ന്യൂക്ലിയൈ ഓർ സെക്കൻഡറി ന്യൂക്ലിയൈ ടു ഫോം ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പേം ആണ്. അപ്പം ഒന്ന് നമ്മൾ പറഞ്ഞു സൈഗോട്ടാണ് ഫോം ചെയ്യുന്നത്. സൈഗോട്ടിൽ നിന്ന് പിന്നെ എംബ്രിയോ പിന്നെ സീഡ് ഡെവലപ്മെന്റിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ ദ അതർ മെയിൽ ഗമേറ്റ് ഫ്യൂസ് വിത്ത് ദി 2 പോളാർ ന്യൂക്ലിയൈ ഓർ ദാറ്റ് മീൻസ് വി ഹാവ് സീൻ ഇൻ ദ സെൻട്രൽ സെൽ ആൻഡ് ദേ ആർ ഫോമിംഗ് ദ സെക്കൻഡറി ന്യൂക്ലിയസ് ടു ഫോം ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പേം. ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പേം പെൻ and which is further developing into an endosperm, and this is called a triple fusion. Primary endosperm nuclei give rise to endosperm as 2 actors for fertilization. Syngamy and triple fusion occur at the same embryo sac, so it is termed as double fertilization. രണ്ടും അവിടെ നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. റെഡി? യെസ്, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? Okay. So, any doubts regarding this? Confusions ഒക്കെ മാറിയിട്ടുണ്ടല്ലോ? കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? Ready? Yeah. So this is the double fertilization. We have moved to next question. Select the correct statement with respect to development of an endosperm in a typical angiosperm plant. This is a multiple choice question. 2022 question ആട്ടോ. അപ്പോൾ ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് ആൻസർ പറഞ്ഞേ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ഡെവലപ്മെന്റ് ഓഫ് ആൻ എൻഡോസ്പേം ഇൻ എ ടിപ്പിക്കൽ ആൻജിയോസ്പേം പ്ലാന്റ് ആണ്. എംബ്രിയോ ഡെവലപ്മെന്റ് പ്രസീഡ് എൻഡോസ്പേം ഡെവലപ്മെന്റ്. എൻഡോസ്പേം സെൽ ഡിവൈഡ് റിപ്പീറ്റഡ്ലി ടു ഫോം ട്രിപ്ലോയിഡ് എൻഡോസ്പേം. Endosperm tissue has scanty reserves of food material. Primary endosperm nuclei undergo successive division to form free nuclear endosperm. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഏതാ കറക്റ്റ് നിങ്ങൾ പറയൂ. വിച്ച് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ? Embryo development precede endosperm ആണോ? The endosperm cell divide repeatedly form a triploid endosperm ആണോ? ഏതാ? ഓപ്ഷൻ ഓപ്ഷൻ എ 1 and 3 ആണോ? എംബ്രിയോ ഡെവലപ്മെന്റ് പ്രസീഡ് എൻഡോസ്പേം ഡെവലപ്മെന്റ് ആണോ? എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണോ എൻഡോസ്പേം ഡെവലപ്പ് ചെയ്യുക? തിങ്ക് അബൌട്ട് ഇറ്റ്. എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എൻഡോസ്പേം എങ്കിൽ പിന്നെ എൻഡോസ്പേം അവർക്ക് ആവശ്യമുണ്ടോ? എനി റിക്വയർമെന്റ് ഫോർ ദിസ് എൻഡോസ്പേം ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ? നോ. സോ ഫസ്റ്റ് വൺ ഇസ് റോങ് ആൻസർ. അപ്പം വി ഹാവ് ടു മൂവ് ടു ദി നെക്സ്റ്റ് ഓപ്ഷൻ. Primary endosperm nucleus undergo successive division to form free nuclear endosperm. ഏതാ? ഇവിടെ 2 and 4 ആണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ബിക്കോസ് the cells of endosperms are filled with the reserve food materials and are used for nutrition of developing embryo. Endosperm development is preceding the embryo development. Embryo development നടക്കുന്നതിന് മുന്നേ ആണ് endosperm development നടക്കുക. So that the endosperm gives the nutrition for the further development of embryo. So endosperm development precedes embryo development and cells of endosperm are filled with reserve food materials. Okay, and that are used for the nutrition of developing embryo. So here the answer is option D. ചിന്തിക്കണേ, ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നല്ലോണം ആലോചിക്കണം. ഇതിൽ എക്സ് സെഡ് വൈ ഏതൊക്കെയാ? സെലക്ട് ദ ഓപ്ഷൻ ഷോ ദ കറക്റ്റ്ലി ഐഡന്റിഫൈഡ് XYZ ഡെവലപ്പിംഗ് ഇൻ ദ ഡൈക്കോട്ട് എംബ്രിയോ. ഡൈക്കോട്ട് എംബ്രിയോ തന്നിട്ടുള്ളത്
You have to listen that every diagram in this chapter is very much important. എല്ലാ ഡയഗ്രാം നിങ്ങൾ പഠിക്കണം. ഇതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ എന്താണ് അസേർഷൻ ക്വസ്റ്റ്യൻ, ഇതുപോലെ ലേബലിംഗ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. സോ must ആയിട്ട് you have to learn to draw and label the complete diagrams in this chapter. Not only in this chapter, but most probably many diagram based questions are coming from this chapter only. So you have to learn about this. So which is X, Y, Z, U. X I think suspensor le. Y cotyledon. So X suspensor ആണ്, Y cotyledons ആണ്, Z plumule and U Z റാഡിക്കൽ. കോട്ടിലിഡൻസ് എവിടെ ആയതുകൊണ്ട് യു ആണ് എന്താ പ്ലിമ്യൂൾ ആയിട്ട് വരും. സോ ഇതിൻ്റെ ഒക്കെ ഡിപ്ലോയിഡ് ഓർത്ത് വെച്ചു. പ്ലോയിഡ് ലെവല് സസ്പെൻസർ ഡിപ്ലോയിഡ്, കോട്ടിലിഡൻ ഡിപ്ലോയിഡ്, റാഡിക്കൽ ഡിപ്ലോയിഡ്, പ്ലിമ്യൂൾ ഡിപ്ലോയിഡ് ആണ്. സോ ഇതാണ് എംബ്രിയോ ഡെവലപ്മെന്റിൽ സസ്പെൻസർ, റാഡിക്കൽ, കോട്ടിലിഡൻ ആൻഡ് ദിസ് ഈസ് ദി പ്ലിമ്യൂൾ. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരും. സോ ഈ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജ് ഓർത്തോളുക. സസ്പെൻസർ, റാഡിക്കൽ, കോട്ടിലിഡൻ, പ്ലിമ്യൂൾ. ഇതാണ് മെച്യൂർ എംബ്രിയോ. മെച്യൂർ ഡൈക്കോട്ട് എംബ്രിയോന്റെ സ്ട്രക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. എംബ്രിയോ ജനസിന്റെ സ്റ്റേജസ് ഓർത്ത് വെക്കണം. പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ എംബ്രിയോ, ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ ആൻഡ് മെച്യൂർ എംബ്രിയോ. ഈ 4 സ്റ്റേജസിന് ഡയഗ്രാം തന്നിട്ട് ചോദിക്കാം. സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിനർജിഡ്സും ആന്റിപോഡൽസും ഒക്കെ എന്ത് ചെയ്യും, ഡീജനറേറ്റ് ചെയ്യും. ആ സൈഗോട്ട് പിന്നെ ഡിവിഷൻ നടന്നാണ് ഗ്ലോബുലാർ എംബ്രിയോ, ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ ഒക്കെ ആയി മാറുന്നത്. സോ ഫസ്റ്റ് ഫോം ചെയ്യുന്നത് പ്രോ എംബ്രിയോ, കഴിഞ്ഞ് ഗ്ലോബുലാർ എംബ്രിയോ, ദെൻ ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ, ദെൻ മെച്യൂർ എംബ്രിയോ. ഇതാണ് എംബ്രിയോ ജനസിന്റെ സ്റ്റേജസ്. Draw a diagram of fully developed embryo sac of an angiosperm. Label its chalazal end and any other 5 parts within the embryo sac. Why does the development of an endosperm precede that of the embryo in the angiosperm? എന്നാണ് ചോദ്യം. Fully developed embryo sac of an angiosperm ആണ്. Draw a diagram of a fully developed embryo sac of an angiosperm. Label its chalazal end and any other 5 parts within the embryo sac. പറയൂ. ഫുള്ളി ഡെവലപ്ഡ് എംബ്രിയോ സാക്കിനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത് അല്ലേ? എന്നിട്ട് നമുക്കത് ലേബൽ ചെയ്യണം. ചെലാസലറ്റ് ആൻഡ് എനി അതർ 5 പാർട്സ്. ഏതെങ്കിലും ഒരു 5 പാർട്ട് ലേബൽ ചെയ്താൽ മതി. അപ്പം എംബ്രിയോ സാക്ക് വരയ്ക്കുമ്പം ചെലാസൽ എൻഡിലാണ് ആര്, ആൻറ്റിപോഡൽസ് വരിക. 3 ആൻറ്റിപോഡൽസ്. മൈക്രോ പൈലാർ എൻഡിൽ 2 സിനർജിഡ്സും 1 എക്സെല്ലും. ഇവിടെ നമുക്ക് സിനർജിഡ്സ് കാണാം. ഇതാണ് നമ്മുടെ ഫിലിഫോം അപ്പാരറ്റസ്. ദിസ് ഈസ് ദി എഗ് ആൻഡ് സെൻട്രലിൽ നമുക്ക് എന്ത് കാണാം, പോളാർ ന്യൂക്ലിയസ്, സെൻട്രൽ സെല്ലും കാണാം. ഇനി ക്വസ്റ്റ്യൻ എന്താ, വൈ ഡസ് ഡെവലപ്മെന്റ് ഓഫ് ആൻ എൻഡോസ്പെർം പ്രിസീഡ് ദ എംബ്രിയോ? എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ന്യൂട്രീഷൻ കൊടുക്കാനാണ്. സോ പ്രൈമറി എൻഡോസ്പെർം precedes the primary endosperm cell divide repeatedly form triploid endosperm tissue. The cells of this tissue filled with the reserve food material used for the nutrition of developing embryo. Developing embryoയ്ക്ക് വേണ്ട എല്ലാ ന്യൂട്രീഷനും കൊടുക്കുന്നത് ആരാണ്, എൻഡോസ്പെർം ആണ്. See question, number of chromosome in an onion plant cell is 16. Name the cell of the embryo sac having 16 and 24 chromosome formed after fertilization. Chromosome in an onion plant cell 16 ആണ്. After fertilization, zygote being diploid will have 16 chromosome. Endosperm being triploid will have 24 chromosome. അപ്പം 16 ആണ് ക്രോമസോം വരിക. അപ്പം സെൽ ഓഫ് ദി എംബ്രിയോ സാക്ക് 16, 24 ആണ്. അപ്പം ഡിപ്ലോയിഡ് കണ്ടീഷനല്ലേ വരേണ്ടത്. അപ്പം സൈഗോട്ടിൽ 16 ആകും. ട്രിപ്ലോയിഡ് ആകുമ്പോഴോ, ട്രിപ്ലോയിഡ് വിൽ ഹാവ് 24 ക്രോമസോംസ്. ട്രിപ്ലോയിഡും ഡിപ്ലോയിഡും കണ്ടീഷൻ ആണെന്ന് ഓർത്താൽ മതി. Match the correct structures given in column 1 with the fruit in column 2 in the given chart. Correct option ഏതാണെന്നാണ് question. ഏതാണ് correct option? കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം. ഇതിൽ ഈസി ആയിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഏതാ, പെരിസ്പെർം ബ്ലാക്ക് പെപ്പർ ആണ്. പിന്നെ പെരിസ്പെർം ബ്ലാക്ക് പെപ്പർ, തലാമസ് സ്ട്രോബെറി,
പെരികാർപ്പ് നമ്മൾ മാങ്കോയിലാണ് കാണുന്നത്. പെരികാർപ്പ്, മീസോകാർപ്പ്, മെയ്സിൽ എൻഡോസ്പെർം ഉണ്ട് അല്ലേ. അപ്പോൾ ഏത് ഓപ്ഷൻ? യെസ്, ഓപ്ഷൻ ബി. Option B. Endosperm is completely consumed by the developing embryo. Endosperm completely consume ചെയ്തിട്ടുള്ള ഡെവലപ്പിംഗ് എംബ്രിയോ ആണ് എങ്കിൽ എൻഡോസ്പെർം കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയുള്ള എക്സാമ്പിൾ ഇതിൽ ഏതാ? കാസ്റ്റർ, കോക്കനട്ട്, കോക്കനട്ട് ആൻഡ് ഗ്രൗണ്ട്നട്ട്, ഗ്രൗണ്ട്നട്ട് ആൻഡ് പീ ആൻഡ് കാസ്റ്റർ ആൻഡ് പീ. കംപ്ലീറ്റ്ലി എൻഡോസ്പെർം കൺസ്യൂം ചെയ്തിട്ടുള്ള ആൾക്കാർ ഏതാണെന്നാണ് ചോദ്യം. പറയൂ. യെസ്, ഗ്രൗണ്ട്നട്ടും പീയും ആണ്. കോക്കനട്ട് മോണോക്കോട്ട് വരുന്നതാണ്, കാസ്റ്റർ വരില്ല. സോ some said endosperm persist in the seed as food storage tissue. Such seeds are endospermic or albuminous. Castor, maize, wheat, barley, rubber, coconut ഒക്കെ എന്താണ്? Endosperm seed ആണ്. എന്നാൽ endosperm is completely eaten up by the growing embryo, food or later developed into embryo stored in the cotyledon which become massive. Cotyledons ആണ് massive ആവുക. Such seeds are non-endospermic or exalbuminous. This is pea, gram, bean, groundnut. ഇപ്പോൾ പീസ്, ഗ്രൗണ്ട്നട്ട്, ബീൻസ്, ഗ്രാം ഒക്കെ എന്താണ്? കോട്ടിലഡൻസിന് റിച്ച് ആണ്. അവർക്ക് എൻഡോസ്പെർം കംപ്ലീറ്റ്ലി യൂസ്ഡ് അപ്പ് ആകും. ദ ഫ്ലോറൽ പാർട്ട് ദാറ്റ് ഡെവലപ്പ് ഇൻ ടു എ ഫ്രൂട്ട് ഇൻ സ്ട്രോബെറി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, തലാമസ് ആണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇസ് ആൻ ഇവന്റ് യുണീക് ടു ഓൾ ഫ്ലവറിംഗ് പ്ലാന്റ്. എക്സ്പ്ലെയിൻ ദ പ്രോസസ്. ഗിവ് എ റീസൺ ഫോർ ഫോളോയിങ് നമ്മൾ എഴുതുക. അപ്പോൾ ഡബിൾ ഫെർട്ടിലൈസേഷനെ പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഫെർട്ടിലൈസേഷനിൽ പോളൻ ട്യൂബ് 2 മെയിൽ ഗമീറ്റ് ഉണ്ടാക്കുന്നു. അതിൽ ഒന്ന് എന്ത് ചെയ്യുന്നു? ഫ്യൂസ് വിത്ത് എക്സൽ ടു ഫോം ഡിപ്ലോയിഡ് സൈഗോട്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫോമിംഗ് വിത്ത് ദി polar nuclei and forming the triple fusion. Primary endosperm nuclei give rise to endosperm, act as for fertilization. Syngamy triple fusion once in every same embryo. This is called a double fertilization. But double fertilization ചോദിക്കുമ്പോൾ സിംഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും എക്സ്പ്ലെയിൻ ചെയ്യുക, അതിൻ്റെ പ്ലോയിഡി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഗിവ് എ റീസൺ ഫോർ ദ ഫോളോയിങ് ആണ്. A seed of an orange has many embryo. Cashew is a false fruit but guava is a true fruit. Okay. A seed of an orange has many embryo. ആ കണ്ടീഷന് നമ്മൾ എന്താ പറയുന്നത്? ഒരു സീഡിൽ തന്നെ മെനി എംബ്രിയോസ്. ഓറഞ്ചിൽ കാണുന്ന, ഓറഞ്ച് ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സിട്രസ് ഫ്രൂട്ട്സ് എക്സാമ്പിളായിട്ട്. സോ സീഡ് ഓഫ് ആൻ ഓറഞ്ച് ഹാസ് മെനി എംബ്രിയോ എന്ന് പറയുന്ന കണ്ടീഷൻ ഏതാ? നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റിൽ പഠിക്കുന്ന കുറച്ച് അഡീഷണൽ ടേംസ് ആണ്. പറയൂ. യെസ്, പോളി എംബ്രിയോണി അല്ലെ, പോളി എംബ്രിയോണി. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം സീഡ് ഓഫ് എൻ ഓറഞ്ചസ് മെനി എംബ്രിയോസ് എന്ന് പറയുന്ന കണ്ടീഷനാണ് പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. It is the occurrence of more than one embryo in the seed. This takes place in when some of nucellar cells surrounding the embryo sac start dividing, protrude into the embryo sac, and cells develop into embryo as a result of such species. Ovule contain many embryo. അപ്പം ന്യൂസെല്ലസിൻ്റെ എക്സ്ട്രാ ടിഷ്യൂസ് എന്ത് ചെയ്യാണ്? ഡയറക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറുന്നതാണ്. അങ്ങനെ കാണുന്ന കണ്ടീഷനാണ് പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. സിട്രസ് ഫ്രൂട്ട്സ് ആണ് നമ്മൾ പോളി എംബ്രിയോണി കാണിക്കുന്ന ബെസ്റ്റ് എക്സാമ്പിൾ പറയാറുള്ളത്. ഇനി അടുത്ത നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? കാഷ്യൂ ഇസ് എ ഫോൾസ് ഫ്രൂട്ട് ബട്ട് ഗവ ഇസ് എ ട്രൂ ഫ്രൂട്ട്. എന്താണ് ഫോൾസ് ഫ്രൂട്ടും ട്രൂ ഫ്രൂട്ടും? നമുക്കറിയാം, ഫ്രൂട്ട്സ് വിച്ച് ഓൺലി ഓവറി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട് ആണെങ്കിൽ ദാറ്റ് ഇസ് ട്രൂ ഫ്രൂട്ട് ആൻഡ് വിച്ച് ഇസ് എക്സാമ്പിൾ ഫോർ ഗവ. വെറസ് ഫോൾസ് ഫ്രൂട്ട് ആർ ഫ്രൂട്ട്സ് വിച്ച് അലോങ് ഓവറി അതർ പാർട്സ് ഓഫ് ദ പാർട്സ് അല്ലേ, ഓവറി കൂടാതെ അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ് ഓൾസോ ടേക്കിംഗ് പ്ലേസ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട് മീൻസ് ദാറ്റ് ഈസ് ഫോൾസ് ഫ്രൂട്ട്. കാഷ്യൂ അലോങ് വിത്ത് ദ ഓവറി തലാമസ് ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ഫ്രൂട്ട് ഫോർമേഷൻ, ദാറ്റ് ഈസ് ഫോൾസ് ഫ്രൂട്ട്. ആൻഡ് ഗവ ഓൺലി ഓവറി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫോർമേഷൻ, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ട്രൂ ഫ്രൂട്ട്. അപ്പോൾ ട്രൂ ഫ്രൂട്ട്, ഫോൾസ് ഫ്രൂട്ട്, പോളി എംബ്രിയോണി ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. നെക്സ്റ്റ്, ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ട്രേസ് ദ ഡെവലപ്മെന്റ് ഓഫ് പോളിപ്ലോയിഡൽ സെൽ ദാറ്റ് ഇസ് ഫോംഡ് ആഫ്റ്റർ ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇൻ എ നോൺ ആൽബുമിനസ് സീഡ് ആൻഡ് ആൽബുമിനസ് സീഡ്. 20 ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓപ്ഷൻ ബി നോക്കാം. The polyploidal cell or triploid cell called primary endosperm cell differentiate to form endosperm. It is food-laden tissue which is meant for nourishing the young embryo in a seed plant. Endosperm may persist in the seed when the later it is called endospermic or albuminous, castor, cereals, coconut. അപ്പോൾ എൻഡോസ്പെർം സീഡ്സും ഉണ്ട്, നോൺ എൻഡോസ്പെർം സീഡും ഉണ്ട്. ചിലതിൽ എൻഡോസ്പെർം കംപ്ലീറ്റ് ആയിട്ട് യൂസ്ഡ് അപ്പ് ആകും ഗ്രോയിങ് എംബ്രിയോ. അങ്ങനെ ആകുമ്പോൾ എന്താവില്ല? എൻഡോസ്പെർം അവിടെ നിലനിൽക്കില്ല. ദാറ്റ് മീൻസ്
food reserve gets stored in cotyledon. Such seeds are non-endospermic or exoalbuminous. Pea, bean, sunflower, grams ഒക്കെ എന്താണ് non-endospermic ആണ് അല്ലെങ്കിൽ non-albuminous ആണ്. Depending upon mode of formation, angiospermic development is of 3 types: nuclear endosperm, primary endosperm repeatedly without cell fold formation ഇല്ലാതെ ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ ആയിട്ട് നടക്കുന്നതാണ് ന്യൂക്ലിയർ എൻഡോസ്പെം. നമ്മുടെ തേങ്ങയുടെ ഒക്കെ കരിക്കിലുള്ള വെള്ളമൊക്കെ ന്യൂക്ലിയർ എൻഡോസ്പെംസ് ആണ്. ഇറ്റ് പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് ഫ്രീ ന്യൂക്ലിയർ. മെയ്സ്, വീറ്റ്, റൈസ് ഒക്കെ ന്യൂക്ലിയർ എൻഡോസ്പെം ആണ്. സെല്ലുലാർ എൻഡോസ്പെം എന്ന് പറയുമ്പോൾ എവറി ഡിവിഷൻ ഓഫ് പ്രൈമറി എൻഡോസ്പെം ന്യൂക്ലിയർ പ്രൊവൈഡ് സൈറ്റോകൈനസിസ്. ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുമ്പോൾ അതിനെ ഫോളോ ചെയ്ത് സെൽ വോൾ ഫോർമേഷൻ നടക്കും. അപ്പോൾ സെല്ലും കൂടി ഉണ്ടാകും. അപ്പോൾ ഇതെന്തായി സെല്ലുലാർ എൻഡോസ്പെമായി. ബാൽസം, ഡച്ചൂറ, പെറ്റൂണി ഒക്കെ എന്താണ് സെല്ലുലാർ എൻഡോസ്പെമിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെക്കണേ. ചിലപ്പം എക്സാമ്പിൾസ് എഴുതാനൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ വരാം. Then helobial endosperm ആണ് third one. Endosperm of intermediate type between cellular and nuclear type. First division of the primary endosperm nucleus is followed by transverse cytokinesis to form 2 unequal cells. Larger micropylar and smaller chalazal. Micropyle cell grow faster than chalazal one. Chalazal chamber often remains smaller and may degenerate. ഇതാണ് എന്ത് ഹീലോബിയൽ എൻഡോസ്പെം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പം 3 ടൈപ്പ് ഓഫ് എൻഡോസ്പെം ഓർത്ത് വെക്കാം. Next one, seeds of an orange when taken out and squeezed show many embryos of different size and shape. The reason for this, as many embryos have developed from ഓരോന്നിൻ്റെ റീസൺ ആണ്. സീഡ് ഓഫ് എൻ ഓറഞ്ച് ടേക്കൺ ഔട്ട് ആൻഡ് സ്ക്വീസ് ഷോ മെനി എംബ്രോസ്. പോളി എംബ്രിയോണിക് കണ്ടീഷൻ തന്നെയാണ്. റീസൺ ഫോർ ദിസ് ഇസ് ഇൻ മെനി എംബ്രോസ് ഹാവ് ഡെവലപ്ഡ് ഫ്രം. എന്താണ് ഇതിൻ്റെ റീസൺ എന്നാണ് ചോദ്യം. Egg-cell fusing with different male gamete, pen fusing with different male gamete, new cellars are dividing and developing in embryo, synergies dividing and developing in embryo. പോളി എംബ്രിയോണിൻ്റെ റീസൺ ഏതായി തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതാണ്? യെസ്, ഓപ്ഷൻ സി, ന്യൂ സെല്ലാർ സെൽസ് ഡിവൈഡ് ചെയ്യുന്നതാണ്. സോ സിട്രസ് ഫ്രൂട്ട്സ് ആയിട്ടുള്ളതിൽ പോളി എംബ്രിയോണി ഒക്വയർ ആവുന്നുണ്ട്. ന്യൂ സെല്ലാർ സെല്ല് സറൗണ്ടിങ് ദ എംബ്രിയോ സാക്ക് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്ത് അതെന്ത് ചെയ്യുന്നു? പ്രൊട്രൂഡ് ഇൻ ടു ദ എംബ്രിയോ സാക്ക് ആൻഡ് ഡെവലപ്പ് ഇൻ ടു ദ എംബ്രിയോ. സച്ച് ഒവ്യൂൾ കണ്ടെയ്ൻ മെനി എംബ്രിയോ. അതാണ് പോളി എംബ്രിയോണിക് കണ്ടീഷൻ എന്ന് നമ്മൾ പറയുന്നത്. അടുത്തത്, സ്റ്റേറ്റ് 2 അഡ്വാൻറ്റേജസ് ഓഫ് ആൻ അപ്പോമിക്റ്റിക് സീഡ്സ് ടു എ ഫാമർ. അപ്പോമിക്സിസ് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പം ഒരു ഫാമറിനോട് നിങ്ങൾ അപ്പോമിക്റ്റിക് സീഡ്സിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താണ് അഡ്വാൻറ്റേജസ് പറഞ്ഞു കൊടുക്കുക? ഒന്ന് കമൻറ്റ് ചെയ്തേ. എന്താണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക? What is apomixis? Same characters in progeny. Okay. നല്ലൊരു കാര്യമാണ്. എന്താ ഈ അപ്പോമിക്സിസ് എന്ന് പറയുന്നത്? അപ്പോമിക്റ്റിക് സീഡ്സ് അല്ലെങ്കിൽ അപ്പോമിക്സിസ് എന്ന് പറയുന്ന ടെർമിനോളജി എന്താ മീൻ ചെയ്യുന്നത്? വാട്ട് ഡസ് ഇറ്റ് മീൻ? യെസ്, കമോൺ, എല്ലാവരും ഒന്ന് ആലോചിച്ച് ആൻസർ പറയൂ. എന്തായിരുന്നു അപ്പോമിക്സിസ്? മറന്നു പോയാ? യാ, സീഡ് ഫോർമേഷൻ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണ് അല്ലേ? അഡ്വാൻറ്റേജസ് ഓഫ് അപ്പോമിക്സിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് റെഡ്യൂസ് ദ കോസ്റ്റ് ഓൺ പർച്ചേസിങ് ഹൈബ്രിഡ് സീഡ്സ് ആണ്. ഹൈബ്രിഡ് സീഡ്സിനെ ഉണ്ടാക്കുന്ന കോസ്റ്റ് നമുക്ക് കുറഞ്ഞു കിട്ടും. ആൻഡ് അപ്പോമിക്സിസ് ജനറ്റിക്കലി കൺട്രോൾ. സോ ജീൻസ് ഓഫ് അപ്പോമിക്സിസ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഹൈബ്രിഡ് വെറൈറ്റി. നമുക്കൊരു പെർട്ടിക്കുലർ ഫീച്ചറിനെ അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോമിക്റ്റിക് സീഡ്സ് ഹെൽപ്പ് ചെയ്യും. സോ ഇറ്റ് ഇസ് ജനറ്റിക്കലി കൺട്രോൾഡ്. സോ ജീൻസ് ഓഫ് അപ്പോമിക്സിസ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദി ഡിഫറെൻറ്റ് വെറൈറ്റീസ്. അപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റീസിലേക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നല്ലതാണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ നല്ലതാണ്. ഇതൊക്കെ നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് ഫാമേഴ്സിന് പറഞ്ഞു കൊടുക്കാം. ഇനി അടുത്തൊരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ, സെൽസ് ഓഫ് ടപ്പീറ്റം ഹാവ് മോർ ദാൻ 1 ന്യൂക്ലിയസ്. റീസൺ, ദേ അണ്ടർഗോ മിയോസിസ് വിത്തൗട്ട് സൈറ്റോകൈനസിസ്. ശരിയാണോ? സെൽസ് ഓഫ് ടപ്പീറ്റം ഹാവ് മോർ ദാൻ 1 ന്യൂക്ലിയസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദേ അണ്ടർഗോ മിയോസിസ് വിത്തൗട്ട് സൈറ്റോകൈനസിസ് ആണോ? ശരിയാണോ? ടപ്പീറ്റൽ സെല്ല് മിയോസിസ് നടക്കുന്നുണ്ടോ വിത്തൗട്ട് സൈറ്റോകൈനസിസ്? നോ. അസേർഷൻ ട്രൂ ആ, ബട്ട് റീസൺ ഈസ് ഫോൾസ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ വരിക. ഇനി അടുത്തതോ, അസേർഷൻ, പ്രൈമറി എൻഡോസ്പെം ന്യൂക്ലിയസ് ഇസ് ഡിപ്ലോയിഡ്. Primary endosperm nucleus is diploid. It is the product of double fertilization.
ആൻസർ പറഞ്ഞോ. പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് പെൻ ഡിപ്ലോയിഡ് ആണെന്ന് പറയുന്നു. ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നും പറയുന്നുണ്ട്. ഇതിന്റെ ആൻസർ ഏതാ? പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ഡിപ്ലോയിഡ് ആണോ? യാ, ഓപ്ഷൻ ഡി ആണ് വരിക. എ ഫോൾസ് ആണ്, ഡി ആർ കറക്റ്റ് ആണ്. അടുത്തത് PCR is powerful technique to identify genetic disorders, can detect mutation low amounts. ഇത് വേറെ ചാപ്റ്റർ ആണ്, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ബ്രേക്ക് വേണോ? സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. സോ നമുക്കിനി 2 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. So sexual reproduction is completed. So let's have a short break. കേട്ടോ, ഒരു ഷോർട്ട് ബ്രേക്ക് ആണ്, വേറെ എങ്ങും പോകരുത്. ഒരു 10 മിനിറ്റ്സ് ബ്രേക്കേ ഉള്ളൂ. 10:35 10:40 തന്നെ 45 തന്നെ മാക്സിമം വരിക. ഞാൻ മിസ് ഇവിടെ തന്നെ ഉണ്ടാകും. സോ വേഗം പോയിട്ട് വരിക. ഒന്ന് ചായയൊക്കെ കുടിച്ച് വെള്ളമൊക്കെ കുടിച്ച് വേഗം വരിക. കാരണം നമ്മൾ മോർണിംഗ് തുടങ്ങിയതാണ്, ഐ നോ ദാറ്റ്. സോ ലെറ്റ്സ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എക്കോസിസ്റ്റം ഉണ്ട്. അത് നമ്മൾ ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡബിൾ ഫെർട്ടിലൈസേഷൻ, മൈക്രോസ്പോറോജെനസിസ്, മെഗാസ്പോറോജെനസിസ്, എംബ്രിയോജെനസിസ് എല്ലാ ഡയഗ്രാംസും മസ്റ്റായിട്ട് പഠിക്കണം. പിന്നെ പോളി എംബ്രിയോണി, അപ്പോമിക്സിസ്, ട്രിപ്പിൾ ഫ്യൂഷൻ പോലത്തെ ടെർമിനോളജീസും കൂടെ പഠിച്ചു വെക്കാം. ഓക്കെ, സോ ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക് ബാക്ക് ടു ക്ലാസ്. വേഗം തന്നെ തിരിച്ചു വരിക. പോയവരൊക്കെ തന്നെ തിരിച്ചു വരണം, ബാക്കിയുള്ളവരും കൂടെ കൂട്ടിയിട്ട് വരിക. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് നൗ. എന്തെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ടോ ഏതെങ്കിലും ഭാഗം കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളതുണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കോൺസെപ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മളൊരു ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പക്ക ഓൾ റെഡി? യെസ്. സോ go and have a tea or some water or have any snacks and come back now. Okay, 10:45 തന്നെ വരണേ.
Yes, back. അല്ലേ, നമ്മൾ ബാക്ക് ആയിട്ട് കമ്മിങ് ബാക്ക്. സോ എൻഡോസ്പേം ഇവിടെ ചോദിക്കുന്നുണ്ട്, ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഡയഗ്രാം ഇവിടെ ഇട്ട് തന്നത്. സിമ്പിൾ ആണിടാ, 3 ഡിഫറെൻറ്റ് ഡയഗ്രാംസ് വി ക്യാൻ സീ ദാറ്റ്. ഒന്ന് ന്യൂക്ലിയർ, ഒന്ന് സെല്ലുലാർ, ഒന്ന് ഹീലോബിയൽ. ഇപ്പോൾ ഈ സെല്ലുലാറും ന്യൂക്ലിയറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, സെല്ലുലാർ എൻഡോസ്പേംസിൽ സെൽ വോൾ ഫോർമേഷൻ നടക്കും. ന്യൂക്ലിയർ എൻഡോസ്പേം ഫ്രീ ന്യൂക്ലിയസ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ ദേ ആർ നോട്ട് ഫോളോഡ് ബൈ എ സെൽ ഡിവിഷൻ. ന്യൂക്ലിയർ മാസസ് ലേറ്റർ പുഷ് ടു പെരിഫറി ആൻഡ് സെൽ വോൾസ് ആർ ലേറ്റ്. മോസ്റ്റ്ലി സെൽ വോൾ ഫോർമേഷൻ റിമെയിൻസ് ഇൻകംപ്ലീറ്റ്. അപ്പം ഇവിടെ കണ്ടില്ലേ, ന്യൂക്ലിയർ ആയിട്ടാണ് നിൽക്കുന്നത്, സെൽ വോൾ ഫോർമേഷൻ വന്നിട്ടില്ല. അതാണ് എന്ത് ഈ ന്യൂക്ലിയർ എൻഡോസ്പേം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കരിക്ക് നോക്കിയാൽ മതി. കരിക്കിൻ്റെ കണ്ടീഷനിൽ എന്താണെന്ന് വെച്ചാൽ വെള്ളമാണ് കൂടുതൽ, അല്ലേ? അവിടെ തേങ്ങ അതേ ഉണ്ടാവില്ല, ചെറിയ സ്മൂത്ത് ലൈനിങ് ആയിട്ടാണ് നമുക്ക് കരിക്ക് നമ്മൾ തിന്നുമ്പോൾ കിട്ടുന്നത്. അതിൻ്റെ ആദ്യ ഫോർമേഷൻ ഈ എന്താണ്, ഒരു പൊട്ടത്തേങ്ങ എടുക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു കരിക്കും വെള്ളം കിട്ടുക. സോ ഇൻ ദാറ്റ് ദ ഫ്രീ ന്യൂക്ലിയർ ദാറ്റ് ഇൻ ദ കേസ് ഓഫ് വാട്ടർ ദർ ഇസ് നോ സെൽ വോൾ ഫോർമേഷൻ, ദാറ്റ് മീൻസ് നോ coconut there. So in the second condition means the cellular formation. Nucleus form ചെയ്ത് follow ചെയ്തിട്ട് എന്താണ്, cell wall formation നടക്കുന്നുണ്ട്. That is cellular endosperm. Each division of nuclei is immediately followed by cell division. Complete cell walls are laid from the very beginning. Solid cellular masses obtained. No such vacuole is formed generally. Example, basum, datura, petunia. Nuclear law, central vacuole is formed initially when ultimately disappear with a few exceptions. But wheat, maize, rice ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ന്യൂക്ലിയർ എൻഡോസ്പേം ആണ്. സെല്ലുലാർ ലോ, ഡച്ചുറയിലൊക്കെയാണ് സെൽ വോൾ ഫോർമേഷൻ ആഫ്റ്റർ നടക്കുന്നു. ഈ ഹീലോബിയൽ എന്ന് പറയുമ്പം രണ്ടും കൂടെ മിക്സ് ആയിട്ട്, ഇപ്പം നമ്മുടെ നോർമൽ നമ്മൾ കറിക്കൊക്കെ ചിരകുന്ന തേങ്ങ എടുത്താൽ അതിൽ വെള്ളവുമുണ്ട്, സെൽ വോൾ ഫോർമേഷൻ നമുക്ക് കാണാം. സോ ഫ്രീ ന്യൂക്ലിയർ സ്റ്റേറ്റും അതിൻ്റെ കൂടെ തന്നെ തേങ്ങയും കാണുന്നുണ്ട്. അവിടെ എന്താ, സെൽ വോൾ ഫോർമേഷൻ നടന്നിട്ടുണ്ട്. സോ രണ്ടും കൂടെ ഒന്നിച്ച് കാണുന്ന കണ്ടീഷനാണ് എന്താ, ഹീലോബിയൽ എൻഡോസ്പേം എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി 3 ടൈപ്സ് ഓഫ് എൻഡോസ്പേം. ഓക്കെ, ഹോപ്പ് യു ഗെറ്റ് ദി ഐഡിയ. ലൂണ സാങ്സ് കിട്ടിയില്ലേടാ? So now we are moving to the next topic, organism and population. Organism and population lekku poyalo. Ready? Yeah. So next chapter ആണ് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണും. കംപ്ലീറ്റ് PYQs തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ PYQs ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ചെയ്യാം. റെഡി? യെസ്. സോ വി ആർ മൂവിങ് ടു ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ. ചായ കുടിക്കാനും വെള്ളം കുടിക്കാനും പോയവരൊക്കെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരിക, കം ബാക്ക് എന്ന് പറയാം. ഓക്കെ, യെസ്. സോ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ നോക്കുന്ന സമയത്ത് വി ക്യാൻ സി മെയിനായിട്ട് നമുക്കതിൽ ഫസ്റ്റ് ഫാക്ടേഴ്സ് പഠിക്കാനുണ്ട്. ഏജ് പിരമിഡ്സ് കാര്യങ്ങൾ, പിന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റി, പോപ്പുലേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സർട്ടൻ ഫാക്ടേഴ്സ്, നേറ്റാലിറ്റി, മോർട്ടാലിറ്റി, ഇമിഗ്രേഷൻ, എമിഗ്രേഷൻ. ദെൻ ഇക്വേഷൻസ് കുറേ നമുക്ക് പഠിക്കാനുണ്ട്. വാട്ട് ഈസ് പോപ്പുലേഷൻ ഡെൻസിറ്റി ആൻഡ് ദ ഇക്വേഷൻ ആൻഡ് ദ പാരാമീറ്റേഴ്സ് ടു ഫൈൻഡ് ഔട്ട് ദ പോപ്പുലേഷൻ ഡെൻസിറ്റി. ആൻഡ് ഫർദർ വി ഹാവ് ടു ലേൺ അബൌട്ട് ദ ഡിഫറെൻറ്റ് ഗ്രോത്ത് മോഡൽസ്, ലോജിസ്റ്റിക് ഗ്രോത്ത്, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. ആൻഡ് ഫൈനലി ദ മേജർ ടോപ്പിക്, ദ മേജർ വെയിറ്റേജ് ഈ ചാപ്റ്ററിൽ കിടക്കുന്നത് പോപ്പുലേഷൻ ഇൻ്ററാക്ഷനിലാണ്. മ്യൂച്വലിസം, പ്രെഡേഷൻ, പാരസൈറ്റിസം, കോമ്പറ്റീഷൻ, ഇതൊക്കെ നമുക്ക് അതിൽ ഇൻട്രാക്ഷൻസ് പഠിക്കാനുണ്ട്. സോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. വെരി സ്മോൾ ചാപ്റ്റർ, ബട്ട് വി ഹാവ് ലോട്ട് മച്ച് കോൺസെപ്റ്റ്സ് ഇൻ ദിസ് ചാപ്റ്റർ. ആൻഡ് ക്വസ്റ്റ്യൻ വരുന്ന പാറ്റേണിൽ ഡിഫറൻസ് വരും, അതുകൊണ്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി വി ഹാവ് ടു ആൻസർ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Swati was growing a bacterial colony in a culture flask under ideal laboratory condition. Where the resources are replenished, which of the following equations will represent the growth in this case? ഇപ്പോൾ സ്വാതി ഒരു ബാക്ടീരിയൽ കോളനി കൾച്ചർ പ്ലേറ്റിൽ, കൾച്ചർ ഫ്ലാസ്കിൽ ഡെവലപ്പ് ചെയ്യാണ് ഐഡിയൽ ലബോറട്ടറി കണ്ടീഷൻസിൽ. വേർ ദ റിസോഴ്സസ് ആർ റീപ്ലനിഷ്ഡ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ വിൽ റെപ്രസെന്റ് ദ ഗ്രോത്ത് എന്നാണ്. വെൻ പോപ്പുലേഷൻ സൈസ് n, ബർത്ത് റേറ്റ് ഇസ് b, ഡെത്ത് റേറ്റ് ഇസ് d, യൂണിറ്റ് ടൈം പീരിയഡ് ഇസ് t ആൻഡ് ക്യാരിങ് കപ്പാസിറ്റി ഇസ് k. അപ്പോൾ ഇതിൽ ഏതാ കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ എ ഓ, dn/dt = kn ഓ, അങ്ങനെ ഒരു ഇക്വേഷൻ ഏതാ? ആലോചിച്ച് ആൻസർ പറയൂ. തിങ്ക്. മെസ്സേജ് റിട്രാക്ട് ചെയ്യുന്നുണ്ട്. എടാ തെറ്റിപ്പോയാൽ അത് വിട്ടോ, കുഴപ്പമില്ല. യു ഹാവ് ടു റൈറ്റ് ദി കറക്റ്റ് ആൻസർ. തെറ്റിയത് മറ്റൊരു കറക്റ്റ് ആൻസർ പറഞ്ഞാൽ മതി. ഇവിടെ ഐഡിയൽ കണ്ടീഷനാണ് അല്ല, റിസോഴ്സസ് നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. വി ആർ റീപ്ലനിഷിംഗ് ദ റിസോഴ്സസ്. അപ്പോൾ റിസോഴ്സസ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നുണ്ട്. പ്രോപ്പർ ഐഡിയൽ കണ്ടീഷൻസിലാണ് ബാക്ടീരിയ വളരുന്നത്. അപ്പം റിസോഴ്സസ് കണ്ടിന്യൂസ് ആയിട്ട് വളരുമ്പം ഇതെന്താ കാണിക്കുന്നത്?
ഇത് കണ്ടിന്യൂസ് ഒരു ഗ്രോത്ത് കാണിക്കുന്നത്. ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് കാണിക്കുമ്പോൾ ഇതാണ് ഗ്രാഫ് വരിക. ദാറ്റ് മീൻസ് ജെ ഷേപ്ഡ് കർവ് ആണ് വരിക. ജെ ഷേപ്ഡ് കർവ് വരുമ്പം അതൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ ഇക്വേഷൻ? പറഞ്ഞാട്ടെ വേഗം. വാട്ട് ഈസ് ദ ഇക്വേഷൻ? dn/dt is equal to Rn ആണ് വരിക അല്ലേ? dn/dt is equal to Rn, where R is intrinsic rate of natural increase and n is the population density. So ഇങ്ങനെ എക്സ്പൊണൻഷ്യൽ ആയിട്ട് ഗ്രോത്ത് നടക്കുന്നത് കൊണ്ട് തന്നെ ഇതാണ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്, ജെ ഷേപ്ഡ് കർവ് എന്ന് നമ്മൾ പറയും. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. dn/dt is equal to Rn. നെക്സ്റ്റ് വൺ ഒരു പിരമിഡ് തന്നിട്ടുള്ളത്. നമ്മൾ ഏജ് പിരമിഡ്സ് പഠിക്കുന്നുണ്ട്. കാരണം പോപ്പുലേഷൻ ഡെൻസിറ്റിക്ക് വലിയൊരു ചേഞ്ച് വരുത്താൻ കാരണമാണിത് ഏജ് പിരമിഡ് എന്ന്. അപ്പോൾ ഒരു പോപ്പുലേഷൻ ഗ്രോ ചെയ്യാനും അത് റെഡ്യൂസ് ചെയ്യാനും അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫേസിലുള്ളതിനനുസരിച്ചിരിക്കും. സോ ലെറ്റ് സി, ഗിവൻ ആസ് ആൻ ഏജ് പിരമിഡ് ഓഫ് എ പോപ്പുലേഷൻ in one of the states in India as per 2011 census, 2011 സെൻസസിലെ ഒരു സ്റ്റേറ്റിൻ്റെ പിരമിഡാണ്. ഇറ്റ് ഡിപ്പിക്സ് ദ മെയിൽ പോപ്പുലേഷൻ ഓൺ ലെഫ്റ്റ് ഹാൻഡ്. ഇവിടെ മെയിലാണ് കാണിക്കുന്നത്, ഫീമെയിൽ പോപ്പുലേഷൻ ഓൺ ദി റൈറ്റ് ഹാൻഡ്. ന്യൂബോൺസ് ടുവേർഡ്സ് ദ ബേസ് and gradually increasing the age group as we move from base to top with the oldest population at the top. Old ടോപ്പിലാണ്. അതായത് പ്രീ റീപ്രൊഡക്റ്റീവ് താഴെ, റീപ്രൊഡക്റ്റീവ്, മോസ്റ്റ് റീപ്രൊഡക്റ്റീവ്, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റഡി ദിസ് പിരമിഡ് ആൻഡ് കമന്റ് അപ്പോൺ ദ അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ദ അസേർഷൻ ആൻഡ് റീസൺ. ഇത് വെച്ചിട്ട് അസേർഷൻ റീസൺ ആണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. പ്രീ റീപ്രൊഡക്റ്റീവ് ദെൻ പോസ്റ്റ് റീപ്രൊഡക്റ്റീവ്. Assertion, it is a stable population. Reason, pre-reproductive and reproductive individuals are almost in equal number. Pre-reproductive and reproductive are almost in equal number. Post-reproductive individuals are relatively fewer. Okay. അപ്പോൾ ഇത് ഏതാ മക്കളെ? കറക്റ്റ് ആൻസർ ഏതാ? അസേർഷൻ റീസൺ തന്നിട്ടുള്ളത് എ ഈസ് കറക്റ്റ് ആണോ, ആർ ഈസ് കറക്റ്റ് ആണോ? ഓപ്ഷൻ എ ആണ് വരിക. കാരണം ഇറ്റ് ഇസ് എ സ്റ്റേബിൾ പോപ്പുലേഷൻ അല്ലേ? ഗിവൺ ഡയഗ്രാം ഒരു ബെൽ ഷേപ്ഡ് ഏജ് പിരമിഡാണ് കാണിക്കുന്നത്. പോപ്പുലേഷൻ സൈൻസ് റിമെയിൻ സ്റ്റേബിൾ, ദാറ്റ് ഈസ് നെയ്തർ ഗ്രോയിങ് നോർ ഡിമിനിഷിങ്. അപ്പോൾ അസേർഷൻ ഇസ് ട്രൂ ആൻഡ് റീസൺ ഇസ് ട്രൂ ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്നും നമുക്ക് പറയാം. നെക്സ്റ്റ്, ഇമ്പോർട്ടൻറ്റ് ആട്രിബ്യൂട്ട്സ് ബിലോങ്ങിങ് ടു എ പോപ്പുലേഷൻ ബട്ട് നോട്ട് ആൻഡ് ടു ആൻ ഇൻഡിവിജ്വൽ. ഓക്കെ, പോപ്പുലേഷനുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? ബട്ട് നോട്ട് ടു ആൻ ഇൻഡിവിജ്വൽ. പോപ്പുലേഷന്റെ ആട്രിബ്യൂട്ട്സ് ഇതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, മെയിൽ ആൻഡ് ഫീമെയിൽ, ബർത്ത് ആൻഡ് ഡെത്ത്, സെക്സ് റേഷ്യോ. ഏതാ? നല്ലോണം ആലോചിച്ചിട്ടൊക്കെ ആൻസർ പറയണേ. യു ഹാവ് ടു റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി. നേരത്തെ പറഞ്ഞ പോലെയൊക്കെ ചാടിക്കറി ആൻസർ പറയരുത്. റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി, റീഡ് ദ ഓപ്ഷൻസ് കെയർഫുള്ളി, ദെൻ ഓൺലി യു നീഡ് ടു ആൻസർ ദി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, എസ്പെഷ്യലി മൾട്ടിപ്പിൾ ചോയ്സും അസേർഷനും. Never write at a glance by seeing the question. Read the question carefully, read the options very much carefully. എന്നിട്ട് എന്ത് ചെയ്യണം? Avoid the wrong options and came into the right option. ഓപ്ഷൻ ഡി ആണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ്. കാരണം എന്താണ്? ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ് പോപ്പുലേഷന്റെ ആട്രിബ്യൂട്ട്സ് ആണ്. സെക്സ് റേഷ്യോ അതെ, ബട്ട് ബർത്ത്, ഡെത്ത് ആൻഡ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഡിവിജ്വലിനെ റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്. Next one, list and explain any two factors that lead to a decrease in the population density of an area. പോപ്പുലേഷന്റെ ഡെൻസിറ്റിനെ ഡിക്രീസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 2023 ക്വസ്റ്റ്യൻ ആട്ടോ. പറഞ്ഞോ. പ്രീവിയസ് ക്വസ്റ്റ്യൻസും സാമ്പിൾ ക്വസ്റ്റ്യൻസും ഒക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ മാക്സിമം ഇതിൽ പറയുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് പറഞ്ഞേ, വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ? എക്സ്പ്ലെയിൻ ടു ഫാക്ടേഴ്സ് ഡിക്രീസ് ദ പോപ്പുലേഷൻ ആണ്. എമിഗ്രേഷൻ, മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയണ്ടടാ, മോർട്ടാലിറ്റി കേട്ടോ. എമിഗ്രേഷൻ ഉണ്ട്, ദെൻ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ അതെന്താ? അത് ഡെത്ത് റേറ്റ് ആണ്. ഡെത്ത് റേറ്റിനെയാണ് നമ്മൾ മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. സോ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ മതി, മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയണ്ട. അപ്പം ഇതാണ് എമിഗ്രേഷനും മോർട്ടാലിറ്റി. ഇതാണ് എന്താ? ഡിക്രീസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇനി അങ്ങനെയാണെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാ?
4 നമ്മൾ പഠിക്കുന്ന എമിഗ്രേഷൻ, മോർട്ടാലിറ്റി. അങ്ങനെയാണെങ്കിൽ വിച്ച് ഇസ് ദി ഇൻക്രീസിങ്? എമിഗ്രേഷനും മോർട്ടാലിറ്റിയും ഡിക്രീസിങ് ഫാക്ടർ ആണെങ്കിൽ ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി, ഒരു ഏരിയയിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂട്ടാൻ, ഇൻക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നേറ്റാലിറ്റിയും then immigration. Okay, very good. So population density increases by natality and immigration decreases by emigration and mortality. Okay, then എന്താണ് ഇമിഗ്രേഷൻ എന്ന് അറിയാലോ? മോർട്ടാലിറ്റി ഇസ് ദ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ദ പോപ്പുലേഷൻ ഡ്യൂറിംഗ് എ ഗിവൻ പീരീഡ്. എമിഗ്രേഷൻ ഇസ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ഓഫ് പോപ്പുലേഷൻ ഹു ലെഫ്റ്റ് ദ ഹാബിറ്റാറ്റ് ആൻഡ് ഗോൺ എൽസ്വെയർ ഡ്യൂറിംഗ് ദി ടൈം പീരീഡ്. ഇതാണ് എമിഗ്രേഷനും മോർട്ടാലിറ്റിയും. നെക്സ്റ്റ് 2021-22 ടേം 2 ക്വസ്റ്റ്യൻ ആണ്. ആസ് പെർ എ റീസെന്റ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എ പെർട്ടിക്കുലർ കൺട്രി ഷോർട്ട് ഡിക്ലൈനിങ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. അക്കോർഡിംഗ് ടു യു വാട്ട് കുഡ് ബി ദ 2 മോസ്റ്റ് പോസിബിൾ റീസൺ ഫോർ ദിസ് ഡിക്ലൈൻ ആൻഡ് വൈ? പോപ്പുലേഷൻ കുറയാൻ, ഡിക്ലൈൻ ചെയ്യാനുള്ള, ഗ്രോത്ത് റേറ്റ് കുറയാൻ ചാൻസ് ഉള്ള 2 റീസൺസ് ഏതൊക്കെയാണ് എന്നാണ്. ഒന്ന് നമുക്കറിയാം, മോർ ഡെത്ത് റേറ്റ് വരുന്നതും മോർ എമിഗ്രേഷൻ വരുന്നതും അല്ലേ? അപ്പം ഒന്ന് മോർ ഡെത്ത് റേറ്റ് ഓർ മോർട്ടാലിറ്റി ദാൻ ബർത്ത് റേറ്റ് ഓർ നേറ്റാലിറ്റി. ഡെത്ത് റേറ്റ് കൂടുന്നത് ഈ പറയുന്നതിന് ഒരു റീസൺ ആണ്, പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയാൻ. എമിഗ്രേഷൻ, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ഓഫ് പോപ്പുലേഷൻ ഹു ലെഫ്റ്റ് ദ ഹാബിറ്റാറ്റ് ഗോൺ എൽസ്വെയർ ഡ്യൂറിംഗ് ദ ടൈം പീരീഡ് അണ്ടർ കൺസിഡറേഷൻ എക്സീഡ് ദ ഇമിഗ്രേഷൻ. അപ്പം ഇമിഗ്രേഷനേക്കാൾ കൂടുതൽ എമിഗ്രേഷൻ ആണെങ്കിൽ അതും പോപ്പുലേഷൻ ഡെൻസിറ്റിനെ കുറയ്ക്കാം. Then hence population decrease when there is greater number of death plus number of immigrant than the number of the birth plus the number of immigrant. അപ്പം ഡെത്ത് റേറ്റ് പ്ലസ് എമിഗ്രേഷൻ കൂടുതലാണ് ബർത്തിനേക്കാളും ഇമിഗ്രേഷനേക്കാളും എങ്കിൽ അതിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ത് ചെയ്യും? ഡിക്രീസിങ്ങിലായിരിക്കും. സോ population density decreases while death rate plus immigration is more than birth rate than immigration. Okay, observe the schematic representation given below and answer the following question. A and B identify ചെയ്യണം. അപ്പം നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റിയും അതിൻ്റെ ഫാക്ടേഴ്സ്, ആട്രിബ്യൂട്ട്സ് വെച്ച് ഇത്രയും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. പലപ്പോഴായിട്ട് റിപ്പീറ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആണിത്. സോ ക്യാൻ യു സേ വിച്ച് ഈസ് ഐഡന്റിഫൈങ്? എ ആൻഡ് ബി എന്നാണ് ചോദ്യം. ഇതിൽ ഏതാണ് എ ആൻഡ് ബി? What is A and B? Identify A and B. Calculate the growth rate of bacteria in a curd sample where 1 million bacteria increased to 2 million within a period of time 1 hour. അപ്പം നമുക്കൊരു പ്രോബ്ലം ചെയ്യാനുണ്ട്, എ ആൻഡ് ബി ഐഡൻറ്റിഫൈ ചെയ്യാനുമുണ്ട്. എമിഗ്രേഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പം എ എന്ന് പറയുന്നത് കൂടുന്നതാണ് അല്ലേ? പോപ്പുലേഷൻ കൂടുന്നതാകുമ്പോൾ ബി എന്ന് പറയുന്നത് ഏതാ വരിക? യെസ്, ബി നേറ്റാലിറ്റി ആൻഡ് എ എന്ന് പറയുന്നത് മോർട്ടാലിറ്റി. ബി നേറ്റാലിറ്റി കാരണം പോപ്പുലേഷനെ കൂട്ടുന്നതാണ്. എ എന്ന് പറയുന്നത് മോർട്ടാലിറ്റി, പോപ്പുലേഷൻ ഡിക്രീസ് ചെയ്യുന്നതാണ്. സോ ഈ രീതിയിൽ നമുക്ക് ആൻസർ എഴുതാം. അപ്പം calculate the growth rate of bacteria in a curd sample. 1 million bacteria increased to 2 million within a period of 1 hour. അപ്പോൾ എത്ര ഗ്രോത്ത് റേറ്റ് എത്ര പറയാം? എന്താണ് ഇവിടുത്തെ ഗ്രോത്ത് റേറ്റ്? 1 million ആയിരുന്ന ബാക്ടീരിയ 2 million ആയി. 2/1 എന്ന് പറയുമ്പോൾ എത്ര വരും? 2 തന്നെ അല്ലേ? സോ വിത്തിൻ എ പീരീഡ് ഓഫ് 1 അവറിലാണ്, ടൈം പീരീഡ് 1 ആണ് തന്നിട്ടുള്ളത്. സോ 1 ടൈം പീരീഡ് 1 അവറിൽ ചേഞ്ച് വരുമ്പോൾ എത്ര റേറ്റ് വരും? ഇരട്ടിച്ചു അല്ലെ? ഡബിൾഡ് റേറ്റ് ആണ് വന്നിട്ടുള്ളത്. സോ ഇരട്ടിക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആ ഒരു ഗ്രോത്ത് സാമ്പിളിൽ ഇരട്ടിക്കുമാണ് വന്നിട്ടുള്ളത്. What would be the best method to measure the total population density or number of fishes in river? റിവറിലുള്ള ഫിഷസിൻ്റെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഫിഷസിനെ കോട്ട് ചെയ്തതിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ എടുക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. ദ ബെസ്റ്റ് മെത്തേഡ് ടു മെഷർ ടോട്ടൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഓർ നമ്പർ ഓഫ് ഫിഷസ് ഇൻ റിവർ ഇസ് ഫിഷ് കോട്ട് പെർ ട്രാപ്പ്.
അല്ലേ, വലയിൽ എത്ര മീൻ പിടിക്കപ്പെട്ടു, അതായത് ഫിഷ് കോട്ട് പെർ ട്രാപ്പ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യാം. ദിസ് ഇസ് ആൻ ഇന്റയർ മെത്തേഡ് ഓഫ് കൗണ്ടിങ് പോപ്പുലേഷൻ ഡെൻസിറ്റി നോൺ as a relative density. This method is adopted when there is large population of fish in a river and counting is almost impossible. അപ്പോൾ മെത്തേഡ് is adopted when there is a large population of fish in river and counting is almost impossible. ഈ രീതിയിലാണ് പോപ്പുലേഷൻ മാറുന്നത്. അപ്പം ബെസ്റ്റ് മെത്തേഡ് ടോട്ടൽ പോപ്പുലേഷൻ കൺസിഡർ ചെയ്യാൻ ഫിഷിൻ്റെ കേസിൽ മോർട്ടാലിറ്റി ഫിഷ് കോട്ട് പെർ ട്രാപ്പ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, റിലേറ്റീവ് ഡെൻസിറ്റി ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. സോ റെപ്രസെൻറ്റ് മോർട്ടാലിറ്റി, ബി റെപ്രസെൻറ്റ് നേറ്റാലിറ്റി, ഗ്രോത്ത് റേറ്റ്. ഓക്കെ, ഇത് നമ്മൾ നേരത്തേതിൻ്റെ ആണ് കേട്ടോ. ബൈ ടൈം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഇരട്ടിച്ചല്ലോ റേറ്റ്. ഗ്രോത്ത് റേറ്റ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ആണ് 1/2. ഞാൻ തിരിച്ചല്ലേ പറഞ്ഞത്. ഓക്കെ, 1/2 ചെയ്യുമ്പോൾ 0.5 million per hour ആണ് വരുന്നത് ടോട്ടൽ പോപ്പുലേഷൻ കേട്ടോ. 2/1 അല്ല 1/2, എൻ്റെ മിസ്റ്റേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The graph given below A and B represent population of elephant in 2 different national parks. 2 നാഷണൽ പാർക്കിലുള്ള ഒരു ഗ്രോത്ത്, പോപ്പുലേഷൻ ഓഫ് എലഫൻറ്റിൻ്റെ ഗ്രോത്ത് ആണ് തന്നിട്ടുള്ളത്. ഒന്ന് എയും ബിയും ആണ് തന്നിട്ടുള്ളത്. ഇതിൽ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് എവിടെയാണ്? ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകും. പോപ്പുലേഷൻ ഓഫ് എലിഫന്റ് ഇയർ വൈസിൽ ഇൻക്രീസ് ചെയ്തത് ഏത് ഡയഗ്രാമാണ്? എ ആണോ ബി ആണോ? കമോൺ, എയിലാണ് പോപ്പുലേഷൻ കൂടുന്നത് അല്ലേ? യെസ്. സോ ഇഫ് 8 ഇൻഡിവിജ്വൽസ് ഇൻ എ പോപ്പുലേഷൻ ഓഫ്, അയ്യോ ഇതിൽ ക്വസ്റ്റ്യൻ മാറി പോയിട്ടുണ്ട്. Graph A represents exponential or geometric growth pattern of elephant population. In this national park, elephants are provided unlimited resource in habitat, hence they reach enormous number in the absence of checks. അപ്പോൾ റിസോഴ്സസ് കിട്ടുന്നുണ്ട്, ചെക്സിൻ്റെ ആബ്സെൻസ് ഒക്കെ ഉണ്ട് എങ്കിൽ ഗ്രാഫ് എ ആണെന്ത് കണ്ടിന്യൂസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദി എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് ഗ്രാഫ് എ കാണിക്കുന്നത്. ഇനിയോ ഗ്രാഫ് ബി റെപ്രസെന്റ് എ ഡിക്ലൈനിങ് കർവ് where number of element is decreasing from 1970 to 2010. കണ്ടില്ലേ, ഒരു ഡിക്രീസ് ആണ് നമ്മൾ കാണുന്നത്. കുഡ് ബി മെനി റീസൺ ബിഹൈൻഡ് ദ ഗ്രാഫ്. ലാക്ക് ഓഫ് ന്യൂട്രിയന്റ് റിസോഴ്സ്, കോമ്പറ്റീഷൻ, ഫ്രാഗ്മെന്റേഷൻ, urbanization, poaching, etc. Search in poaching for ivory and began around 1970 and 1980s has been main reason for the decline, while habitat loss due to fragmentation, urbanization poses an increasingly serious long-term threat to the species. അപ്പം ഈ രണ്ട് ഗ്രാഫിനെ കമ്പയർ ചെയ്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് എ എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് കർവ് ആണ് ആൻഡ് ബിയിൽ നമുക്ക് കാണാം ഡിക്ലൈനിങ് കർവ് ആണ് കാണിക്കുന്നത്. അപ്പം പല കാരണങ്ങൾ കൊണ്ടാവാം ഈ ഒരു ചേഞ്ച്. ഇനി 10th question. If 8 individuals in a population of 80 butterflies die in a week, calculate the death rate of population of butterfly. നമുക്ക് ഡെത്ത് റേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 8 ഇൻഡിവിജ്വൽസ് ഓഫ് 80 ബട്ടർഫ്ലൈസ് ആണ് ഡൈ ചെയ്തിട്ടുള്ളത്. അപ്പം എന്താണ് മോർട്ടാലിറ്റി അല്ലേ? കാൽക്കുലേറ്റ് ദ ഡെത്ത് റേറ്റ് ആണ് നോക്കേണ്ടത്. അപ്പം നോക്കാം, 8/80 0.1 ആണെന്ത് ബട്ടർഫ്ലൈസ് പെർ വീക്ക് നോക്കിയിട്ടുള്ളത്. അപ്പം ഇവിടുത്തെ ചേഞ്ച് കാണിക്കുന്ന എത്രയാ? ഇൻ എ വീക്കാണ്. അപ്പം 8/80 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.1 ബട്ടർഫ്ലൈസ് പെർ വീക്കാണ് നമുക്ക് കിട്ടുക. യെസ്. ഇനി ഹൗ വിൽ യു മെഷർ പോപ്പുലേഷൻ ഡെൻസിറ്റി ഓഫ് ഫിഷ് ഇൻ എ ലേക്ക്? നമ്മൾ നേരത്തെ കണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇൻ എ പോണ്ട് ദർ ആർ 100 frogs, 20 more were born in a year. Calculate the birth rate of this population. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഫിഷ് കോട്ട് പെർ ലേക്ക് അല്ലേ? നമുക്ക് പോപ്പുലേഷൻ ഡെൻസിറ്റി ഓഫ് ഫിഷ് ലേക്ക് ക്യാൻ ബി മെഷർഡ് ബൈ നമ്പർ ഓഫ് ഫിഷ് പെർ ട്രാപ്പ് ഇൻ എ ലേക്ക്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് റിലേറ്റീവ് ഡെൻസിറ്റി യൂസ് ചെയ്തിട്ട് പോപ്പുലേഷൻ ഐഡന്റിഫൈ ചെയ്യാം. പോണ്ടിൽ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രോഗ് 100 ആണ്. നമ്പർ ഓഫ് ഫ്രോഗ്സ് ബോൺ ഇൻ ഇയർ 20 ആണ്. സോ 20/100 ചെയ്യുമ്പോൾ 0.2 ഓഫ് സ്പ്രിങ്സ് ഓഫ് ആണ് ചെയ്യുക. അപ്പം നേറ്റാലിറ്റി മോർട്ടാലിറ്റി കാണുമ്പോൾ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഫ്രോഗ്സ് എത്രയാണ് ആഡ് ഓൺ ചെയ്തത് ബൈ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അതിൻ്റെ ഓഫ് സ്പ്രിങ്സ് പെർ ഇയർ കിട്ടാൻ പറ്റും, അല്ലെങ്കിൽ പെർ വീക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഓർത്ത് വെക്കുക, എത്ര ആഡ് ഓൺ ചെയ്തോ ബൈ ടോട്ടൽ നമ്പർ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ കൗണ്ട് കിട്ടുന്നത്. 2024 റീസൺ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് ഈസ് എൻഷുർഡ് ദാറ്റ് ഓർക്കിഡ് ഒഫയറസ് ഇസ് പോളിനേറ്റഡ് ബൈ എ സ്പെസിഫിക് സ്പീഷീസ് ഓഫ് ബി. എങ്ങനെയാണ് ഇവർ പോളിനേറ്റ് ചെയ്യുന്നത്? ആ പോളിനേഷൻ്റെ മെക്കാനിസം ഏതാ?
നമ്മൾ 2 ടേംസ് പഠിക്കുന്നുണ്ട്. അതേതാണെന്ന് വേഗം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തേ. ഒഫിയറസ് ഓർക്കിഡിൽ കാണിക്കുന്ന മ്യൂച്വലിസം ആണ് നമ്മളിവിടെ കാണുന്നത്. ഈ മ്യൂച്വലിസത്തിന് പെർട്ടിക്കുലർ ആയിട്ട് 2 ടെർമിനോളജീസ് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഏതാ? Come on. ഒഫിയറസ് ഓർക്കിഡിൽ കാണുന്ന ഈ ഒരു മെക്കാനിസത്തിന് എന്താ പറയുന്നത്? ഫ്ലവർ റിസംബിൾസ് ടു ഫീമെയിൽ ഫ്ലവർ എന്നാണോ, അത് ബി റിസംബിൾസ് ടു ഫീമെയിൽ ഫ്ലവർ എന്നാണോ? ഫ്ലവർ റിസംബിൾസ് ടു ഫീമെയിൽ ബി ആണ് അല്ലേ? 2 ടെർമിനോളജീസ്, 2 സയന്റിഫിക് ടേം ആണ് ഞാൻ ചോദിക്കുന്നത്. ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ വരുമ്പോൾ എന്താ നമ്മളതിനെ പറയുന്നത്? 2 ഒരു സയന്റിഫിക് ടേംസ് വരുന്നുണ്ടല്ലോ. 2 ടേം നമ്മൾ NCERT പഠിക്കുന്നുണ്ട്. യെസ്, വെരി ഗുഡ് ഡെഡ്ലി ലല്ലബി. സെക്ഷൽ ഡിസീറ്റ് അല്ലെ? സെക്ഷൽ ഡിസീറ്റ് ഇൻ ഒഫിയറസ് ഓർക്കിഡ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ആൻഡ് ഇവർ ചെയ്യുന്ന പ്രോസസ് എന്താണ്? ഇവർ സ്യൂഡോ കോപ്പുലേറ്റ്സ് ആണ് ചെയ്യുന്നത് അല്ലെ? സ്യൂഡോ കോപ്പുലേഷൻ ആണ് ചെയ്യുന്നത്. സോ ഓർക്കിഡ് ഒഫിയറസ് എംപ്ലോയീസ് സെക്ഷൽ ഡിസീറ്റ്. എന്താണ്? Sexual deceit to get pollinated by the species of bee. One petal of flower resembles female of the bee in size, color and markings. Male bee attracted and pseudo-copulate the flower, get dusted with the pollen. When same bee pseudo-copulate with the other flower, it transfers through the pollens to it. അപ്പോൾ 2 ടെർമിനോളജീസ് ഇവിടെ എഴുതിയാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ഒന്ന് സെക്ഷൽ ഡിസീറ്റ്, രണ്ടാമത്തേത് സ്യൂഡോ കോപ്പുലേഷൻ. ആ 2 ടേംസ് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ കാര്യം അറിയാം എന്നുള്ളത് എക്സാമിനറിന് മനസ്സിലാവുള്ളൂ. സോ യു ഹാവ് ടു പോയിന്റ് ഔട്ട് ദി പെർട്ടിക്കുലർ ടെർമിനോളജീസ് ഫോർ ദിസ് ക്വസ്റ്റ്യൻ. റെഡി? Then describe co-evolution with the help of this example. ഇതിൻ്റെ തന്നെ സബ് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഡിസ്ക്രൈബ് co-evolution. വാട്ട് ഈസ് co-evolution? നമുക്ക് ഈ ഒരു സെക്ഷൽ ഡിസീറ്റ് അല്ലെങ്കിൽ ഫീമെയിൽ ബി ഒഫിയറസ് ഓർക്കിഡിൽ സ്യൂഡോ കോപ്പുലേഷൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെ പോലെ തന്നെ കോ എവല്യൂഷൻ എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം? വാട്ട് ഈസ് കോ എവല്യൂഷൻ? ഹൗ ക്യാൻ വി എക്സ്പ്ലെയിൻ ദ കോ എവല്യൂഷൻ ഇൻ ദ കേസ് ഓഫ് ഒഫിയറസ് ഓർക്കിഡ്? എനിബഡി? പോരട്ടെ ആൻസേഴ്സ് പോരട്ടെ. If the female bee's characteristic change but in the flower doesn't evolve, then there wouldn't. അല്ലേ? യെസ്. കോ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് 2 ഇന്ററാക്ഷൻസ് ആണ് കാണുന്നത്. അപ്പം ഒഫിയറസ് ഓർക്കിഡ് എന്ന് പറയുന്ന ഫ്ലവറിന് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുവാണ്, അല്ലെങ്കിൽ ബീക്ക് ഒരു ചേഞ്ച് വരികയാണെന്ന് വിചാരിച്ചോളാം. ഫീമെയിൽ ബീക്ക് ചേഞ്ച് വരുമ്പോൾ അതിനനുസരിച്ച് ഫ്ലവർ ചേഞ്ച് ആയാൽ മാത്രമേ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുള്ളൂ. സോ ദാറ്റ് മീൻസ് if female bee pattern changes during evolution, flower needs to co-evolve to resemble the female bee to get pollinated. ഫ്ലവറിൻ്റെ പാറ്റേൺ മാറിയാൽ ബീയുടെ പാറ്റേൺ മാറിയാൽ ഫ്ലവറും അതിനനുസരിച്ച് മാറിയാലേ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ദാറ്റ് ഈസ് ദി കോ എവല്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, സ്റ്റഡി ദ സ്കിമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഗിവൻ എബവ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ABCD ആണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി കൂട്ടുന്നത് നെറ്റാലിറ്റി, ബി എന്ന് പറയുന്നതോ അപ്പം മോർട്ടാലിറ്റി. Then when population density at a time t is n as shown above, write the population density at time t plus 1 in the form of an equation using appropriate symbol. അപ്പം ഓപ്ഷൻ ഡി, സിയും ഡിയും നമുക്കറിയാം. സി എന്ന് പറയുന്നത് എന്താണ്? ഇമിഗ്രേഷൻ ആണ്. ഡി എന്ന് പറയുന്നത് എമിഗ്രേഷൻ ആണ്. അപ്പം നമുക്ക് ഇക്വേഷൻ ഇതാ, NT+1 ആണ്. NT+1 = NT+B+I - D+E ആണ്. സോ ഇക്വേഷൻ എന്തായാലും എഴുതാൻ പഠിച്ചു വെക്കണം. വേർ ബി നാറ്റാലിറ്റി, I ഇമിഗ്രേഷൻ, D മോർട്ടാലിറ്റി ആൻഡ് E എമിഗ്രേഷൻ, N ഈസ് പോപ്പുലേഷൻ ഡെൻസിറ്റി. ആൻഡ് ദ ഗിവൺ പിരമിഡ് B and C respectively represent
urn-shaped age pyramid with declining population, bell-shaped age pyramid with a stable population. Study the age pyramid A, B and C of human population given below and answer the questions. Okay. ഇവിടെ നോക്കുക 3 pyramids നമുക്ക് കാണാം. Identify pyramid B and C. ഇതറിയാലോ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇക്വേഷൻ കാര്യങ്ങളാട്ടോ ചോദിച്ചത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് മിസ് വേഗം പോകുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ 3 pyramids തന്നിട്ടുണ്ട്. Can you identify which is the pyramid A, B, C and D? Identify A, B, C. Identify the pyramids B and C. A നമുക്കറിയാം, B C യും പറയൂ. B ആണോ സ്റ്റേബിൾ പിരമിഡ്? നോ. ആലോചിച്ച് പറയാം. പ്രീ റീപ്രൊഡക്റ്റീവ് ആണ് കൂടുതലെങ്കിൽ അവിടെ പോപ്പുലേഷൻ എക്സ്പാൻഡ് ചെയ്യും അല്ലേ? സോ okay, B declining population, very good. And C B declining ആവുമ്പോ yes, B declining, then C stable, yes. അപ്പം ഇവിടെ A എന്ന് പറയുന്നത് എന്താണ്? എക്സ്പാൻഡിങ് പിരമിഡ് ആണ്. B declining, C stable. Write the basis on which above pyramids are plotted. B and C respectively ഏതാണ്? ഒരു urn-shaped age pyramid with declining population and a bell-shaped age pyramid with a stable population. ഈ ഒരു bell shape ആവുമ്പോൾ അതെന്താണ്? age pyramid stable ആണ്. The graphical representation called age pyramids are plotted on the basis of individual present in a population under category. അല്ലേ? 3 കാറ്റഗറി വെച്ചിട്ടാണ് നമ്മൾ ഈ പിരമിഡ്സ് ബേസ് ചെയ്ത് പറയുന്നത്. പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ്, ദെൻ റീപ്രൊഡക്റ്റീവ് ഏജ് ആൻഡ് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജ് അറ്റ് ദ ടോപ്പ്. അപ്പം 3ൻ്റെയും ഡിഫറൻസ് അനുസരിച്ച് പ്രീ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ളവരാണ് കൂടുതലെങ്കിൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഏജ് കുറവാണെങ്കിൽ ദാറ്റ് ഈസ് എക്സ്പാൻഡിങ് പോപ്പുലേഷൻ. പ്രീ റീപ്രൊഡക്റ്റീവ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, റീപ്രൊഡക്റ്റീവ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, പോസ്റ്റ് കുറവാണെങ്കിൽ ദാറ്റ് ഈസ് സ്റ്റേബിൾ പോപ്പുലേഷൻ. ആൻഡ് പ്രീ റീപ്രൊഡക്റ്റീവ് വളരെ കുറവാണെങ്കിൽ ദാറ്റ് വിൽ ബി ഡിക്ലൈനിങ് പോപ്പുലേഷൻ. സോ ഇതിൻ്റെ 3ൻ്റെ ബേസിസിലാണ് നമ്മൾ പിരമിഡ്സ് പറയുന്നത്. Study the graph given below showing the different types of growth curve of different species. Answer the questions. But graph നോക്കുക. Name the type of growth curve shown in the graph A and B. State one reason why the growth curve B is said to be logistic. What is K representing in the equation given along the logistic curve? 2020 question ആണ്. അപ്പോൾ നോക്കിക്കേ ഇവിടെ A and B തന്നിട്ടുണ്ട്. Growth curve A ഏതാണ്? Yeah, A is the exponential growth curve because that is the J-shaped curve. അല്ലേ? J-shaped ആണ്. So that is exponential. State one reason why growth curve B is said to be logistic. എന്തുകൊണ്ടാണ് logistic എന്ന് പറയാൻ കാര്യം? Because logistic growth curve is S-shaped occur when resources are limited. Logistic growth curve is more realistic one because the resource for growth most animal population finite become limiting sooner or later. നമ്മൾ ഒരു ഇക്കോസിസ്റ്റത്തിലും കാണുന്നില്ല എന്ത് ഈ പറയുന്ന റിസോഴ്സസ് ലിമിറ്റഡ് ആവാത്തത്. ഏതൊരു കണ്ടീഷൻ എടുത്താലും അവിടെ ലിമിറ്റിംഗ് റിസോഴ്സസ് വിൽ ബി സൂണർ ഓർ ലേറ്റർ. അപ്പോൾ ആ കണ്ടീഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള ലോജിക്കലി നമുക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കർവ് എന്ന് പറയുന്നത് ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് ആണ്. ദാറ്റ് ഈസ് ദി എസ് ഷേപ്ഡ് കർവ്. അപ്പോൾ ആദ്യം ഒരു എന്താണ് ലാക്ക് ഫേസ് ഉണ്ട്, പിന്നെ ലോക്ക് ഫേസ്, പിന്നെ ഒരു സ്റ്റേബിൾ ഫേസ് ആണ് കാണുക. ആൻഡ് നെക്സ്റ്റ് എന്താണ് വാട്ട് ഈസ് കെ റെപ്രസെൻറ്റിങ്? dn by dt is equal to rn into k minus n by k ആണ് പറയുന്നത്. ഇതാണ് ഇത് ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ്. സോ ദാറ്റ് ഈസ് കെ എന്ന് പറയുന്നത് ക്യാരിയിങ് കപ്പാസിറ്റി. റെപ്രസെൻറ്റ് ദി സൈസ് ഓഫ് പോപ്പുലേഷൻ എൻവയോൺമെൻറ്റ് ക്യാൻ ഹോൾഡ് ബൈ പ്രൊവൈഡിങ് നെസസറി റിസോഴ്സ്. ആവശ്യമുള്ള റിസോഴ്സസ് കൊടുത്തുകൊണ്ട് എൻവയോൺമെൻറ്റിൽ വി ക്യാൻ ദ എൻവയോൺമെൻറ്റ് ഹാവ് ദ കപ്പാസിറ്റി ടു ക്യാരി ദ റിസോഴ്സസ് ആൻഡ് ദി ഓൾ ലിവിങ് ഓർഗാനിസം. അപ്പോൾ ആ ഒരു കപ്പാസിറ്റിനെയാണ് നമ്മൾ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. Main objective of production of pest-resistant GM crop is to. Main objective of production of pest-resistant GM crops. എന്തൊക്കെയാണ് മെയിൻ ഒബ്ജക്റ്റീവ് എന്നാണ് GM ക്രോപ്സിൻ്റെ? യെസ്, എൻകറേജ് ഇക്കോ-ഫ്രണ്ട്ലി പെസ്റ്റിസൈഡ്സ്. Encourage eco-friendly pesticide. Reduce pesticide accumulation in food chain.
ഏതാണ് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് പെസ്റ്റ് റെസിസ്റ്റന്റ് GM ക്രോപ്സ്? ഇത് ബയോടെക്നോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഒന്ന് പറഞ്ഞേ, പറയാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ആൻസർ ദ ക്വസ്റ്റ്യൻ. യെസ്, പറയൂ വേഗം. Reduce pesticide accumulation in food chain ആണ് കേട്ടോ. മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് പെസ്റ്റ് റെസിസ്റ്റന്റ് GM ക്രോപ്സ് പെസ്റ്റ് അക്യുമുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് പോട്ടെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സീ anemone get attached to surface of hermit crab. This kind of population interaction exhibited in this cases. പറയൂ. സീ anemone get attached to the surface of a hermit crab. Hermit crab സീ anemone തമ്മിലുള്ള റിലേഷൻ ഏതാണ്? Which is the population interaction? മ്യൂച്വലിസം ആണോ? സീ അനമോണും ഹെർമിറ്റ് ക്രാബും ആണ്. സീ അനമോൺ ആൻഡ് ഹെർമിറ്റ് ക്രാബ് ആണ് ക്വസ്റ്റ്യൻ. ഏതാ വരിക? കമൻസാലിസം ആണ് നമ്മുടെ സിലബസ് പ്രകാരം നമ്മൾ പറയാറുള്ളത്. മ്യൂച്വലിസിസ് സിംബിയോസിസ് എന്ന് പറയുമെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ബട്ട് വി സേ കമൻസാലിസം ആണ് ഇവിടെ പറയാറുള്ളത്. ഓക്കെ, ദെൻ assertion reason നോക്കാം. assertion monarch butterfly is highly distasteful to the predators. monarch butterfly എന്താണ്? predators-ന് വളരെ distasteful ആണ്. reason butterfly has a very rough skin which is not palatable. ഏതാ correct option? both assertion reason are true, R is correct explanation. അതോ both A and R true, R is not correct explanation ആണോ? C അല്ലേ? A is true but R is false. Very rough skin ആണോ? Because of its special chemical present in the body ആണ്. കെമിക്കൽ ഉള്ളത് കൊണ്ടാണ് distasteful, അല്ലാതെ ഹാർഡ് palate body ഉള്ളത് കൊണ്ടല്ല. A tight 1-to-1 relationship between many species of a fig tree and certain wasp is an example for. fig treeയും വാസ്പും അതേതാ റിലേഷൻ? fig tree and wasp ഏതാ റിലേഷൻ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2023 ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി മ്യൂച്വലിസം ആണ്. ഫീമെയിൽ വാസ്പ് ആൻഡ് ഫിഗ് സ്പീഷ്യസ് സോ എക്സാമ്പിൾ ഓഫ് മ്യൂച്വലിസം, ടൈറ്റ് 1-to-1 റിലേഷൻ, പോളിനേറ്റഡ് സ്പീഷ്യസ് വാസ്പ് ആൻഡ് ഫിഗ് സ്പീഷ്യസ്, ഫിഗർ ക്യാൻ പോളിനേറ്റഡ് വാസ്പ് സ്പീഷ്യസ്. ഓക്കെ, റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ എനി 4 ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 4 ക്വസ്റ്റ്യൻ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. Acacia plants are particularly common in drier tropical and subtropical environment in the world. The swollen thorn acacias, which form obligate mutualism with pseudomyrmex, a species of ant, are restricted to New World. Swollen thorn acacias show several characteristics related to their obligate association with ant, including enlarged thorn with a soft, easily excavated pith, year-round leaf production. Enlarged foliar nectaries and leaflet strips modified into concentrated food sources called Beltian bodies. The thorns provide living space while foliar nectaries provide a source of sugar and liquid. Beltian bodies are a source of oil and protein. Resident ants vigorously guard these resources against encroachment by nearly all comers including other plants. ഈ പാസേജ് കേസ് സ്റ്റഡി വരുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കുക, നല്ല രീതിയിൽ തന്നെ നമ്മൾ എന്ത് വായിക്കേണ്ടതുണ്ട്? ഈ പാസേജ് വായിക്കണം. പാസേജ് നല്ല വൃത്തിയിൽ വായിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആൻസർ എഴുതാം. ഓരോ ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് തന്നെ ചോദിക്കുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തരാം. അസോസിയേഷൻ ബിറ്റ്വീൻ ദ ജീനസ് ഓഫ് അക്കേഷ്യ ആൻഡ് സിഡോമെർമിക് സ്പീഷീസ് ഓഫ് ആൻഡ് ഡിപ്പിക്ട് ദ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ നോൺ ആസ്. അക്കേഷ്യയും സ്യൂഡോമെർമിക്സും തമ്മിലുള്ള ഇന്ററാക്ഷൻ ഏതാണ് എന്നാണ്? കോമ്പറ്റീഷൻ, അമെൻസാലിസം, മ്യൂച്വലിസം, പ്രെഡേഷൻ. പ്രെഡേഷൻ ആണോ? പാരഗ്രാഫ് നന്നായിട്ട് നോക്കിയിട്ടൊന്ന് ആൻസർ പറഞ്ഞേ. സ്യൂഡോമെർമിക്സും
അക്കീഷ്യൻ തമ്മിലുള്ള ഇന്ററാക്ഷൻ ഏതാ? പറയൂ, വേഗം പറയൂ. പാരഗ്രാഫ് നല്ലോണം വായിക്കുക എല്ലാവരും. ഏതാ? മ്യൂച്വലിസം ആണ്. യെസ്, മ്യൂച്വലിസം ആണ്. ഇവിടെ നമ്മൾ കണ്ട് അണ്ടർലൈൻ ചെയ്തിരുന്നു. മ്യൂച്വലിസം. swollen thorn acacia which form obligate mutualism with pseudomyrmex. കണ്ടില്ലേ? നെക്സ്റ്റ് വൺ നോക്കുക. ഇൻ എക്സ്ചേഞ്ച് ഫോർ ഫുഡ് ആൻഡ് ഷെൽട്ടർ ആൻഡ് പ്രൊട്ടക്ട് അക്കേഷ്യസ് ഫ്രം ദ അറ്റാക്ക് ഓഫ്. എവിടുന്നാണ് ഇവർ പ്രിവെന്റ് ചെയ്യുന്നത്? ആരിൽ നിന്നാണ് ഇവരിവിടെ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. അക്കേഷ്യാസിനെ ആരാ കഴിക്കാൻ വരുന്നത്? herbivores ആണ്. So herbivore is the correct answer. Above interaction suggests that relationship between two species is an example of competitive release, competitive exclusion, co-evolution, resource partitioning. ഇവിടെ ഏതാ കറക്റ്റ് ആൻസർ വരിക? Swollen thorn acacia shows several characters related to their obligate association with that, including enlarged thorn with a soft, easily excavated with year-round leaf production, enlarged foliar nectaries, leaflet tips, thorns providing living space, while foliar nectaries provide source of sugar liquid. Belchian bodies, source of oil and protein, resident and vigorously guard these resources against encroachment by. അപ്പം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലിസ്റ്റിക് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം രണ്ടാളുടെയും മാറ്റം എന്താ ചെയ്യുന്നത്? കോ എവല്യൂഷനിലേക്കാണ് നയിക്കുന്നത്. Then removal of resident ants from the acacias will lead to. ഇതിൽ ആൻസിനെ റിമൂവ് ചെയ്യുമ്പോൾ അക്കേഷ്യസിക്ക് എന്ത് സംഭവിക്കും? reduce the growth of acacia, increase the growth of acacia, reduce population of ant species, increase population of ant species. ആന്റിനെ റിമൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓപ്ഷൻ ഏതാ വരിക? only 1 is 2 ആണോ? removal of resident ants from the acacias will lead to. എല്ലാവരും പറയൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. രണ്ടാളും മ്യൂച്വലിസ്റ്റിക് ആയിട്ട് ഇവല്യൂഷൻ നടക്കുകയാണ്. കോ എവല്യൂഷൻ നടക്കാൻ ചാൻസ് ഉള്ള രണ്ട് ഓർഗാനിസംസ് ആണ്. അതിൽ നിന്നും നമ്മൾ റെസിഡന്റ് ആൻസിനെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അക്കീഷ്യക്ക് എന്ത് സംഭവിക്കും? പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൻസ് ഉണ്ടായിരുന്നു. ഹെർബിവോഴ്സിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിവിടെ. എക്സ്ചേഞ്ച് ഫുഡ് ആൻഡ് ഷെൽട്ടർ ആൻഡ് പ്രൊട്ടക്ട് അക്കേഷ്യ ഫ്രം ദ അറ്റാക്ക്. അപ്പോൾ അറ്റാക്ക് ചെയ്യുന്നത് കൂടും അല്ലേ? അപ്പം ഈ ആൻസിനെ ഒഴിവാക്കുമ്പോൾ വാട്ട് ഹാപ്പൻ ടു അക്കേഷ്യ? റെഡ്യൂസ് ദ ഗ്രോത്ത് ഓഫ് അക്കേഷ്യ. ശരിയാണ്. അത് മാത്രമേ ഉള്ളൂ. Removal of resident ants from the acacia will lead to reduced growth of acacia and reduced population of ant species. രണ്ടാളുടെയും റിഡക്ഷൻ ആണ് കുറയുന്നത്. സോ നമുക്ക് ഏതാ പറയുക? 1 and 3 are true. കേട്ടോ? ഓപ്ഷൻ ബി ആണ് വരിക. ഇനി ഗ്രാഫ് നോക്കുക. Given below is a graphical representation of ants and acacia shoot with abundance of herbivorous insects. Herbivorous insects കൂടുമ്പോൾ conclusion drawn from the above that acacia shoot will have higher rate of growth with resident ant species. Acacia shoot will have natural effect on growth without resident ant. Acacia shoot will have higher rate of growth without resident ant species. Growth of acacia shoot is independent of resident ant species എന്നാണ് പറഞ്ഞത്. Abundance of herbivorous insects without ants and with ants ആണ് പറയുന്നത്. അപ്പോൾ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്?
The conclusion drawn from the given data is higher growth rate of acacia shoot in the presence of resident ant species while lower growth rate of acacia shoot in the absence of ant species ആണ്. അപ്പം ഇവിടെ ഓപ്ഷൻ എ ആണ് വരിക. റെസിഡന്റ് ആൻഡ് സ്പീഷ്യസ് ഉള്ള പ്രൈസ്, കാരണം ഇവർ മ്യൂച്വലിസം ആണ് കാണിക്കുന്നത്, കോഎവല്യൂഷൻ കാണിക്കുന്ന സ്പീഷ്യസുകളാണ്. അപ്പോൾ ഒരാൾ അവിടെ ഉണ്ടെങ്കിലാണ് രണ്ടാളുടെയും ഗ്രോത്ത് ഉണ്ടാവുക. സോ അക്യൂഷ്യ ഷൂട്ട് വിൽ ഹാവ് ഹയർ റേറ്റ് ഓഫ് ഗ്രോത്ത് വിത്ത് റെസിഡന്റ് ആൻഡ് സ്പീഷ്യസ്. സോ ഇവിടെ ഏതാ വരിക? ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്തത്, വൈ ഡു കാറ്റൽ ആൻഡ് ഗോഡ്സ് ജനറലി നോട്ട് ബ്രൗസ് ഓൺ കലോട്രോപ്പിസ് പ്ലാന്റ്സ് ഗ്രോയിങ് ഓൺ ആൻ അബൻഡന്റ് ഫീൽഡ്? ഗിവ് എനി റീസൺ. കലോട്രോപ്പിസ് നമ്മൾ കാണുന്നതാണ്. പ്രൊഡേഷനിൽ നമ്മൾ പ്ലാന്റ്സിൻ്റെ ചില ഫീച്ചേഴ്സ് അല്ലെ, അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ വൈ ഡു കാറ്റൽ ആൻഡ് ഗോഡ്സ് ജനറലി നോട്ട് ബ്രൗസ് ഓൺ ദ കലോട്രോപ്പിസ്? എന്തുകൊണ്ടാണ് കലോട്രോപ്പിസിൻ്റെ അടുത്ത് ഇവർ ഗ്രേസിങ്ങിന് പോവാത്തത്? Cattle and goats do not browse the calotropis plant. Justify the statement. മറ്റൊരു രീതിയിൽ ഇതാ 2023 വന്നിട്ടുണ്ട്, 21 സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ജസ്റ്റ് ചെറിയ ഡിഫറൻസിൽ. എന്തുകൊണ്ടാണ് കലോട്രോപ്പിസിന് അതിന് എന്ത് ഫീച്ചറാണ് ഉള്ളത്? വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് കലോട്രോപ്പിസ്? പറയൂ. Yeah, come on. നിങ്ങൾ കമൻ്റ് ഒന്നും വരുന്നില്ലല്ലോ. ആൻസർ പറയടാ. എന്താ കലോട്രോപ്പിസിൻ്റെ കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ശ്രദ്ധിച്ച് പഠിക്കണേ. NCERT നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുന്ന ഒരു ഭാഗമാണിത്. കലോട്രോപ്പിസിൽ എന്തുണ്ട്? കാർഡിയ ഗ്ലൈക്കോസൈഡ്സ് എന്ന കോമ്പൗണ്ട് ഉണ്ട്. കലോട്രോപ്പിസ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് highly poisonous glycosides as defense. True. So thus cattle and goat do not browse on calotropis plant growing in an abundant field. Yes. കാർഡിയ ഗ്ലൈക്കോസൈഡ്സിന്റെ പ്രസൻസ് ആണ് കലോട്രോപ്പിസിൽ ഉള്ളത്. അപ്പോൾ ഈ കാർഡിയ ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുന്ന കെമിക്കൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന കൗ ആൻഡ് കാറ്റൽസ് ഗോഡ്സ് എനിത്തിങ് വിൽ നോട്ട് ബ്രൗസ് ഓൺ ദിസ് കലോട്രോപ്പിസ്. അപ്പോൾ അതൊരു സെൽഫ് ഡിഫെൻസീവ് മെക്കാനിസം ആയിട്ടാണ്, ബിക്കോസ് ഇറ്റ് ഈസ് പോയ്സണസ്. യെസ്, വെരി ഗുഡ്, ഓപ്റ്റമിസ്റ്റിക്. അടുത്ത ഒരു ഫിഗർ ക്വസ്റ്റ്യൻ നോക്കിയേ. The figure given below show the result of a lab experiment in which two microbial species A and B belonging to same genus were grown in the 3 petri dishes having some culture medium. In petri dish species A was grown alone for 8 weeks. In petri dish 2 species was grown alone for 8 weeks. In petri dish 3 both species were grown together with the same number as petri dish 1 and petri dish 2 for 8 weeks. അപ്പോൾ കറക്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞേ. വാട്ട് കൺക്ലൂഷൻ വിൽ യു ഡ്രോ ഫ്രം ദ ഗ്രാഫ് ഇൻ ദ ടേംസ് ഓഫ് ഇമ്പാക്ട് ഓഫ് ഇന്ററാക്ഷൻ ഓൺ ഗ്രോത്ത്? എക്സ്പ്ലെയിൻ ഗിവിംഗ് റീസൺ. ഒരു മിനിറ്റ്, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക, ഞാൻ പറഞ്ഞുതരാം. യെസ്, പെട്രി ഡിഷ് 1 സ്പീഷ്യസ് എ ഗ്രോൺ എലോൺ ആണ് കാണിക്കുന്നത്. സ്പീഷ്യസ് 2 ഇതാ സ്പീഷ്യസ് ബി ഗ്രോൺ എലോൺ. രണ്ടാമത്തെ ഇതിൽ രണ്ടിൻ്റെയും ഗ്രോത്ത് ഇവർ ഒന്നിച്ച് വളർത്തിയപ്പോഴുള്ളതാണ് കാണിക്കുന്നത്. വാട്ട് കൺക്ലൂഷൻ വിൽ യു ഡ്രോ ഫ്രം ദ ഗ്രാഫ് ഇൻ ടേംസ് ഓഫ് ഇമ്പാക്ട് ഓഫ് ഇൻട്രാക്ഷൻ? ഇവിടെ കാണിക്കുന്ന ഇൻട്രാക്ഷനിൽ ഏതാണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിക്കേ,
ഈ ആദ്യം ഈ സ്പീഷ്യസ് എനെയും സ്പീഷ്യസ് ബിനെയും ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ഗ്രോ ചെയ്തപ്പോൾ ഉള്ള ഗ്രോത്തിനേക്കാളും കൂടുതൽ ഗ്രോത്ത് ആണ് ഇവർ രണ്ടുപേരും ഒന്നിച്ച് വളർത്തിയപ്പോൾ കണ്ടത്. സ്പീഷ്യസ് ബി 0യ്ക്ക് അടുത്തായിരുന്നു, ബട്ട് സ്പീഷ്യസ് എ കണ്ടോ ഗ്രോത്ത് കൂടുന്നത് 100 എബവ്, മറ്റേത് 200-അടുത്തെത്തി. സോ വെൻ ബോത്ത് ആർ ഗ്രോൺ അറ്റ് ദ സെയിം പെട്രി ഡിഷ് the growth rate has increased, അല്ലേ? രണ്ടിൻ്റെയും ഗ്രോത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഗിവൻ ഗ്രാഫ് ഷോസ് ദാറ്റ് species A and B are mutualist. Mutualism is an interaction between two organisms of different species where both interacting species are benefited. So species A when grown alone in petri dish 1 show less number of individual. However, population increased when grown along with species B. അതേപോലെ തന്നെ similar observation were made for species B. Hence it can be concluded that they exhibit mutualism. അപ്പോൾ ഇവർ ഒന്നിച്ച് ഗ്രോ ചെയ്യുമ്പോൾ അവരുടെ ഗ്രോത്ത് റേറ്റ് കൂടുന്നുണ്ട്. That means they are showing the interaction mutualism. അപ്പം ഇങ്ങനെ ഗ്രാഫ് തന്നിട്ടൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യും. നല്ല ലോജിക്കലായിട്ട് കോമൺ സെൻസോട് കൂടെ ചിന്തിച്ച് ആൻസർ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ്, റൈറ്റ് ദ ഒബ്സർവേഷൻ മെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് കോർണൽസ് ഫീൽഡ് എക്സ്പെരിമെന്റ് ഓൺ ദ ബാർണക്കിൾസ് ഓൺ ദ റോക്കി സീ കോസ്റ്റ് ഓഫ് സ്കോട്ട്ലൻഡ്. നെയിം ഇൻ 2 categories of organisms that in general are adversely affected by competition. കോർണൽ ഫീൽഡ് എക്സ്പെരിമെന്റ് ഓൺ ബാർണക്കിൾസ് ഓൺ ദ റോക്കി സീ കോസ്റ്റ് ഓഫ് സ്കോട്ട്ലൻഡ് ആണ് പറയുന്നത്. 2022 ക്വസ്റ്റ്യൻ ആണ്. Name any 2 categories of organisms that in general are adversely affected by competition. പറഞ്ഞാട്ടെ. Write the observation made at the end of cornel field experiment on barnacles എന്നാണ് പറഞ്ഞത്. cornel field experiment final theory എന്താ പറഞ്ഞത്? If it was observed that larger and competitively superior barnacle balances dominate, അല്ലേ? 2 ബർണക്കിൾസ് തമ്മിൽ കോമ്പറ്റീഷൻ നടത്തുമ്പോൾ സുപ്പീരിയർ ആയിട്ടുള്ള ബർണക്കിൾസ് എന്ത് ചെയ്യും? ഡോമിനേറ്റ് ചെയ്യും. അത് ഇൻ ഇന്റർപീഡിയൽ ഏരിയ എക്സ്ക്ലൂഡ് ദ സ്മോളർ ബർണക്കിൾ കാത്തലമസ് ഫ്രം ദാറ്റ് സോൺ. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കോമ്പറ്റീഷൻ. അപ്പോൾ കോർണൽ ഫീൽഡ് എക്സ്പെരിമെന്റ് പറഞ്ഞത് സുപ്പീരിയറും ഇൻഫീരിയറും ആയിട്ടുള്ള 2 ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യും? കമ്പീറ്റ് ചെയ്യുമ്പോൾ സുപ്പീരിയർ ആയത് അവിടെ സർവൈവ് ചെയ്യും, ഇൻഫീരിയർ ആയത് എന്ത് ചെയ്യും? അവിടെ ഡിഗ്രേഡ് ചെയ്ത് പോകും അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് പോകുമെന്നാണ് കോർണൽ ഫീൽഡ് എക്സ്പെരിമെന്റ് പറഞ്ഞത്. നെയിം ഇൻ 2 categories of organisms in general are adversely affected by competition. അതാണ് കോർണൽ ഫീൽഡിൽ പറയുന്ന ബലാനസും കാത്തലമസും. ഓക്കെ, ഇനി explain the pollination mechanism involved in co-evolution of the 2 species. നിങ്ങൾ ആൻസർ പറയുന്നുണ്ടോ? ആൻസർ പറയൂ കേട്ടോ. Explain the pollination mechanism involved in co-evolution of 2 species, namely Ophrys and its insect pollinated bees. Co-evolution എന്ന് പറയുമ്പോൾ എന്താണ്? Mediterranean orchid Ophrys employs sexual deceit to get pollination done by species of bee. One petal of its flower bear an uncanny resemblance to female of bee in size, color and marking. Male bee pseudo-copulate with flower, thereby pollinate the flower. അപ്പോൾ രണ്ടിലും co-evolution, pseudo-copulation, Ophrys അല്ലെങ്കിൽ sexual deceit, ഈ 3 ടേംസ് ആണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. Mention how plants develop mechanical and chemical defense against herbivores to protect themselves with the help of one example of each. നമ്മളിപ്പോൾ പറഞ്ഞ കാർഡിയോഗ്ലൈക്കോസൈഡ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? എനിമീൻ്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റത്തില്ല. സോ ഇറ്റ് ക്യാൻ നോട്ട് റൺ അവേ ഫ്രം ദ പ്രിഡേറ്റേഴ്സ് ഓർ ഹെർബിവോർ. ദേ ദെർഫോർ ഹാവ് ഇവോൾവ്ഡ് ആസ് ആൻ അസ്റ്റോണിഷിംഗ് വെറൈറ്റി ഓഫ് മോർഫോളജിക്കൽ, മെക്കാനിക്കൽ, കെമിക്കൽ ഡിഫൻസ് അഗെയിൻസ്റ്റ് ഹെർബിവോർസ്. മെക്കാനിക്കലായിട്ട് തോൺസ് ഒക്കെ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്പൈൻസ് ഒക്കെ ഇൻ ദ കേസ് ഓഫ് അക്കേഷ്യ ആൻഡ് കാക്ടസ്. മോസ്റ്റ് കോമൺ മോർഫോളജിക്കൽ മീൻസ് ഓഫ് ഡിഫൻസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ മീൻസ്. ഇനി ഇതേപോലെ തന്നെ ദേ ഹാവ് സ്ട്രോങ് കെമിക്കൽസ് ദാറ്റ് മേക്ക് ഹെർബിവോർ sick when eaten, inhibit feeding or digestion, disrupt the reproduction or even kill it. Calotropis produce highly poisonous cardioglycosides. So plants have their own mechanical and chemical defense mechanism so they can survive from these kinds of herbivores or attacking enemies. Okay, അപ്പോൾ ഇതാണ് ഓർത്ത് വെക്കേണ്ടത്. Explain the following population interaction with the help of one example each. Brood parasitism, co-evolution, mutualism എക്സാമ്പിൾ പറയാനാണ് പറഞ്ഞത്. ബ്രൂഡ് പാരസൈറ്റിസിന് എക്സാമ്പിൾ ഏതാ പറഞ്ഞേ? സിമ്പിൾ ഈസി PC ക്വസ്റ്റ്യനാ. ഗിവ് എക്സാമ്പിൾസ് ഫോർ ബ്രൂഡ് പാരസൈറ്റിസം. പറയൂ. എവിടെ പോയി?
ആക്റ്റീവായിട്ട് ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നവരൊക്കെ എവിടെ പോയി? Come on, answer me. Cuckoo laying eggs on, അല്ലേ? കുക്കു എവിടെയാണ് ഇടുന്നത്? ലേയിങ് എഗ്സ് ഓൺ ദി ക്രോസ് നെസ്റ്റ് ആണ് ബ്രൂഡ് പാരസൈറ്റിസം. കോ എവല്യൂഷന് നമുക്ക് ഏത് പറയാം? ഇപ്പം നമ്മൾ കണ്ട സെക്ഷുവൽ ഡിസീറ്റ് പറയും. സോ ബ്രൂഡ് പാരസൈറ്റിസം ഇൻ ബേർഡ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ പാരസൈറ്റിസം ഇൻ വിച്ച് പാരസൈറ്റിക് ബേർഡ് ലേസ് ഇറ്റ്സ് എഗ് ഇൻ ദ നെസ്റ്റ് ഓഫ് ഇറ്റ്സ് ഹോസ്റ്റ്. ലെറ്റ്സ് ദ ഹോസ്റ്റ് ഇൻക്യുബേറ്റ് ദം ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് എവല്യൂഷൻ. And the eggs of parasitic bird have evolved so resemble to the host egg in the size and color to reduce the chance of host bird detecting the foreign egg and ejecting them from the nest. Example, cuckoo laying eggs in the crow's nest. അപ്പം ഇവിടെ ഈ ഒരു മാറ്റം കുക്കു എന്ത് ചെയ്യുന്നു? കോഴിക്കൂട്ടിൽ കാക്കക്കൂട്ടിൽ പോയിട്ട് മുട്ടയിടുന്നു. സോ കുക്കു ലേസ് എഗ്സ് ഓൺ ദി ക്രോസ് നെസ്റ്റ് ആണ് ബ്രൂഡ് പാരസൈറ്റിസം എക്സാമ്പിൾ. കോ എവല്യൂഷൻ നമ്മൾ ഓൾറെഡി കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതാണ്. മ്യൂച്വലിസം ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഓർഗാനിസം ഓർ ഡിഫറെൻറ്റ് സ്പീഷീസ് ബട്ട് ബോത്ത് പാർട്ട്നേഴ്സ് ആർ ബെനിഫിറ്റഡ് വിത്ത് നൺ ഓഫ് ദ ടു capable of living separately. Plant animal interaction often involve co-evolution of mutualist. Its evolution of flower and its pollinator species are tightly linked with one another. For example, in many species of fig tree, there is tight one-to-one relationship between pollinator species of wasp, and it means that given fig species can be pollinated by its own partner wasp and no other species. അപ്പം ഇവർ ഒരേപോലെ തന്നെ ബീക്ക് ചേഞ്ച് വരുമ്പോൾ അതിനനുസരിച്ച് തന്നെ എന്ത് ചെയ്യും? ഫ്ലവറിനും ചേഞ്ച് വരും. അതാണ് മ്യൂച്വലിസ്റ്റിക് റിലേഷൻഷിപ്പിൽ നമ്മൾ കോ എവല്യൂഷനെ പറ്റിയിട്ട് പറയുന്നത്. And the wasp pollinate in the fig inflorescence was searching suitable egg-laying site. Return to for favor of pollinating fig over wasp. Some of its developing seed as food for developing wasp. അപ്പോൾ ഫിഗ് ട്രീ ആൻഡ് വാസ്പിലും നമുക്ക് ഇതേപോലെ തന്നെ കോ എവല്യൂഷൻസിന് കാണാൻ പറ്റുന്നതാണ്. അപ്പം മ്യൂച്വലിസ്റ്റ് റിലേഷൻഷിപ്പിലാണ് എന്ത് കാണുന്നത്? കോ എവല്യൂഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Write how parasites have evolved with adaptation to coexist with their host in an ecosystem. Parasites are host specific and tend to co-evolve. How would the parasite respond if host evolve a certain mechanism to resist or reject the parasite? അപ്പം പാരസൈറ്റ് ഇവോൾവ് വിത്ത് അഡാപ്റ്റേഷൻ ടു കോഎക്സിസ്റ്റ് വിത്ത് ദെയർ ഹോസ്റ്റ് ഇൻ ആൻ എക്കോസിസ്റ്റം എങ്ങനെയാണെന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പം നമുക്ക് നോക്കാം. ഹൗ പാരസൈറ്റ് ഹാവ് ഇവോൾവ് വിത്ത് അഡാപ്റ്റേഷൻ ടു കോഎക്സിസ്റ്റ് വിത്ത് ദെയർ ഹോസ്റ്റ് ഇൻ ആൻ എക്കോസിസ്റ്റം. നമുക്ക് നോക്കാം പാരസൈറ്റിന്റെ എവല്യൂഷൻ എങ്ങനെയാണെന്ന്. പാരസൈറ്റിസം കാണിക്കുന്ന ഒരു നെഗറ്റീവ് ഇന്ററാക്ഷൻ ആണ്. വേർ വൺ പാരസൈറ്റ് ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് ഹോസ്റ്റ് ഓർഗാനിസം പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ഫോർ സർവൈവൽ ആൻഡ് പെർപെച്വേഷൻ. ഇൻ അക്കോർഡൻസ് വിത്ത് ദെയർ ലൈഫ് സ്റ്റൈൽ പാരസൈറ്റ് ഇവോൾവ് സ്പെഷ്യൽ അഡാപ്റ്റേഷൻ. അല്ലേ? ഒരു സ്പെഷ്യൽ അഡാപ്റ്റേഷൻ തന്നെ കാണിക്കുന്നതാണ്. സോ നമുക്ക് നോക്കാം. Anaerobic respiration in internal parasites, loss of unnecessary sense organ, presence of adhesive organ, അതായത് സക്കേഴ്സ്, ക്ലിങ്സ് കാര്യങ്ങൾ, loss of certain organs, അതായത് ബെഡ് ബഗ്സ് ലൈക്ക് വിങ്സ്, ടീനിയ, ലോസ് ഡൈജസ്റ്റീവ് സിസ്റ്റം, എക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ, പെട്ടെന്ന് ഡിവിഷൻ ഉള്ള കപ്പാസിറ്റി ഉണ്ട്, റെസിസ്റ്റൻസ് സിസ്റ്റ് ആൻഡ് എഗ്സ് ഫോർ സേഫ് ട്രാൻസ്ഫർ ഓഫ് ദെയർ പ്രോജനി ടു ന്യൂ ഹോസ്റ്റ്. അല്ലേ? റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സിസ്റ്റും എഗ്സും പിന്നെ ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. അപ്പം ഇതുപോലെ തന്നെ പാരസൈറ്റിസം പ്രോസസ്സ് നിലനിൽക്കുന്നതും പാരസൈറ്റ്സും ഇതേപോലെ തന്നെ എന്താണ് ഈ ഒരു ഇൻറ്ററാക്ഷൻ നിലനിൽക്കുന്നതിൻ്റെയും കാരണം എന്താണ്? ഇവർ ഹോസ്റ്റ് സ്പെസിഫിക് ആണ് എന്നുള്ളതാണ്. ഇതുപോലെ സെൻസ് ഓർഗൻസ്, അൺനെസസറി സെൻസ് ഓർഗൻസ് ഇല്ല, പ്രസൻസ് ഓഫ് അഡ്വേസീവ് ഓർഗൻ, ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ ഇഫ് ഹോസ്റ്റ് ഇവോൾവ് എ സർട്ടൻ മെക്കാനിസം ടു റെസിസ്റ്റ് ഓർ റിജക്ട് ദ പാരസൈറ്റ്, ദെൻ പാരസൈറ്റ് വിൽ ഓൾസോ അണ്ടർഗോ സർട്ടൻ ഫിസിയോളജിക്കൽ ആൻഡ് മോർഫോളജിക്കൽ ചേഞ്ച്. നമ്മൾ മ്യൂച്വലിസത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു കോവല്യൂഷൻ ആണ്. കാരണം പാരസൈറ്റിന് ചേഞ്ച് വന്നാൽ അതിനെ റെസിസ്റ്റ് ചെയ്ത് നിലനിർത്താൻ അതിൻ്റെ കൂടെ തന്നെ പോകാനുള്ള ചേഞ്ച് നമ്മുടെ ഹോസ്റ്റ് മാറുമ്പോൾ അതിനനുസരിച്ച് പാരസൈറ്റും മാറും. ഇറ്റ് കുഡ് കോഎക്സിസ്റ്റ് വിത്ത് ഇറ്റ്സ് ഹോസ്റ്റ് സ്പീഷീസ് ടു കൗണ്ടറാക്ട് ആൻഡ് യൂട്ടിലൈസ് ദം. അപ്പോൾ അതിന് മാറ്റങ്ങൾ ഒരേപോലെ തന്നെ വരുന്ന ഒന്നാണ്. ദെൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. സ്വാതി വാസ് ഗ്രോയിങ് എ ബാക്ടീരിയൽ കോളനി ഇൻ എ കൾച്ചർ ഫ്ലാസ്ക് അണ്ടർ ഐഡിയൽ ലബോറട്ടറി കണ്ടീഷൻ വേർ ദ റിസോഴ്സസ് ആർ റീപ്ലനിഷ്ഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ വിൽ റെപ്രസെന്റ് ദ ഗ്രോത്ത് ഇൻ ദിസ് കേസ്? Swati was growing a bacterial colony in a culture flask under ideal laboratory conditions where the resources are replenished. Which of the following equation will represent the growth in this case? Where population size is n, birth rate is b, death rate is d, unit time period is t, and carrying capacity is k. അപ്പോൾ ഇവിടെ നോക്കാം. dn/dt is equal to kn, dn/d is equal to rn. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരിക?
ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കണ്ടതാണ്. dn/dt = Rn ആണ്. ദെൻ സി അനമോൺ കണ്ട ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ. An ecologist study an area with the population A thriving on unlimited resources and showing exponential growth introduced population B and C to the same area. What will be the effect on growth pattern of population A, B and C when living together in the same habitat? ഇക്കോളജിസ്റ്റ് ഒരു ഏരിയ സ്റ്റഡി ചെയ്യാണ്, ഒരു പോപ്പുലേഷൻ എ ത്രൈവിങ് ഓൺ അൺലിമിറ്റഡ് റിസോഴ്സസ് ഷോയിങ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്. അൺലിമിറ്റഡ് ആയിട്ട് റിസോഴ്സ് കിട്ടിക്കൊണ്ടിരിക്കാൻ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് കാണിക്കുന്ന ഒരു പോപ്പുലേഷൻ ആണ് നമ്മുടെ മുന്നിലുള്ളത്. ദെൻ ഇവിടെ ചോദിച്ചെന്താ, ഇൻട്രൊഡ്യൂസ്ഡ് പോപ്പുലേഷൻ ബി ആൻഡ് സി ടു ദ സെയിം ഏരിയ, വാട്ട് വിൽ ബി ദ എഫക്ട് ഓൺ ഗ്രോത്ത് പാറ്റേൺ ഓഫ് പോപ്പുലേഷൻ എ, ബി ആൻഡ് സി. ഇതിലേക്കാണ് പോപ്പുലേഷൻ എന്ത് വന്നത്, ബിയും സിയും വന്നത്. എന്ത് ചേഞ്ചാണ് നമുക്കിവിടെ കാണാൻ പറ്റാന്നാണ് ചോദ്യം. Introduction of population B and C into same area as of population A will lead to competition between individual of population A, B, C for resources. അല്ലേ, ഇവിടെ പോപ്പുലേഷൻ ബിയും സിയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പോപ്പുലേഷൻ എ വിൽ ലീഡ് ടു കോമ്പീറ്റ്. അല്ലെ, ഇവിടെ ഒരു കോമ്പറ്റീഷൻ ആണ് തുടങ്ങുക. സോ റിസോഴ്സസ് ഫോർ ഗ്രോത്ത് വിൽ ബിക്കം ഫൈനൈറ്റ് ആൻഡ് ലിമിറ്റിംഗ് ആൻഡ് പോപ്പുലേഷൻ ഗ്രോത്ത് വിൽ ബിക്കം റിയലിസ്റ്റിക്. ഇവൻച്വലി ഫിറ്റസ്റ്റ് ഇൻഡിവിജ്വൽ സർവൈവ് ആൻഡ് റീപ്രൊഡ്യൂസ്. എയും ബിയും സിയും തമ്മിൽ എന്ത് ചെയ്യും, അവിടെ കോമ്പറ്റീഷൻ നടക്കും റിസോഴ്സസിന് വേണ്ടിയിട്ട്. ഏറ്റവും ഫിറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും കമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ആൾ അവിടെ സർവൈവ് ചെയ്യും, അല്ലാത്ത അവിടെ റീപ്രൊഡ്യൂസ് ചെയ്യും. അല്ലാത്തത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ദേ വിൽ ബി എലിമിനേറ്റഡ് ഫ്രം ദി പോപ്പുലേഷൻ. With the decline in population of fixed species, it was noticed that population of vast species also started to decline. What is the relationship between two and what could be the possible reason for decline? So fixed species decline ആകുമ്പോൾ vast species decline ആകും. Why? What is the relation? നമുക്കറിയാം they are yes Sandra Pillai. Resource become limited and will lead to competition. അത് തന്നെയാണ് അതിൻ്റെ റീസൺ. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. If fixed species population is reduced, parallelly what happens? Vast species also will be reduced. Yes, the interaction in between this is mutualism. എന്തുകൊണ്ടാണ് വരുന്നത്, co-evolution തന്നെ നമ്മൾ പറയുന്ന പോലെ തന്നെ. If one is affected, the counterpart also is affected. That means fig depends on wasp for pollination and wasp depend on fig for food and shelter. So with the decline in population fig, wasp lost its source of food and shelter. ഇതിൽ ഒരാളെ ഡിപ്പെൻഡ് ചെയ്താണ് മറ്റൊരാൾ കംപ്ലീറ്റ് ആയിട്ട് ജീവിക്കുന്നത്. സോ വൺ ഇസ് destroyed or reduced, then that will definitely affect the population of the next one. So that the decline in population of fig, wasp lost its source of food source പോയി. So that will also be co-extinction. വെരി ഗുഡ്. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. മറ്റേത് നമ്മൾ co-evolution പറയുന്നു, ഒന്നിന് എവല്യൂഷൻ നടക്കും, മറ്റേത് co-evolution നടക്കുന്ന പോലെ തന്നെ ഹിയർ ഇറ്റ് ഈസ് co-extinction. Next, define interference competition. Give one example that support competitive exclusion occurring in nature. 21 question ആണ്. What is interference competition? Can you explain what is interference competition? എന്താണ് ഇന്റർഫിറൻസ് കോമ്പറ്റീഷൻ? Interference competition is feeding efficiency of one species which might be reduced due to interfering and inhibitory presence of other species even if the resources are abundant. അപ്പോൾ interference competition എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷനിൽ വളരുന്ന സ്പീഷീസ് ഉണ്ടാകും, പക്ഷെ അതിലേക്ക് പുതിയ ഇന്റർഫിയറിംഗ് ആയിട്ടുള്ള ഇൻഹിബിറ്ററി പ്രസൻസ് വരുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഫീഡിങ് എഫിഷ്യൻസിയിൽ വ്യത്യാസം വരും. സോ എക്സാമ്പിൾ സപ്പോർട്ട് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ദാറ്റ് ഇസ് Abington tortoise became extinct within a decade after goats were introduced into the island, apparently due to the greater browsing efficiency of the goat. Abington tortoise എക്സ്റ്റിൻറ്റ് ആവാനുള്ള കാരണം ആ ഒരു ഐലൻഡിലേക്ക് ഗോട്ടിൻ്റെ ഇൻക്ലൂഡിങ് വന്നതുകൊണ്ടാണ്. സെയിം ആസ് ലൈക്ക് ദ ലാർജർ ആൻഡ് കോമ്പറ്റീറ്റീവ്ലി സുപ്പീരിയർ ബർനാക്കിൾ ബലാനസ് ഡോമിനേറ്റ് ഇൻ ദ ടൈഡൽ ഏരിയ, എക്സ്ക്ലൂഡ് സ്മോളർ ബർനാക്കിൾ കത്തലമസ് ഫ്രം ദാറ്റ് സോൺ. ഇതും എവിടെ പറയുന്നത്, നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളാണ് പറയുന്നത്. സോ ഓരോ എക്സാമ്പിൾസ്, ഓരോ ഇൻട്രാക്ഷനിലുള്ള എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. So now we have completed the chapter Organism and Population. We have discussed the age pyramids, interactions, growth curves, everything, related questions and also the explanations. Any doubts from this chapter? Clear ano? Chapter clear ano?
സോ 2 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ഇക്കോസിസ്റ്റം. റെഡി? Ready guys? Okay, ready ആണ്. Then നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Which of the following food chain is major conduit for energy flow in terrestrial and aquatic ecosystem respectively? Terrestrial ecosystem ഉണ്ട്, aquatic ecosystem ഉണ്ട്. Which of the following food chain is major conduit for energy flow in terrestrial and aquatic എന്നാണ് ചോദിച്ചത്. ഏതാ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ? ടെറസ്ട്രിയലിലും അക്വാട്ടിക്കിലും. നമ്മൾ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് തന്നിരുന്നു, പ്രൊമോ വീഡിയോയിൽ കണ്ടിരുന്നോ? കറക്റ്റ് ഓപ്ഷൻ ഏതാ വരിക? ഒരു സെക്കൻഡേ. ചിലർ ആൻസർ സി പറയുന്നുണ്ട്, ചിലർ ഡി പറയുന്നുണ്ട്. ഞാൻ കണ്ടു ആൻസർ കണ്ടു. ഞാൻ ശ്രദ്ധിക്കണേ, ഇവിടെ ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം അക്വാട്ടിക് ഇക്കോസിസ്റ്റമാണ്. ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റത്തിലെ മേജർ കൺഡ്യൂട്ട് ഓഫ് എനർജി എന്ന് പറയുന്നത് ഡെട്രീറ്റസ് ആണ്. അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിലാണ് ഗ്രേസിങ് വരിക. കാരണം ടെറസ്ട്രിയൽ ഏറ്റവും കൂടുതൽ സോയിലാണ് വരുന്നത്, അപ്പോൾ ഡെട്രീറ്റസ് ആണ് വരുന്നത്, മറ്റേതാണ് ഗ്രേസിങ് കാര്യങ്ങൾ വരുന്നത്. സോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ, ഓപ്ഷൻ സി ആണ്. ദെൻ assume that GPP forest A is equal to GPP forest B and that is equal to GPP forest C. Forest A, B, C le GPPs എല്ലാം ഈക്വൽ ആണ്. If forest A has NPP is equal to 1254 joule per meter square per day, forest B has NPP is equal to 2157 joule per meter square day, and forest C is NPP 779. These forest has which one of these forest has maximum energy loss by respiration? നമുക്കറിയാം GPP minus R is equal to NPP. NPP മൂന്നിൻ്റെ നമുക്ക് തന്നിട്ടുണ്ട്. We have to find out the GPP. That means GPP is equal to NPP plus R, right? So മൂന്നിൻ്റെയും GPP കറക്റ്റ് ആണ്. അപ്പം NPP plus R of forest A is equal to NPP plus R of forest B is equal to NPP plus R of forest C. അതും നമുക്കറിയാം. അപ്പം മൂന്നിൻ്റെയും NPP നമുക്കറിയാം. ഇപ്പം ഏറ്റവും കൂടുതൽ വരുന്ന ഏതാ? 1254 plus R is equal to 2157 and third one 779. അപ്പം NPP ഏറ്റവും കുറവുള്ളിടത്തായിരിക്കും GPP ഏറ്റവും കൂടുതലുള്ളത് അല്ലേ? അപ്പം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹാസ് മാക്സിമം എനർജി ലൂസ് ബൈ റെസ്പിറേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പം 1254
R is equal to നമ്മൾ നോക്കുമ്പോൾ R ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ R കണ്ടുപിടിക്കുമ്പോൾ GPP minus NPP ആണ് ചെയ്യുക. So we know that GPP is equal, then we can manipulate NPP equation. NPP is equal to GPP minus respiration of plants. അല്ലേ? NPP is equal to GPP minus. So respiration of plants is equal to GPP minus NPP. So means that smallest NPP correspond to largest. So forest C ആണ്. അത് തന്നെ ഞാനും പറഞ്ഞത്. അപ്പം ലീസ്റ്റ് NPP ഉള്ളതൊക്കെ ലാർജസ്റ്റ് റെസ്പിറേഷൻ ലോസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ലീസ്റ്റ് സ്മോളസ്റ്റ് NPP കറസ്പോണ്ട് ടു ലാർജസ്റ്റ് റെസ്പിറേഷൻ. സോ ഇവിടെ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ആൻ ഇക്കോളജിക്കൽ പിരമിഡ് ഓഫ് നമ്പർ ഓഫ് ഫോളോയിങ് ഫുഡ് ചെയിൻ. പിരമിഡ് കൺസ്ട്രക്ട് ചെയ്യാൻ കുറേ തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഗ്രാസ് ആനിമൽ, ഫ്ലീസ് ഓൺ ദ ഹോസ്റ്റ് ആനിമൽ, ട്രീ, ഇൻസെക്ട്സ്, വുഡ് പെക്കർ. ഓക്കെ, അപ്പൊ ഗ്രാസ് ആനിമൽ, ഫ്ലീസ് ഓൺ ദ ഹോസ്റ്റ് ആനിമൽ എന്ന് പറയുമ്പം ഗ്രാസ്, ആനിമൽ, ഫ്ലീസ്. അപ്പൊ എങ്ങനെ വരും? ഗ്രാസ്, ആനിമൽ, ഫ്ലീസ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ആനിമൽസിനെ വെച്ച് നോക്കുമ്പോൾ. ഗ്രാസിനെ കൺസ്യൂം ചെയ്ത് ആനിമൽ ഉണ്ടാകും, ആനിമൽ സെക്കൻഡറി കൺസ്യൂം. പക്ഷെ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫ്ലീസ്, പിരമിഡിൽ എന്ത് ചേഞ്ച് വരും. ഇനി ട്രീ, ഇൻസെക്ട്സ്, വുഡ് പെക്കർ നോക്കുമ്പോൾ ട്രീ ഒറ്റൊന്നേ ഉള്ളൂ, വുഡ് പെക്കർ കൂടും. അതിലും ഏതാണ് ഇൻസെക്ട്സിനെ കഴിക്കുന്ന വുഡ് പെക്കറാണ് വരുന്നത്. അപ്പോൾ വുഡ് പെക്കറിൻ്റെ അളവ് കുറയുകയും ചെയ്യും. സോ ഇങ്ങനെയാണ് കണ്ടിന്യൂസ് പിരമിഡ്. അപ്പം നിങ്ങൾ വിചാരിക്കരുത് എപ്പോഴും വി ആർ സീയിങ് ദാറ്റ് ഓൾവേസ് ആൻ അപ്രൈറ്റ് പിരമിഡ് ആൻഡ് ഓൾവേസ് ആൻ ഇൻവേർട്ടഡ് പിരമിഡ്. ബട്ട് പിരമിഡ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻ ഓർ അക്കോർഡിംഗ് ടു ദ ഗിവൻ സിറ്റുവേഷൻ. അപ്പോൾ തന്നിരിക്കുന്ന ഇൻസ്റ്റൻസ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പിരമിഡ് യു ഹാവ് ടു കൺസ്ട്രക്ട്. ഓക്കെ, ഇനി ഡ്രോ എ പിരമിഡ് ഓഫ് നമ്പർ വേർ എ ലാർജ് നമ്പർ ഓഫ് ഇൻസെക്ട്സ് ആർ ഫീഡിംഗ് ഓൺ ദ ലീവ്സ് ഓഫ് ട്രീ. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദിസ് പിരമിഡ്? ലാർജ് നമ്പർ ഓഫ് ഇൻസെക്ട്സ് ആർ ഫീഡിംഗ് ഓൺ ദ ലീവ്സ് ഓഫ് ട്രീ എന്ന് പറയുമ്പോൾ അത് ഡെഫിനറ്റ്ലി ഒരു ഇൻവേർട്ടഡ് പിരമിഡ് ആയിരിക്കും, അല്ലേ? ഷേപ്പ് ഓഫ് പിരമിഡ് ഇൻവേർട്ടഡ് ആണ്. വിൽ ദ പിരമിഡ് ഓഫ് എനർജി ബി ഓൾസോ ബി ദി സെയിം ഷേപ്പ്? നോ, നെവർ. പിരമിഡ് ഒരിക്കലും സെയിം ആയിരിക്കില്ല. പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് അപ്രൈറ്റ്, കൻ നോട്ട് ബി ഇൻവേർട്ടഡ് ബിക്കോസ് സം എനർജി ഈസ് കോൺസ്റ്റന്റ്ലി ലോസ്ഡ് അറ്റ് ഈച്ച് ആസ് എ ഹീറ്റ് ഈച്ച് ട്രോപ്പിക് ലെവൽ ആസ് ഇറ്റ് മൂവ്സ് ഫ്രം വൺ ടു നെക്സ്റ്റ്. അപ്പം ഹീറ്റ് ലോസ് ചെയ്യുന്നത് കൊണ്ട് എനർജി പിരമിഡ് ഇസ് ഓൾവേസ് അപ്രൈറ്റ് ഇൻ എനി കണ്ടീഷൻ. ഓക്കെ, പിരമിഡ് വരയ്ക്കുമ്പോൾ ട്രോപ്പിക് ലെവൽ 1 2 മനസ്സിലാക്കുക. Then the rate of formation of new organic matter by consumers and the biomass available for consumption of herbivores as well as decomposers are referred to as. Okay, rate of formation of new organic matter by consumers. Consumers ഉണ്ടാക്കുന്ന പുതിയ ഓർഗാനിക് മാറ്ററിനെ നമ്മൾ എന്ത് പറയുന്നു? And biomass available for consumption of herbivore as well as decomposers are referred to as. Biomass available for consumption of herbivores and as well as decomposers. Yeah, ഏതാ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞേ? ഈ കിട്ടുന്ന പ്രൊഡ്യൂസേഴ്സ് തരുന്ന എനർജി ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി നമുക്കറിയാം. അത് യൂസ് ചെയ്യുന്നത് അടുത്ത ട്രോപ്പിക് ലെവലിലുള്ളവരാണ്. അത് എന്താണെന്നും അടുത്ത ട്രോപ്പിക് ലെവലിലുള്ള ആൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി ഏതാണെന്നുമാണ് ചോദിച്ചിട്ടുള്ളത്. സോ വാട്ട് വിൽ ബി ദ കറക്റ്റ് ഓപ്ഷൻ? Come on, which is the correct option? Come on, everyday answers everyday. I'm waiting for you guys. എന്താ എല്ലാവരും സ്റ്റക്കായിട്ട് നിൽക്കുന്നേ? ആൻസർ പറയൂ. ഇത് ഡയറക്റ്റ് ആൻസർ ആണ് മക്കളെ. ലെറ്റ് ജസ്റ്റ് ഒബ്സർവ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ജസ്റ്റ് അനലൈസ് ഇറ്റ്. അപ്പം കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ബയോമാസ് അവൈലബിൾ ഫോർ കൺസപ്ഷൻ ഓഫ് ഹെർബിവോർ. ആദ്യം പ്ലാന്റ്സ് ഉണ്ടാക്കുന്നതിനെ നമ്മൾ GPP എന്ന് പറയും. GPP റെസ്പിറേഷൻ ലൂസ് ചെയ്ത് കഴിഞ്ഞ് അതിൽ നിന്നും ബാക്കി വരുന്നതാണ് NPP. ഈ NPP ആണ് എന്ത് ചെയ്യുന്നത്? അടുത്ത ഹെർബിവോറിലേക്ക് പോകുന്നത്. സോ കൺസപ്ഷൻ ഓഫ് ഹെർബിവോർ, ദ ബയോമാസ് അവൈലബിൾ ഫോർ കൺസപ്ഷൻ ഓഫ് ഹെർബിവോർ ആസ് വെൽ ആസ് ഡികമ്പോസേഴ്സ്. അപ്പം ഹെർബിവോറിന് കിട്ടുന്നതും അടുത്ത ഡികമ്പോസിഷൻ ആണെങ്കിൽ അവർക്ക് കിട്ടുന്നതുമായിട്ടുള്ള എനർജി എന്ന് പറയുന്നത് എന്താ? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആണ്. ഇനി ഈ ഹെർബിവോർ പുതിയ എനർജി പ്രൊഡ്യൂസ് ചെയ്യും.
ആ എനർജീനെ നമ്മൾ പറയുന്ന റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂ ഓർഗാനിക് മാറ്റർ ബൈ ദ കൺസ്യൂമർ ആണ് ഇത് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. സോ ഓപ്ഷൻ സി ആണ് വരിക, സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. മനസ്സിലായോ? സോ ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ച ആൻസർ കിട്ടും. Study the diagram of a pyramid of biomass given below. Name the two standing crop that could be occupying level A and B in it. Name this type of pyramid and the ecosystem in which it is found. Diagram study ചെയ്യുന്നു. Primary producer, primary consumer. Name two standing crop that could be occupying level A and B. Name this type of pyramid and ecosystem. ഇങ്ങനെ ഒരു പിരമിഡ് വരണമെങ്കിൽ ഏതാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് സ്റ്റാൻഡിംഗ് ക്രോപ്പ് ആയിട്ട് പറയാം? നമുക്ക് അക്വാട്ടിക് ഇക്കോസിസ്റ്റം പറയാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് pyramid of biomass ആണ്. അപ്പം അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൽ ഫൈറ്റോ പ്ലാങ്ക്ടന്റെ ബയോമാസ് കുറവാണ്, സൂപ്ലാങ്ക്ടന്റെ കൂടുതലാണ്. സോ വി ക്യാൻ ഡ്രോ ദ ഡയഗ്രാം. A is zooplankton and B is phytoplankton. This is an inverted pyramid of biomass. And inverted pyramid of biomass നമുക്ക് കാണാൻ പറ്റുന്നത് aquatic ecosystem അല്ലെങ്കിൽ sea ecosystemത്തിലാണ്. Then primary productivity in an ecosystem is expressed as. Come on, answer. പ്രൈമറി ഒരു എക്കോസിസ്റ്റത്തിലെ പ്രൈമറി പ്രൊഡക്ടിവിറ്റിയെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? യൂണിറ്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. കിലോ കാൽ മീറ്റർ സ്ക്വയർ ആണോ, ഗ്രാം പെർ മീറ്റർ സ്ക്വയർ, ഗ്രാം മീറ്റർ സ്ക്വയർ പെർ മീറ്റർ സ്ക്വയർ ഇയർ ആണോ? ഏതാ കറക്റ്റ് ഓപ്ഷൻ? പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആണ് ഇവിടെ പറയുന്നത്, GPP. നിങ്ങൾ ലാഗ് ആയിട്ടാണ് ചാറ്റ് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ ബട്ട് ആൻസേഴ്സ് ആർ കമ്മിങ് വെരി ലേറ്റ്. യെസ്, പറയൂ. യെസ്, ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരിക. Write the relationship between productivity, gross primary productivity and net primary productivity, secondary productivity. Or how would you differentiate between GPP and net NPP and secondary productivity? നമ്മൾ ഓൾറെഡി കണ്ട പോലെ തന്നെ ഒരു പ്ലാന്റ്സ് അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ഉണ്ടാക്കുന്ന പ്രൊഡക്ടിവിറ്റിയാണ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. So, productivity is the rate of biomass production per unit area in the unit time at any tropic level. It can be divided into GPP, NPP, and GPP is the total organic matter synthesized by producers. It is the process of photosynthesis per unit time and area, while net primary productivity is weight of organic matter stored by producers in unit area volume per unit time. It is equal to rate of organic matter synthesized during photosynthesis. So, gross primary productivity minus rate of respiration and other loss is NPP. NPP is equal to GPP minus R. ഇത് നോട്ട് ചെയ്ത് വെക്കാം. And secondary productivity is rate of formation of new organic matter by the consumers. It depends upon loss while transferring energy containing organic matter from previous topic level plus consumption due to the respiration and predation. ഈ രീതിയിൽ വേണം നിങ്ങൾ ഇതിൻ്റെ റിയാക്ഷൻ പഠിച്ചു വെക്കാനായിട്ട്. അടുത്തത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. Assertion: decomposition process is slower if detritus in lignin and cutin. Decomposition process is slower if detritus is rich in lignin and cutin. Decomposition is largely an oxygen requiring process. Okay, assertion reason ledana correct vara. Decomposition process is slower in the detritus in which is rich in lignin and cutin aanu parnathu. Decomposition is largely an oxygen requiring process. A ആണോ? A correct ആണ്, Rഉം correct ആണ്, but R is not the correct explanation. So we can go for option B. How was humus formed? Mention any three characteristics of humus. മക്കളെ എന്താണ് ഹ്യൂമസ് എന്ന് പറയുന്നത്? ഹ്യൂമസ് എന്ന് പറയുന്നത് ഡാർക്ക് കളോയിഡൽ സബ്സ്റ്റൻസ് ആണ് വിച്ച് ഇൻക്രീസ് ഫെർട്ടിലിറ്റി ഇൻ ദ സോയിൽ. അല്ലേ? സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടാൻ സഹായിക്കുന്ന ആൾക്കാരാണ്. സോ ഹ്യൂമസ് ഇസ് ഡാർക്ക് കളേർഡ് അമോഫസ് ഓർഗാനിക് മെറ്റീരിയൽ ഫോംഡ് ബൈ ഡികമ്പോസിഷൻ ഓഫ് ഡെട്രീറ്റസ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമസ് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം
2020 വന്നതായതുകൊണ്ട് we can expect. So it is a dark amorphous colloidal substance rich in lignin and cellulose, quite resistant to microbial action, reservoir of nutrients helpful in maintenance of soil moisture as well as aeration. ഇത് ഹ്യൂമസിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. Name the type of detritus that decomposes faster. List any 2 factors that enhance the rate of decomposition. എന്താണ് ടൈപ്പ് ഓഫ് ഡെട്രീറ്റസ് ദാറ്റ് ഡികമ്പോസ് ഫാസ്റ്റർ? ലിസ്റ്റ് എനി 2 ഫാക്ടർ എൻഹാൻസ് ദ ഡികമ്പോസിഷൻ. ഫാസ്റ്റർ ആവുന്നത് എന്താണ് പ്രത്യേകത? സാധാരണ ഇപ്പം ലിഗ്നിൻ സുബറൻ ഡിപ്പോസിഷൻ ഒന്നും ഇല്ലാതെ the leaves, bark, flower, dead remains of animal including fecal matter type of detritus decompose faster. അങ്ങനെയുള്ളത് പെട്ടെന്ന് decompose ചെയ്യും. Warm and moist environment are the 2 factors that enhance the rate of composition. അപ്പം ഡിക്കമ്പോസിഷൻ സ്പീഡ് ആവണമെങ്കിൽ അത് നല്ല വാം മോയിസ്റ്റ് എൻവയോൺമെന്റിൽ ആയിരിക്കണം. Then write different step taking in humidification mineralization during the process of decomposition. Decomposition നമ്മൾ 5 steps പഠിക്കുന്നുണ്ട്. Give rise to 2 product humus and inorganic nutrient by process of humidification and mineralization. Last 2 steps ആണ് humidification mineralization. During humidification, dark colored amorphous substance called humus is formed from the detritus organic matter by the action of microbe. Humus is rich in lignin, cellulose is highly resistant to microbial action. So it undergo decomposition at an extremely slow rate. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ വാം മോയിസ്റ്റ് എൻവയോൺമെന്റിലാണെങ്കിൽ മാക്സിമം എന്ത് ചെയ്യും? ഡിക്കമ്പോസിഷൻ നടക്കും. വളരെ ഈസി ആയിട്ട് ഡിക്കമ്പോസിഷൻ നടക്കും. അതേ സമയത്ത് ഇവിടെ നോക്കേണ്ട കാര്യം, ഈ ഡിപ്പോസിഷനിൽ ലിഗ്നിനോ ക്യൂട്ടിനോ ഒക്കെ ആണെങ്കിൽ എന്താ വളരെയധികം സമയമെടുത്തിട്ടാണ് ഇവർ ഡിക്കമ്പോസ് ചെയ്യുക. ആൻഡ് ഇറ്റ് അണ്ടർഗോ ഡിക്കമ്പോസിഷൻ at an extremely slow rate. During mineralization, inorganic substances such as CO2, Ca2+, etc. are released from humus decomposition by certain microbes. The substance released are easily available to plants. അല്ലേ? സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് തന്നെ പ്ലാന്റ്സിലേക്ക് റിലീസ് ആവുന്നുണ്ട്. In the illustration given below of a simplified food web on an island, the arrow indicates the direction of energy flow and Roman numbers indicate species within the food web. അപ്പോൾ നമുക്ക് നോക്കാം. തന്നിട്ടുള്ള ഇല്ലസ്ട്രേഷൻ നോക്കിക്കേ. അറ്റ് വിച്ച് ട്രോപ്പിക് ലെവൽ ഓർ ലെവൽസ് ഡസ് ദ സ്പീഷ്യസ് എയ്റ്റ് ഫംഗ്ഷൻ? അല്ലേ? ഇത് ക്ലിയർ ആയല്ലോ. ഡിക്കമ്പോസിഷൻ്റെ സ്റ്റെപ്പ് നിങ്ങൾ പഠിക്കണം. ആദ്യം തന്നെ നമുക്കറിയാം ഡിക്കമ്പോസിഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫ്രാഗ്മെന്റേഷൻ ആണ്. ദെൻ ലീച്ചിങ് ഉണ്ട്, കാറ്റബോളിസം ഉണ്ട്, ഹ്യൂമിഫിക്കേഷൻ ഉണ്ട്, മിനറലൈസേഷൻ ഉണ്ട്. ഈ 5 സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. ഓർ വിൽ ബി ആസ്കിങ് ടു എക്സ്പ്ലെയിൻ ദീസ് 5 സ്റ്റെപ്സ്. അപ്പോൾ 5 സ്റ്റെപ്പിലും എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് ക്ലിയർ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഒരു നോക്കിക്കേ, ഇതുപോലൊരു ഫ്ലോ ചാർട്ട് പോലെ തന്നിട്ടുണ്ട്. അറ്റ് വിച്ച് ടോപ്പിക് ലെവൽ ഓർ ലെവൽസ് ഡസ് ദ സ്പീഷ്യസ് 8 ഫംഗ്ഷൻ എന്നാണ് ചോദിച്ചത്. സ്പീഷ്യസ് 8, യെസ്, സ്പീഷ്യസ് 8 ഒരു പ്രൊഡ്യൂസറാണ്. കാരണം അതിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്, അല്ലേ? വെരി ഗുഡ്. സ്പീഷ്യസ് 8 വിൽ ബി ഓൾവേസ് എ പ്രൊഡ്യൂസർ. Given below is a diagram of an ecological pyramid of number. Choose the correct food chain from the list of food chain given. Represent the given pyramid. Okay, given below is a diagram of an ecological pyramid of number. Pyramid of number ആണ് തന്നിട്ടുള്ളത്. Choose the correct food chain from the list of food chain given. Represent the given pyramid. Okay, ഏതായിരിക്കും തന്നിട്ടുള്ളതിൽ മാച്ച് ആവുന്നത് പിരമിഡുമായിട്ട്? Come on. Grass, goat, fox, tiger. Grass, goat, fox, tiger. Mice. Yes. ഏതാ കറക്റ്റ് ഓപ്ഷൻ പറയൂ? ഓപ്ഷൻ സി ആണ്, അല്ലെ? ഫ്ലീ വരുന്നത് കൊണ്ടാണ് അവിടെ ലാസ്റ്റ് കൂടിയത് പോപ്പുലേഷൻ. ഗ്രാസ് കറക്റ്റ് ആണ്. ഗ്രാസിനേക്കാൾ കൂടുതൽ റാബിറ്റ്. ഫോക്സിന്റെ എണ്ണം വളരെ കുറവായിരിക്കും. ബട്ട് ഫ്ലീന് ഡിക്കമ്പോസ് ചെയ്യാൻ വരുമ്പം ഫ്ലീ എന്ന് പറയുന്നത് ഡെഡ് ആയി കഴിയുമ്പോഴാണ് ഫ്ലീ വരിക. അപ്പം ഫ്ലീ ആണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. സോ ദിസ് വിൽ ബി ദ ഓപ്ഷൻ സി. Given below is a food web that involve 9 organisms. Identify 2 producers, 2 carnivores shown in the food web. 2 producer എന്ന് പറയുമ്പം 1ഉം 3ഉം പ്രൊഡ്യൂസർ ആയിരിക്കാം. 2 carnivore എന്ന് പറയുന്നതോ 7, 9. യെസ്, 1, 2 and 3. 1, 2, 3 പ്രൊഡ്യൂസർ ആണ്. 2ഉം പ്രൊഡ്യൂസർ തന്നെയാണ്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. കാർണിവോഴ്സ് 6, 7, 8, 9 കാർണിവോർ കൺസ്യൂമേഴ്സ് ഓർ കാർണിവോഴ്സ്. അപ്പോൾ ഇതുപോലത്തെ
ഫ്ലോ ചാർട്ട്സ്, ഫുഡ് ചെയിൻസിൻ്റെ ചാർട്ടുകൾ തന്നിട്ട് നിങ്ങളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും. ഇങ്ങനത്തെ ആരോ ഇതൊന്നും കണ്ടിട്ട് നോട്ട് നീഡ് ടു ബി വറി. ജസ്റ്റ് അനലൈസ് ദ ക്വസ്റ്റ്യൻ, ജസ്റ്റ് ആൻസർ ഇറ്റ്. ഓക്കെ. Name the type of ecological pyramid that can exist as upright as well as inverted. Explain how does it happen. Pyramid upright ആവാനും ഇൻവേർട്ടഡ് ആവാനും ചാൻസ് ഉള്ളത് എപ്പോഴും ഏതാണ്? Pyramid of biomass can be upright as well as inverted. അല്ലെ, ഗ്രാസ്ലാൻഡ് ഇക്കോസിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോഴും ബയോമാസ് സെപ്പറേറ്റ് ആയിരിക്കും. അക്വാറ്റിക് ഇക്കോസിസ്റ്റം എടുക്കുമ്പോഴോ അത് ഇൻവേർട്ടഡ് ആവാനുള്ള ചാൻസും ഉണ്ട്. സോ ഗ്രാസ്ലാൻഡിൽ എപ്പോഴും പ്രൊഡ്യൂസേഴ്സ് ആണ് കൂടുതൽ. ഹെർബിവോർസ് ആർ മോർ ഇൻ ബയോമാസ് ദാൻ ദി കാർണിവോർ. അപ്പം ഇങ്ങനെയാണ് നമുക്ക് അപ്രൈറ്റ് പിരമിഡ് കാണാം. ബട്ട് വെൻ വി കൺസിഡർ പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ സി, ഇറ്റ് ഇസ് ജനറലി ഇൻവേർട്ടഡ് ബിക്കോസ് ബൈ കൺസിഡറിങ് ബയോമാസ്, ഫൈറ്റോപ്ലാങ്ക്ടനേക്കാൾ കൂടുതൽ ബയോമാസ് സൂപ്ലാങ്ക്ടൻ ഉണ്ടാവും, അതിലും കൂടുതൽ ഫിഷസ് ഉണ്ട്, പിന്നെ ലാർജ് ഫിഷസിനും ഉണ്ടാവും. സോ in C, small standing crop of phytoplankton support large standing crop of 200 plankton, which in return support large standing crop of carnivores. So C അല്ലെങ്കിൽ aquatic ecosystem pyramid of biomass will be always inverted. How many primary producers do you think will be needed to support 6 tertiary consumers in a grassland ecosystem? Draw a grassland pyramid to substantiate your answer. How many primary producers? How many primary producers? എത്ര പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവുമെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. സോ ഇവിടെ ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? 6 ടെറിഷറി കൺസ്യൂമേഴ്സും ഇൻ എ ഗ്രാസ്ലാൻഡ് ഇക്കോസിസ്റ്റം ആണ് വരുന്നത്. ഇൻ എ ഗ്രാസ്ലാൻഡ് ഇക്കോസിസ്റ്റം. അപ്പം എത്ര പ്രൈമറി പ്രൊഡ്യൂസറാണ് വരിക? ഏകദേശം 5,84,000 primary producers required to support 3 tertiary consumers in a grassland ecosystem. അല്ലേ, നമ്മൾ NCERT വെച്ചിട്ട് പറയുന്നതാണ്. 3 tertiary consumer 5,84,000 എടുക്കുമ്പോൾ ഇൻറ്റു 6 tertiary consumer by 3 ചെയ്യുമ്പം പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എത്ര വരും? 11,68,000 4,000 ആണ് വരിക. പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് വിൽ ബി റിക്വയർഡ് ടു സപ്പോർട്ട് 6 ടെറിഷറി കൺസ്യൂമർ ഇൻ എ ഗ്രാസ്ലാൻഡ് ഇക്കോസിസ്റ്റം. ഇങ്ങനത്തെ പ്രോബ്ലത്തിന് നിങ്ങൾക്ക് ഡാറ്റ തരും കേട്ടോ. ഡാറ്റ ക്വസ്റ്റ്യനിൽ തരും, അക്കോർഡിംഗ് ടു NCERT തരും. അത് വെച്ചിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്താൽ മതി. ദെൻ അതിനോട് അനലൈസ് ചെയ്ത് പിരമിഡ് വരയ്ക്കാനാണ്. 5 lakh 7 then 3 lakh പ്രൊഡ്യൂസർ, പ്രൈമറി കൺസ്യൂമർ, upright pyramid ആയിരിക്കും. Only 3 top carnivores are supported in an ecosystem based on the production of nearly 6 million plants. Okay. Then, name an ideal pyramid existing in an ecosystem. Construct it up to its 3 tropic level along with their name. Ideal pyramid construct ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ pyramid of number എടുക്കുമ്പോൾ phytoplankton, zooplankton എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിരമിഡ് ഉണ്ടാക്കാം. Then sun provide 1 crore joule of sunlight to an ecosystem. Write the amount of energy available to the first and third tropic level. Okay, പിരമിഡ് വരയ്ക്കുമ്പോൾ energy is more accurate than the pyramid of biomass and pyramid of number is considered to be an ideal pyramid existing in an ecosystem. So pyramid of energy in a fish pond as follows. അപ്പം ഏറ്റവും കൂടുതൽ ഒരു ഐഡിയൽ പിരമിഡ് വരയ്ക്കാൻ പറയുമ്പം എപ്പോഴും പിരമിഡ് ഓഫ് എനർജി വരയ്ക്കുന്നതല്ല, കാരണം അത് എപ്പോഴും അപ്രീറ്റ് ആയിരിക്കും. 10% റൂൾ പ്രകാരമാണ് അത് പോകുന്നത്. സോ വി ക്യാൻ ഡ്രോ എ പിരമിഡ് ഓഫ് എനർജി ഫ്രം ദി ഫൈറ്റോപ്ലാങ്ക്ടൺ, സൂപ്ലാങ്ക്ടൺ ആൻഡ് സ്മോൾ ഫിഷ്. ഇനി pyramid of energy can be observed that primary produce convert only 1% of energy in the sunlight available to them. അപ്പം സൺലൈറ്റിൽ എത്രയാണ്? 10 lakhs joule ഓഫ് സൺലൈറ്റ് ആണുള്ളത്. അതിന് 1% ആണ് പ്രൊഡ്യൂസേഴ്സ് എടുക്കുന്നത്. 1 to 2% നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ 10,000 ജൂള്. അടുത്ത ടോപ്പിക് ലെവലിൽ 1000, പിന്നെ 100, പിന്നെ 10. ഈ രീതിയിലാണ് പോകുക. അപ്പം സൺലൈറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് ഓർത്ത് വെക്കണേ. സൺലൈറ്റിൽ നിന്നും 1% ആണ് പ്രൊഡ്യൂസേഴ്സ് അക്വയർ ചെയ്യുന്നു എന്നുള്ളത്. So primary produce convert only 1% of energy in the sunlight available them in NPP. Only 10% energy passed from one tropic to next. 90% is lost as heat. So it's 10,000 of energy is available for first level. 100 joule is next. Then third tropic level 10 joule ആണ് വരുന്നത്. First, second, 100 joule for the third tropic level. അപ്പം ഈ ഒരു കാര്യം ഓർത്ത് വെക്കണം. ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 50% ആണ്. അതിൽ തന്നെ 2% ആണ് പ്ലാന്റ്സ് എടുക്കുന്നത്. സോ അതുകൊണ്ട് 10 lakh 10,000 എടുക്കുന്നു. അതിൽ നിന്ന് പിന്നെ 10% റൂള് വഴി പിരമിഡ് വരയ്ക്കും. Explain giving reason that pyramid of energy is always upright.
പിരമിഡ് ഓഫ് എനർജി എപ്പോഴും അപ്രേറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള കാരണം എന്താ? കാരണം ബൈ ദ 10% റൂൾ നമുക്കറിയാം ഹീറ്റ് ലോസ് ആവുന്നതാണ്. സോ പിരമിഡ് ഓഫ് എനർജി ഇസ് ഓൾവേസ് അപ്രേറ്റ് ഇൻ ഷേപ്പ്. ദർ ഇസ് ഓൾവേസ് ഗ്രാജുവൽ ഡിക്രീസ് ഇൻ എനർജി കണ്ടന്റ് അറ്റ് സക്സസീവ് ടോപ്പിക് ലെവൽ ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടു വേരിയസ് കൺസ്യൂമർ. ദിസ് ഈസ് ബിക്കോസ് സം എനർജി ഈസ് യൂസ്ഡ് അറ്റ് ഈച്ച് ടോപ്പിക് ലെവൽ ഫോർ വേരിയസ് മെറ്റബോളിക് ആക്ടിവിറ്റി. സം എനർജി ഈസ് ലോസ്റ്റ് as heat. So only 10% of energy is available to next topic level. 10% വെച്ച് ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അടുത്ത ലെവലിലേക്ക് എന്ത് ചെയ്യുന്നു? അല്ല, 90% ലോസ് ആണ്, 10% മാത്രമാണ് ഓരോ ലെവലിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. Construct a pyramid of biomass of grassland. How is the pyramid of biomass in C different from it? Name the primary producer, primary consumer in C. What is standing crop? ഗ്രാസ്ലാൻഡ് ഇക്കോസിസ്റ്റത്തിലെ പിരമിഡ് ഓഫ് ബയോമാസ് എടുക്കുമ്പോൾ ഗ്രാസ് എടുത്താൽ പിന്നെ എന്ത് ചെയ്യും? ചെറിയ കുറവ് ഡ്രൈ വെയിറ്റിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്രൈറ്റ് പിരമിഡ് ആയിരിക്കും. പ്രൈമറി പ്രൊഡ്യൂസർ ആൻഡ് പ്രൈമറി കൺസ്യൂമർ ഇൻ ദ സീ. പ്രൈമറി പ്രൊഡ്യൂസർ ഫൈറ്റോ പ്ലാങ്ക്ടൺ ആണ്, പ്രൈമറി കൺസ്യൂമർ സൂ പ്ലാങ്ക്ടൺ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ദ റേറ്റ് ഓഫ് മാസ് ഓഫ് ലിവിങ് ഓർഗാനിസം ആണ്. റെപ്രസെന്റ് സർട്ടൻ മാസ് ഓഫ് ലിവിങ് മെറ്റീരിയൽ അറ്റ് എ പെർട്ടിക്കുലർ ടൈം ഇൻ ഈച്ച് ട്രോപ്പിക് ലെവൽ. ഓരോ ട്രോപ്പിക് ലെവലിലുള്ള മാസ് ഓഫ് ലിവിങ് മെറ്റീരിയലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയുന്നത്. What does an ecological pyramid represent? State any two limitations that these pyramids have. Describe an inverted pyramid of biomass with the help of an example. Ecological pyramid represent ചെയ്യുന്നത് എന്താണ്? നമുക്കറിയാം പിരമിഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ ഇക്കോളജിക്കൽ പാരാമീറ്റർ ആണ്. ബയോമാസ്, നമ്പർ, എനർജി ഒക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതാണ് പിരമിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫുഡ് ചെയിൻ വെച്ചിട്ടാണ് നമ്മൾ പിരമിഡ് വരയ്ക്കുക. സോ ഈ ടോപ്പിക് ലെവൽ റെപ്രസെൻറ്റ് ദ ഫങ്ഷണൽ ലെവൽ, ദെയർഫോർ ഇറ്റ് ഇൻക്ലൂഡ് ഓൾ മെമ്പർ ഓഫ് സ്പീഷീസ് ഓപ്പറേറ്റിംഗ് അറ്റ് ദ ലെവൽ. ഇനി ലിമിറ്റേഷൻസ് എന്താണ്? ഫുഡ് ചെയിൻസ് വെച്ചിട്ടാണ്, ഫുഡ് വെബ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് സിമ്പിൾ ഫുഡ് ചെയിൻ ഡു നോട്ട് ഒക്കർ ഇൻ നേച്ചർ, ഇൻസ്റ്റഡ് ഫുഡ് വെബ് ആർ പ്രസന്റ്. പിന്നെ ഇക്കോളജിക്കൽ പിരമിഡ് ഹാവ് നോ പ്ലേസ് ഇൻ ഡെട്രിവോസ് ഓർ ഡികമ്പോസേഴ്സ് ത്രൂ ദേ പ്ലേ എ വൈറ്റർ റോൾ ഇൻ ഇക്കോസിസ്റ്റം. ഡെട്രിവോസിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടും ഇല്ല. ഇനി ഒരു ഇൻവേർട്ടഡ് പിരമിഡ് ആണ്. പോണ്ട് ഇക്കോസിസ്റ്റത്തിൽ ഫൈറ്റോ, സൂവ്, കാർണിവോർ ഇൻവേർട്ടഡ് പിരമിഡ് ആയിരിക്കും. ഓക്കെ, ദെൻ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഓൾറെഡി. സോ ഇത്രയുമാണ് നമ്മൾ ഇക്കോസിസ്റ്റം ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 3 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 9 മണിക്ക് നമ്മൾ തുടങ്ങിയതാണ്. ഓൾമോസ്റ്റ് 3 hour ആയില്ലേ? യെസ്, 3 hours ഓഫ് ലൈവ് നമ്മൾ കഴിഞ്ഞു. നന്നായിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയി. ഓരോ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓരോ ചാപ്റ്ററിലെയും കോൺസെപ്റ്റ് അലോങ് വിത്ത് ദ ക്വസ്റ്റ്യൻസ് PYQs ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പം കംപ്ലീറ്റ് PYQs ഈ കഴിഞ്ഞ വർഷത്തെ എല്ലാ കംപ്ലീറ്റ് PYQs നമ്മൾ ഈ 3 ചാപ്റ്ററിന് ഡിസ്കസ് ചെയ്തു. കംപ്ലീറ്റ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പം അത്രയും ക്വസ്റ്റ്യൻ പൂളാണ് നിങ്ങൾക്ക് ഈ ഒരൊറ്റ ലൈവിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും മാക്സിമം നിങ്ങളുടെ ക്ലാസ്സിലെ ഉള്ള ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ 12th CBSE പഠിക്കുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഈ ഒരു ലൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അത്രയും വലിയൊരു ക്വസ്റ്റ്യൻ പൂളാണ് നിങ്ങൾക്ക് ഈ ഒറ്റ ലൈവിന് കിട്ടുന്നത്. അപ്പം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചോളൂ. കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചോളൂ കേട്ടോ. 3 ചാപ്റ്റേഴ്സ് പക്ക അല്ലേ? ബയോടെക്നോളജി ആൻഡ് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് ഐ തിങ്ക്. യെസ്, അപ്പോൾ അത് നമ്മൾ സെറ്റാക്കും. ഡോണ്ട് വറി ഗൈസ്. ഇനി എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചോട്ടോ. യെസ്, ഓൾ പക്കയാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്തു. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ക്ലാസ്സിൽ എന്ത് ചെയ്തു, നിങ്ങൾ ഇൻറ്ററാക്ട് ചെയ്തു. സോ ഐ ആം വെരി താങ്ക്ഫുൾ ഫോർ യു. ബയോടെക്നോളജി നിങ്ങൾക്ക് കിട്ടിയല്ലോ അല്ലേ? ഞാൻ കുറച്ച് നാൾ കാലക്കൊടിഞ്ഞ് ലീവ് ആയതുകൊണ്ട് ഫോളോ അപ്പായി വരുന്നതേ ഉള്ളൂ. ഓക്കെ, വെരി ഗുഡ്. സോ സെറ്റായിട്ട് തന്നെ പോവുക, നന്നായിട്ട് പഠിക്കുക. ഇനിയുള്ള ദിവസം നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യണം, വേറെ കാര്യത്തിലല്ല, പഠിക്കുമ്പോൾ എൻജോയ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. സ്ട്രെസ്ഡ് ആവണ്ട, വളരെ റിലാക്സ്ഡ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ പഠിക്കുക, കോൺസെപ്റ്റ് പഠിക്കുക, അത് ചെയ്ത് പഠിക്കുക. അപ്പം ആ ബുക്കിനോടും കോൺസെപ്റ്റിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി, എല്ലാം നിങ്ങൾക്ക് ഓർമ്മ കിട്ടിക്കോളും. സോ ബി ഹാപ്പി ആൻഡ് ബി സ്ട്രോങ്.
നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി മാരത്തോൺ ലൈഫ്സിലൊക്കെ ആയിട്ട് കാണാം. സോ ടിൽ ദെൻ ബൈ ബൈ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.